1 സെക്കൻഡ് ഓണാക്കിയോ? ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി ബോർഡ് എക്സാം റിവിഷൻ ടൈമിലാണ് നമ്മളിപ്പോൾ ഒന്ന് മീറ്റ് ചെയ്തിട്ടുള്ളത്. +2 കെമിസ്ട്രിയുടെ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എല്ലാ സ്റ്റുഡൻസിനും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഞാനതിന് വെൽക്കം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എക്സാമിനേഷൻ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ചാപ്റ്റർ എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുമായിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്താണ് നമ്മളുള്ളത്. അപ്പോൾ എങ്ങനെ ബോർഡ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ബോർഡ് എക്സാം എങ്ങനെ സ്കോർ ചെയ്യും, നമ്മൾ എങ്ങനെ കോൺസെപ്റ്റ് അനലൈസ് ചെയ്യണം, കോൺസെപ്റ്റ് എങ്ങനെ ഡെലിവർ ചെയ്യണം, അതല്ലെങ്കിൽ എക്സാമിന് നമ്മൾ എങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് ആൻസർ എഴുതി കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ഹെൽപ്പ്, ചെറിയ ഹെൽപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തുടങ്ങാലോ. അപ്പോൾ നമുക്ക് +2 ബോർഡ് എക്സാമിൻ്റെ ആദ്യത്തെ കുറച്ച് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ചാപ്റ്റേഴ്സിൽ സെലക്റ്റീവായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തത് കൊണ്ട് ഇത് മാത്രം ബോർഡ് എക്സാമിന് എന്ന് പറയുന്നില്ല. ബട്ട് ഇതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയേഴ്സിൽ എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണയിലെത്താം. ഓക്കെ, അപ്പോൾ തുടങ്ങാമല്ലോ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് +2ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്. ഈ സോളിഡ് സ്റ്റേറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി കോർഡിനേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ? നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ന്യൂമറിക്കലിന് വലിയ പ്രസക്തി ഇല്ലെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ തിയറട്ടിക്കലി കുറേ ഡയമെൻഷൻസും ഡയഗ്രാംസും ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഈ ചാപ്റ്ററിന് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? കോർഡിനേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഇറ്റ്സ് എ സിംഗിൾ വേർഡ് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ FCC അതുപോലെ തന്നെ BCC സിമ്പിൾ ക്യൂബിക് ലാറ്റിസസിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് പഠിച്ചവർക്ക് അറിയാം എന്താണ് ഫോർ FCC വാട്ട് അബൌട്ട് കോർഡിനേഷൻ നമ്പർ? വാട്ട് ഈസ് കോർഡിനേഷൻ നമ്പർ? ഇറ്റ് ഈസ് സിംപ്ലി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ കോൺടാക്ട് അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ കോൺടാക്ട് ആണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ. ഫോർ FCC ലാറ്റിസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ കോൺടാക്ട് ഈസ് 12. എത്രയാണ്? ഇറ്റ് ഈസ് 12 ആണല്ലോ. സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആണെങ്കിലോ ഇറ്റ് ഈസ് ജസ്റ്റ് 6 ആയിരിക്കും. Okay, for CCP lattice it is just 12 and for CCP it is 12, FCC or HCP it is again 12. ഈ 12 എങ്ങനെയാണ് വരുന്നത്? നമ്മളതിനെക്കുറിച്ച് ഇപ്പോൾ ബോധേടല്ലല്ലോ. 12 എങ്ങനെയാണ് വരുന്നത്? നമ്മളിപ്പോൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യാം. 12 എങ്ങനെയാണ്? ആക്ച്വലി ഇറ്റ് ഈസ് 6 in the same layer, 3 above 3 below, 6 + 3 + 3 അതാ 12ൻ്റെ നേച്ചർ. അപ്പോൾ FCCയിലും CCPയിലും അതുപോലെ തന്നെ HCPയിലും എത്രയാ കോർഡിനേഷൻ നമ്പർ? ഇറ്റ് ഈസ് 12. ബട്ട് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആണെങ്കിലോ സിമ്പിൾ ക്യൂബ് ആണെങ്കിലോ അതിൽ സിമ്പിൾ ക്യൂബിക് ലാറ്റിസിൽ ജസ്റ്റ് 6 ആണ് വരിക. 4 in the same layer, 1 above 1 below. ഒരു ലാറ്റിസും കൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ബോഡി സെൻറ്റേർഡ് ടൈപ്പ്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് ആണെങ്കിൽ വേർ കോർഡിനേഷൻ നമ്പർ ഈസ് 8, 4 above 4 below, ടോട്ടൽ 8. അപ്പോൾ ഇത്തരം ഒരു സിമ്പിൾ വേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. Okay, now based on the nature of intermolecular forces, classify the following solids. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എൻസെറ്റിലെ തുടക്കം തന്നെ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ്, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ അമോർഫസിൻ്റെയും ക്രിസ്റ്റലൈൻ്റെയും ക്ലാസിഫിക്കേഷൻ ചോദിക്കാം, അതല്ലെങ്കിൽ അവർ തമ്മിൽ ഡിഫറൻസസ് ചോദിക്കാം. അമോർഫസ് ആണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ 5, 6, 7 ഡിഫറൻസ് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളെല്ലാവരും പഠിച്ചവരാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം? പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സ്പെസിഫിക് ഡിഫറൻസസ് ചോദിക്കാം. എസ്പെഷ്യലി അൺഐസോട്രോപ്പി, ഐസോട്രോപ്പിക്. ക്രിസ്റ്റലൈൻ സോളിഡ് ഇറ്റ് ഈസ് അൺഐസോട്രോപ്പിക്, അമോർഫസ് സോളിഡ് ഇറ്റ് ഈസ് ഐസോട്രോപ്പിക്. നമുക്കറിയാലോ. പിന്നെ അതിന് എക്സാമ്പിൾസ് നമുക്കറിയണം. അമോർഫസിന് എക്സാമ്പിൾ ഗ്രാഫൈറ്റ്, ഡയമണ്ട് തുടങ്ങി ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിളും അമോർഫസിന് എക്സാമ്പിളോ ഗ്ലാസ് അല്ലെങ്കിൽ വുഡ്, റബ്ബർ, പ്ലാസ്റ്റിക്, ഇതെല്ലാം എന്താണ്? അമോർഫസ് ആണ്. ഓക്കെ, ഇവിടെ ബേസ്ഡ് ഓൺ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ക്ലാസിഫൈ ദ ഫോളോയിങ് സോളിഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് അമോർഫസ് ക്രിസ്റ്റലൈൻ എന്ന ക്ലാസിഫിക്കേഷനില്ല. അതിനുശേഷം നമ്മൾ ബുക്കിൽ എന്ത് കാണാം? ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസസിനെ കാണാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ അതേതൊക്കെയാണ്? അയണിക് സോളിഡ്, കോവലന്റ് സോളിഡ്, മെറ്റാലിക് സോളിഡ് ആൻഡ് മോളിക്കുലാർ സോളിഡ്സ്. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ഫോഴ്സസ് ബിറ്റ്വീൻ ദം ആണ്. ഇൻ അയണിക് സോളിഡ് ഇറ്റ് ഈസ് അയണിക് ബോണ്ട് അല്ലെ? അയണിക് ബോണ്ട് അയോൺസുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്.
Then covalent solids law, where constituents are atoms, the force of association is covalent bond. And in metallic solids, it is metallic bond, and in molecular solid, it is van der Waals association. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള രണ്ട് മോളിക്യൂൾ സിലിക്ക ആൻഡ് ഐസ് ആണ്. സിലിക്ക നോർമലി ഫോംസ് കോവലന്റ് സോളിഡ്. സിലിക്ക ഏതാ ഫോം ചെയ്യുക? കോവലന്റ് സോളിഡ് ആണ് ഫോം ചെയ്യുക. വേർ ദ അസോസിയേഷൻ ഈസ് കോവാലന്റ്. ബോണ്ടിങ് അസോസിയേഷൻ കോവലന്റ്. നെറ്റ്വർക്ക് കോവലന്റ് അസോസിയേഷൻ ആണ് വരിക. ഇറ്റ് ഇസ് നെറ്റ്വർക്ക് സോളിഡ് ജാൻഡ് മോളിക്യൂൾ വിത്ത് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് കോവലന്റ് സോളിഡ്സ്. ശരിയല്ലേ? And again ice. What is ice? It is association of H2O molecules ആണ്. The constituent particles are H2O molecules. The association is a hydrogen bonding. Okay, hydrogen bonding ആണ്. So it belongs to ഏത് type solid ആ form ചെയ്യുക? Then hydrogen bonded molecular solid. They simply belongs to a hydrogen bonded molecular solid. Hydrogen bonded molecular solids. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇതിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ വരുന്ന സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് അത് ഏത് സോളിഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാം. അതല്ലെങ്കിൽ അയണിക് സോളിഡിന് എക്സാമ്പിൾ, കോവലന്റ് സോളിഡിന് എക്സാമ്പിൾ, മെറ്റാലിക് സോളിഡ്സിന് എക്സാമ്പിൾ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആൻഡ് ബ്രവേസ് ലാറ്റിസസ് ഉണ്ട്. ആ ഒരു ടേബിൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. അത് പഠിക്കാത്തവരുടെ പെട്ടെന്ന് പഠിച്ചു വെച്ചോ. എക്സാമിന് ചോദിച്ചാൽ ആൻസറും മാർക്ക് ഉറപ്പാണ്. വേറെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. ടേബിൾ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യുക, ആൻസർ ചെയ്യുക. ആൻസറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഏതും ആൻസർ മാർക്ക് സ്കോർ ചെയ്യും അല്ലേ? നൗ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സിങ്ക് ഓക്സൈഡ് ടേൺസ് യെല്ലോ ഓൺ ഹീറ്റിംഗ്. വൈ? ദിസ് ഈസ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഫ്രം ഡിഫക്റ്റ്, ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ഇറ്റ് ഈസ് സിംപ്ലി എ ടൈപ്പ്. ഏത് ടൈപ്പ് വരുന്നതെന്ന് അറിയോ? മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എന്താ പറയുക, എക്സ്ട്രാ കാറ്റ്യൂൺസ് അറ്റ് ഇൻഡസ്ട്രിഷ്യൽ സൈറ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 ടൈപ്പ് ആവാം അല്ലേ? ഒന്നെന്താണ്? ഒന്ന് എക്സ്ട്രാ കാറ്റ്യൂൺസ് വരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആനിയോൺ വേക്കൻസീസും ആവാം. ഡ്യൂ ടു ആനിയോൺ വേക്കൻസി ആവാം, അല്ലെങ്കിൽ ഡ്യൂ ടു എക്സ്ട്രാ കാറ്റ്യൂൺ അറ്റ് ഇൻഡസ്ട്രിഷ്യൽ ഗ്യാപ്സ് ആവാം. Here some zinc ions, extra Zn2 plus ions enter into interstitial sites where charge neutrality is maintained by extra electrons at other interstitial gap. Okay, അപ്പോൾ സിങ്ക് ഓക്സൈഡ് ലാറ്റിസിനകത്ത് എന്ത് ചെയ്യാം? Zn2 പ്ലസിൻ്റെ എക്സ്ട്രാ അയോൺസ് ഇൻഡസ്ട്രിഷ്യൽ ഗ്യാപ്പിൽ വരാം. ആ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എന്ത് വരും? ഇലക്ട്രോൺസ് വരും. എവിടെ വരും? at other interstitial gaps. So that electrons are responsible for color. So they have yellow color on heating. Why? There is some defect created. ഏത് ടൈപ്പ് ഡിഫക്റ്റ് ആണ്? This metal excess defect due to cation vacancy. NaCl വരുന്നില്ല. NaCl ഏത് ടൈപ്പ് ഡിഫക്റ്റ് കാണിക്കുക? ഷോർട്ട് സർക്യൂട്ട് ഡിഫക്റ്റ് കാണിക്കാറുണ്ട്. കൂടാതെ ആനിയോൺ വേക്കൻസി ഡിഫക്റ്റും കാണിക്കാറുണ്ട്. മീൻസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോൺ വേക്കൻസീസും കാണിക്കാറുണ്ട്. ഓക്കെ, ഇനി second one, if n the spheres are there in close packing, what is the total number of tetrahedral and octahedral void? For a lattice with the n particles, there are 3 n voids. Total 3 n voids ഉണ്ടായിരിക്കും. Among these n octahedral voids, and there are 2 n tetrahedral voids. അപ്പോൾ number of voids ചോദിക്കാം. For n particles, there are 3 n total voids. Out of this, n is octahedral and 2 n are tetrahedral voids. Okay. Now, question number 3. An element crystallizes in FCC manner. What is the length of a side of the unit cell if the atomic radius of the element is 0.144 nanometer? ഇത് പാർട്ട് ഇവിടെ കിട്ടിയോ? FCC ലാറ്റിസ് ആണ്. അത് BCCയോ സിമ്പിൾ ക്യൂബോ ഇതുപോലെ ചോദിക്കാം നമ്മളോട്. ഓക്കെ, വാട്ട്സ് എ ലെങ്ത് ഓഫ് സൈഡ്? അപ്പോൾ എഡ്ജ് ലെങ്ത് എയും ആൻഡ് ഇഫ് ദ ആറ്റോമിക് റേഡിയസ് ആറും തമ്മിലുള്ള റിലേഷനാണ്. ഫോർ വിച്ച് ലാറ്റിസ്? ഫോർ FCC ലാറ്റിസ്. ഫോർ FCC ലാറ്റിസ് എഡ്ജ് ലെങ്ത് A is equal to 2√2R. നമ്മളെല്ലാം ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുള്ള റിലേഷനാണ്. ഫോർ FCC ഇറ്റ് ഈസ് 2√2R. ഫോർ BCCയോ എന്ത് വരിക? സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ FCCയുടെ കേസ് അല്ലേ? FCC ഫോർ സിമ്പിൾ ക്യൂബ് ആണെങ്കിലോ സിമ്പിൾ ക്യൂബ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം? എഡ്ജ് ലെങ്ത് A is equal to 2R എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഫോർ ബോഡി സെൻറ്റേർഡ് BCC ആണെങ്കിലോ അവിടെ √3A is equal to 4R or A is equal to 4/√3R. അപ്പോൾ ഈ റിലേഷൻസ് നമ്മോട് ചോദിക്കാം.
അല്ലെങ്കിൽ ആ റിലേഷൻ്റെ സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹിയർ വി ഹാവ് റേഡിയസ് ഈസ് ഗിവൺ 0.144 ആൻഡ് വാട്ട് ഈസ് എഡ്ജ് ലെങ്ത് എ. എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു √2 ഇൻറ്റു ആർ എത്രയാണ് 0.144. Just try to calculate this. We'll get the answer എത്ര വരിക 0.414. It is a nanometer. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ നിങ്ങൾ ഫാസ്റ്റ് ആണെന്ന് അറിയാമല്ലേ. നിങ്ങൾ ബോർഡ് എക്സാം സ്റ്റേറ്റ് ബോർഡ് ടീമിന് എന്ത് ചെയ്യും, സ്റ്റേറ്റുകാർക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേഷൻ നമുക്ക് പ്രയാസമില്ല അല്ലേ. ബട്ട് ഇക്വേഷൻസ് മാറാൻ പാടില്ല. ഇക്വേഷൻ ആരും പറഞ്ഞിരില്ല, നമ്മൾ സിമ്പിളി അതെന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ചെയ്യാം. അപ്പോൾ FCCയുടെയും BCCയുടെയും സിമ്പിൾ ക്യൂബിൻ്റെയും എഡ്ജ് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. എങ്കിൽ ഓൺ സ്പോട്ട് നമുക്ക് ആൻസർ റെഡിയാണ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. An element crystallizes in FCC with the density 2.8 gram per centimeter cube. Its unit cell having edge length 4 into 10 raised to minus 8 centimeter. Calculate molar mass of the element. ഇവിടെ ആരൊക്കെയാ, ഡെൻസിറ്റി ഈസ് ഗിവൺ, FCC ലാറ്റിസ് ആൻഡ് അഗെയിൻ എഡ്ജ് ലെങ്ത് A ഗിവൺ. അപ്പോൾ തന്ന ഡാറ്റാസ് നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്യൂല്ലേ. Yes, it is FCC. Density D 2.8 gram per centimeter cube. If its unit cell having edge length A is equal to 4 into 10 raised to minus 8 centimeter. Calculate molar mass. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് എക്സാമിനൊക്കെ പോലെ ഭയങ്കര ടൈം വെച്ചിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റിലാക്സ് ചെയ്ത് ഇതുള്ള ടൈം നമുക്ക് ബോർഡ് എക്സാമിന് കിട്ടാറുണ്ട്. ബോർഡ് എക്സാമിന് പൊതുവെ ഒരു നേച്ചർ നമുക്ക് റിലാക്സ് ചെയ്ത് ഇതുള്ള സമയം കിട്ടും. സോ ടെൻഷൻ വേണ്ട, നമ്മൾ ആലോചിച്ച് ആൻസർ പതിയെ കണ്ടുപിടിക്കുക. പിന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ചോദിച്ച ക്വസ്റ്റിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അതാണ് ബോർഡ് എക്സാമിൻ്റെ മറ്റൊരു നേച്ചർ അല്ലേ. ഓക്കെ, ചോദിച്ച ചോദ്യത്തിന് മാത്രം മറുപടി കൊടുത്താൽ പോരെ. സോ ഡെൻസിറ്റി ആൻഡ് എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്, മോളാർ മാസ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ റിലേഷൻ ഫോർ ദാറ്റ്? ഡെൻസിറ്റി D is equal to Zm by A cube into Na. ഇവിടെ മോളാർ മാസ് M കണ്ടുപിടിക്കണം. ഫോർ ദിസ് വാട്ട് ഈസ് M? ഡെൻസിറ്റി ഇൻറ്റു A cube ഇൻറ്റു Na divided by Z. ശരിയല്ലേ? സോ യു ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് M. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. ഡെൻസിറ്റി എത്രയാ? 2.8 ഇൻറ്റു എഡ്ജ് ലെങ്ത് A എത്ര? ഇവിടെ ശ്രദ്ധിക്കണം, ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. എഗൈൻ ഇറ്റ് ഇസ് ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ്. 4 into 10 raised to minus 8 അതിൻ്റെ ക്യൂബ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അത് നമുക്കറിയാലോ, 6.022 into 10 raised to 23 divided by എന്താ വരേണ്ടത് ഇനി? Z വാല്യൂ. ഫോർ FCC വാട്ട് ഈസ് Z വാല്യൂ? Z is equal to 4/4 ചെയ്തോളൂ. സോ വിൽ ഗെറ്റ് ആൻ ആൻസർ 27 gram per mole. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പോൾ ഒരു പോസിബിലിറ്റി ഫോർ ന്യൂമറിക്കൽ ചാപ്റ്റർ ഇതാണ്, കേട്ടല്ലോ. നൗ ഫിഫ്ത്ത് വൺ, വാട്ട് ആർ പോയിന്റ് ഡിഫക്റ്റ്? ഡിഫക്റ്റ് മീൻസ് എനി ഇറഗുലാരിറ്റി പ്രസന്റ് ഇൻ ദി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ ആണ്. ഇഫ് ദ ഇറഗുലാരിറ്റി അറ്റ് എ പോയിന്റ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഡിഫക്റ്റ്. നമ്മൾ പഠിച്ചു വെച്ചതല്ലേ. പോയിന്റ് ഡിഫക്റ്റ് എന്താണ്? എനി ഇംപെർഫെക്ഷൻ ഓർ എനി ഇറഗുലാരിറ്റി ഇൻ ദി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ അറ്റ് എ പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ഈസ് കോൾഡ് പോയിന്റ് ഡിഫക്റ്റ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തു. 1 മാർക്ക് ആയില്ലേ. എക്സ്പ്ലെയിൻ നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് ഇൻ ക്രിസ്റ്റൽ അയണിക് ക്രിസ്റ്റൽസ്. നോൺ സ്റ്റോഷിയോമെട്രിക് ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഒന്നേതാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. രണ്ടേതാണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് 2 റീസൺ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഡ്യൂ ടു ആനയോൺ വേക്കൻസി, ആനയോൺ വേക്കൻസി. 2, എക്സ്ട്രാ കാറ്റയോൺ, എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ആനോൺ വേക്കൻസിക്ക് എക്സാമ്പിൾ ആണ് ആൽക്കലി മെറ്റൽ ഹാലൈഡ് ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി മെറ്റൽ വേപ്പർ. സോഡിയം ക്ലോറൈഡ് പഠിച്ചു വെക്കുക. When heated in presence of sodium, it acquires yellow coloration. And again, extra cation at interstitial site. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. സിങ്ക് ഓക്സൈഡ് ലാറ്റിസ് നമ്മൾ ഹീറ്റ് ചെയ്താലേ വിൽ ഗെറ്റ് എ യെല്ലോ കളേർഡ് ലാറ്റിസ്. ഓക്കെ, നൗ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന് ഒരു റീസൺ കാണാം. ഇറ്റ് ഈസ് ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് ആനോൺ ഓർ കാറ്റയോൺ വേക്കൻസി. കാറ്റയോൺ വേക്കൻസി അത് ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ ലാറ്റിസുകൾ, അയൺ ഓക്സൈഡ് ലാറ്റിസ് ഒക്കെ കാണാറുണ്ട് വിത്ത് നോൺ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ. ഓക്കെ,
ക്ലിയർ അല്ലേ? Now sixth one, distinguish ferromagnetism and ferrimagnetism. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിലുള്ള ടോപ്പിക്സ് ആണ് സെമി കണ്ടക്ടർ, കണ്ടക്ടർ, ഇൻസുലേറ്റർ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആയിട്ട് പാരാമാഗ്നറ്റിസം, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളവർ, ഡയാമാഗ്നറ്റിസം എല്ലാം പെയ്ഡ് ആണെങ്കിൽ, പിന്നെ ഫെറോ, ഫെറി, ആൻറ്റി ഫെറോ എന്ന് പറയാറില്ലേ. അതിൽ നമ്മോട് ചോദിച്ച ഫെറോയും ഫെറിയും ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് എസ്പെഷ്യലി ഫെറോ മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ഏതാണ്? അയൺ, കൊബാൾട്ട്, നിക്കൽ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്സ്റ്റിൽ കാണാൻ കഴിയും, നമ്മുടെ ബുക്കിൽ കാണാൻ കഴിയും അയൺ, കൊബാൾട്ട്, നിക്കൽ. അവിടെ സിമിലർ മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ള ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് കൂടിയിട്ട് ഡൊമൈൻസ് ഫോം ചെയ്യുക. If all domains are aligned parallelly, it forms strongly magnetized and permanently magnetized material ആയിട്ട് മാറും when placed in മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആരാണോ സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്യുന്നത്, ആരാണോ പെർമനൻ്റ്ലി മാഗ്നറ്റൈസ് ചെയ്യുന്നത്, ദാറ്റ്സ് കോൾഡ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറി എന്താണ്? ദേ ആർ ജസ്റ്റ് അലൈൻഡ് oppositely but not equally, so they have a net magnetic moment. അപ്പോൾ ഇവർ ഫെറോനെ പോലെ എന്തല്ല സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് അല്ല, ബട്ട് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ സെമി കണ്ടക്ടറിൻ്റെ എൻ ടൈപ്പ്, പി ടൈപ്പ്, ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഡിഫക്റ്റിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാം, 2 മാർക്കോ 3 മാർക്കോ ക്വസ്റ്റ്യൻ വരാം. ഷോർട്ട് കീ ഫ്രങ്കൽ ഡിഫക്റ്റിൻ്റെ ഡിഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡെൻസിറ്റി കാൽക്കുലേഷൻ്റെ ഇക്വേഷനും, പിന്നെ എർത്ത് ലെങ്ത് റേഡിയസ് റിലേഷൻസും, പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സിൻ്റെ ക്ലാസ്സും അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. കേട്ടല്ലോ? നൗ ചാപ്റ്റർ നമ്പർ 2, സൊല്യൂഷൻ. പ്ലസ് ടുവിലെ രണ്ടാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. ആ സൊല്യൂഷൻ്റെ ഫസ്റ്റ് പാർട്ട് റിലേറ്റീവ്ലി ഈസിയാണ്. ആ മൊളാരിറ്റി, നോർമാലിറ്റി റിലേറ്റഡ് ടേംസ് ആണ്. അത് നമ്മളെല്ലാവരും പ്ലസ് വണ്ണിൽ വെൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലസ് വണ്ണിൽ ബേസിക് കോൺസെപ്റ്റിൻ്റെ ലാസ്റ്റ് ഭാഗമായിരുന്നു സൊല്യൂഷൻ്റെ മൊളാരിറ്റി, നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ളത്. അതെല്ലാവർക്കും അറിയാലോ. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പുതുതായിട്ട് പഠിച്ച ഭാഗത്തിൻ്റെ പുതുതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് പ്ലസ് ടുവിൽ ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ള കുറച്ച് ടേംസ് ഏതൊക്കെയാണ്? ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ പുതുതായിട്ട് ചേർത്ത് പഠിച്ചതാണ്, പ്ലസ് ടുവിൽ എത്തിയിട്ട് പഠിച്ചതാണ്. ബാക്കി സൊലിബിലിറ്റി ആൻഡ് വേപ്പർ പ്രഷർ നമ്മൾ കുറച്ചൊരു ഐഡിയ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ ക്വസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. നമുക്കത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയലിൻ്റെ ഭാഗത്തും അസിയോട്രോപ്പ് ആൻഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. റെഡി അല്ലേ? യെസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 7. In a solution of components A and B, at molecular level, A-B interactions are weaker than those between A and B-B. Here solvent-solute interaction is weaker than solute and solvent. Then the type of deviation shown by the solution is called, ഇവിടെ നോക്ക്, സോൾവെന്റ് ഇൻട്രാക്ഷനും സൊല്യൂട്ട് ഇൻട്രാക്ഷനും അതിനേക്കാളും വീക്കാണ് സോൾവെന്റ് എങ്കിൽ സോൾവെന്റ് ഇൻട്രാക്ഷനെ സൊല്യൂട്ട് വീക്കൻ ചെയ്യുന്നത് പോലെ സൊല്യൂട്ട് ഇൻട്രാക്ഷനെ സോൾവെന്റ് വീക്കൻ ചെയ്യും. So solvent-solute interaction become much weaker. So there will be greater tendency to escape out. അല്ലേ? എ പോവാ ബി പൊക്കോന്ന് പറയും, ബി പോവാ എ പൊയ്ക്കോന്ന് പറയും അല്ലേ? അവിടെ എന്തില്ല, ആരും ബ്ലോക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അവിടെ എ ബി ഇൻട്രാക്ഷൻ വീക്കർ ആയതുകൊണ്ട് വെപ്പറൈസിങ് ടെൻഡൻസി, എസ്കേപ്പിംഗ് ടെൻഡൻസി കൂടുതലായിരിക്കും. ശരിയല്ലേ? സോ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് പോസിറ്റീവ് ഡീവിയേഷൻ. എസ്കേപ്പിംഗ് ടെൻഡൻസി കൂടുക എന്ന് പറഞ്ഞല്ലേ, വേപ്പറൈസിംഗ് ടെൻഡൻസി കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, മോർ വേപ്പേഴ്സ് വിൽ ബി ദെയർ. വേപ്പേഴ്സ് കൂടുതൽ വന്നാൽ ഹൈ വേപ്പർ പ്രഷർ കാണിക്കും. ഇഫ് ദ പ്രഷർ ഒബ്സർവ്ഡ് ഈസ് മോർ ദാൻ ദാറ്റ് പ്രഡിക്റ്റഡ് ബൈ റൗൾസ് ലോ, ഇറ്റ് ഈസ് കോൾഡ് എ പോസിറ്റീവ് ഡീവിയേഷൻ. അതെപ്പോഴാണ് സംഭവിക്കുക, ഈ സോൾവെന്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ വീക്ക് ആവുന്ന സമയത്താണ്. ഇഫ് ദ പ്രഷർ ഒബ്സർവ്ഡ്, ദ മെഷർഡ് പ്രഷർ ഈസ് മോർ ദാൻ ദാറ്റ് പ്രഡിക്റ്റഡ് ബൈ റൗൾസ് ലോ, ഇറ്റ് ഈസ് കോൾഡ് positive deviation. If it is less than that predicted by Raoult's law, it is called a negative deviation. Raoult's law അറിയാലോ, Pi is equal to P0 I into chi I. This is theoretical prediction. Chi I എന്താണ്, മോൾ ഫ്രാക്ഷൻ മറന്നില്ലല്ലോ. P0 I എന്താണ്, the pressure, vapor pressure of pure component. Clear അല്ലേ? Okay. So here the answer is positive deviation from ideal behavior from Raoult's law. Okay. Now draw the vapor pressure mole fraction curve for non-ideal solution having positive deviation if A and B are the two volatile components. ഇവിടെ നമ്മൾ എന്താ ചോദിച്ചത്, പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരച്ച് പഠിച്ചത് ഓർമ്മയുണ്ട്. വൈ ആക്സിസിൽ പ്രഷർ, വേപ്പർ പ്രഷർ, എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 1,
ഹിയർ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 0 ഹിയർ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ഹിയർ. നൗ ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈക്വൽ ടു 1 മീൻസ് pressure of A is maximum, it is P0A. Then mole fraction of A is equal to 0 means its pressure is 0. ഇതാണ് എന്ത് just the what is predicted by Raoult's law, and again it is P0B. ഇതെന്താണ് prediction by Raoult's law ആണ്, Raoult's lawയുടെ prediction ആണ്. ബട്ട് നമ്മൾ ചോദിച്ചത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ മീൻസ് എന്താണ്? ഇറ്റ് ഈസ് മോർ ദാൻ എക്സ്പെക്റ്റഡ്, മോർ ദാൻ എക്സ്പെക്റ്റഡ്. It is more than theoretical value. This is positive deviation graph. മനസ്സിലായോ? ടോട്ടൽ സൊല്യൂഷൻ അത് ചോദിച്ചാലോ, ടോട്ടൽ സൊല്യൂഷൻ്റെ ആണെങ്കിലോ ദിസ് ഈസ് പി ടോട്ടൽ, ദിസ് ഈസ് പി ടോട്ടൽ ഐഡിയലി. ആൻഡ് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ യെസ് ദിസ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. പിടികിട്ടിയോ? അപ്പോൾ ഈ റെഡ് കളറാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇതിൻ്റെ താഴേക്ക് നമ്മൾ കർവ് താഴേക്ക് വരച്ചുള്ളൂ, ദാറ്റ് ഇസ് കോൾഡ് നെഗറ്റീവ് ഡീവിയേഷൻ. മനസ്സിലായില്ലേ? ദിസ് ഇസ് ദ ഗ്രാഫ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ സ്കെയിലും പെൻസിലൊക്കെ വെച്ച് വൃത്തിയിൽ വരച്ച് കൊടുക്കുക, മാർക്ക്. ഓക്കെ, കേട്ടല്ലോ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് വിത്ത് എക്സാമ്പിൾ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അഗെയിൻ ഇറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഈ ഭാഗത്ത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടും ആ ഭാഗത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ പേടിക്കാതിരിക്കാനും ആ ഭാഗത്തെ ടെൻഷൻ കുറച്ച് കുറയ്ക്കാനുമാണ് ആ ഒരു ഡീവിയേഷൻ്റെ ഭാഗം ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗം ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം അസിയോട്രോപ്പും പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ മേ ബി നിങ്ങളിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇവിടെ സൊല്യൂഷൻസ് that showing large positive deviation have a high vapor pressure than that predicted by Raoult's law. Raoult's law പ്രകാരം പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുടെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ നമ്മൾ കൂടുതൽ ഹീറ്റ് ചെയ്യേണ്ടി വരില്ല അറ്റ്മോസ്ഫിയറിക് പ്രഷറിനായിട്ട് ഈക്വൽ ആവാൻ. If a solution is showing positive deviation കാണിക്കാൻ മീൻസ് എന്താണ്? എക്സ്പെക്റ്റഡിനേക്കാളും വലിയ പ്രഷർ കാണിക്കുന്നവരാണ് അല്ലേ? നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഹൈ പ്രഷർ കാണിക്കുന്നവരാണെന്ത്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ. അപ്പോൾ അവരുടെ കേസിൽ ആ സൊല്യൂഷൻ നമ്മൾ കൂടുതൽ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. വായ് അത് ഹീറ്റ് ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കുറച്ച് ഹീറ്റ് ചെയ്യുമ്പോഴേക്കന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഹൈ പ്രഷർ വരും. സോ ദെയർ പ്രഷർ ക്വിക്ക്ലി ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദേ സ്റ്റാർട്ട് ബോയിലിംഗ് ഏർലി. അവർ പെട്ടെന്ന് ബോയിൽ ചെയ്യും. ദേ ആർ കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. ഇനി അസിയോട്രോപ്പിൻ്റെ ക്വാളിറ്റി എന്താണ്? 3 ക്വാളിറ്റി ഓർത്ത് വെച്ചോളൂ. 3 ക്വാളിറ്റി അസിയോട്രോപ്പിന് ഓർത്ത് വെക്കണം. അസിയോട്രോപ്പിൻ്റെ 3 ക്വാളിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ. ഒന്നെന്താണ്? കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ. അവിടെ ബോയിലിംഗ് മോഡ് മാറില്ല പിന്നീട്. പിന്നെയോ they have സെയിം കോമ്പോസിഷൻ ഇൻ ദ സൊല്യൂഷൻ ഫേസ് ആസ് വെൽ ആസ് ഇൻ ദ വേപ്പർ ഫേസ്. അതിൻ്റെ സൊല്യൂഷൻ ഫേസിലും വേപ്പർ ഫേസിലും മോൾ ഫ്രാക്ഷൻ ഈക്വൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും ഉണ്ടാവും, സെയിം ആയിരിക്കും. മൂന്നാമത്തത് ദ കോമ്പണൻസ് കാനോട്ട് ബി സെപ്പറേറ്റഡ്. ഒരു അസിയോട്രോപിക് മിക്സ്ചറിൻ്റെ കോമ്പണൻസിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചർ, ദ കോമ്പണൻസ് കാനോട്ട് ബി സെപ്പറേറ്റഡ്, സെയിം കോമ്പോസിഷൻ ഇൻ ദ വേപ്പർ ഫേസ് ആൻഡ് ഇൻ ദ സൊല്യൂഷൻ ഫേസ്. 2 ടൈപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് ഉണ്ട്, those that showing large positive deviation. പിന്നെ മാക്സിമം ബോയിലിംഗ് ഉള്ളത്. മാക്സിമം ബോയിലിംഗ് ആണുള്ളത്. മാക്സിമം ബോയിലിംഗ് മീൻസ് എന്താണ്? those that showing large negative deviation ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ് എത്തനോൾ പ്ലസ് വാട്ടർ മിക്സ്ചർ. എത്തനോൾ ആൻഡ് വാട്ടർ ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. മിനിമം ബോയിലിംഗ് ആണ്. മിനിമം ബോയിലിംഗ്. ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ് HNO3 ആൻഡ് H2O. നെഗറ്റീവ് ഡീവിയേഷൻ വിത്ത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപിക് കോമ്പോസിഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കണം കേട്ടല്ലോ. ഇനി 2 ന്യൂമറിക്കൽ ചാപ്റ്ററിൽ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഭാഗമായതുകൊണ്ട് എന്താണ് അവിടെ ന്യൂമറിക്കലിൽ സാധ്യതയുള്ള ചാപ്റ്റർ കൂടെയാണ്. വേറെ ചാപ്റ്റേഴ്സ് നമുക്കില്ല ന്യൂമറിക്കൽ ചോദിക്കാൻ. നമുക്ക് ആകെ +2 ന്യൂമറിക്കൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 4 ചാപ്റ്ററുകളാണ്. സോളിഡ്, സൊല്യൂഷൻ, കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി. ഈ 4 ചാപ്റ്ററിലാണ് ന്യൂമറിക്കലിന് സാധ്യത ഉള്ളത്. അപ്പോൾ 4 ചാപ്റ്ററിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ച് പഠിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് ന്യൂമറിക്കൽ ചോദിച്ചാൽ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കറിയാലോ ചാപ്റ്ററിൽ +2 16 ചാപ്റ്ററിൽ ന്യൂമറിക്കലായിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ളത് 4 ചാപ്റ്ററിലാണ്. അത് നമ്മൾ മസ്റ്റായിട്ടും പ്രാക്ടീസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിൽ പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, സൊല്യൂഷനിൽ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. എ 5% സൊല്യൂഷൻ by mass of cane sugar of formula given on in water has a freezing point of 271. Okay, calculate freezing point of 5% by mass
of solution of glucose in water. Freezing point of pure water is given. അപ്പോൾ 5% സൊല്യൂഷൻ ബൈ മാസ് ഓഫ് കെയിൻ ഷുഗർ നമുക്ക് തന്നിട്ടുണ്ട്. അതിലെന്ത് നമുക്ക് പറയാം, ഇൻ വാട്ടർ ഹാസ് ഫ്രീസിംഗ് പോയിന്റ് 271 ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഗിവൺ ആണ്. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, 5% സൂക്രോസ് സൊല്യൂഷൻ, പിന്നെയോ 5% ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഇയാളുടെ ഫ്രീസിംഗ് പോയിന്റ് ടി എഫ് എത്രയാണ്, 271 കെൽവിൻ ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ഇത് കണ്ടുപിടിക്കും വേണം. രണ്ടും ആക്വസ് സൊല്യൂഷനാണ്. രണ്ടിൻ്റെ പെർസെൻറ്റേജ് 5% ആണ്. ഓക്കെ അല്ലേ? നൗ കാൽക്കുലേറ്റ് ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. TF0 ഗിവൺ ആണ്. TF0 പ്യൂർ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 273.15 ആണ്. നമ്മൾ TF കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും കോമൺ ആയിട്ട് എന്താ ഉള്ളത്, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കോമൺ ആണ്. WB മീൻസ് 5 ഗ്രാം ആണ്. ഇപ്പുറം WB 5 ഗ്രാം, 5% ബൈ മാസ് അല്ലേ. ആൻഡ് വെയിറ്റ് ഓഫ് സോൾവെന്റ് WA 95 ഗ്രാം ഹിയർ, WA 95 ഗ്രാം അഗൈൻ ഹിയർ, അതും സെയിം ആണ്. സോ WB സെയിം, WA സെയിം. മോളാർ മാസ് ഈസ് ഡിഫറെൻറ്റ്. മോളാർ മാസ് ഓഫ് B ഇൻ ദിസ് കേസ് സുക്രോസ് അല്ലേ, ഇറ്റ് ഈസ് 342. ആൻഡ് ദാറ്റ് ഓഫ് ഗ്ലൂക്കോസ് എന്ത് വരും, ഗ്ലൂക്കോസ് എന്ത് വരും, മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് ഇറ്റ് ഈസ് 180 എന്ന് വരും. അപ്പോൾ മോളാർ മാസായി WA ആയി WB ആയി. ദെൻ KF രണ്ടാൾക്കും സെയിം ആണ്. വൈ, ഇറ്റ് ഈസ് സെയിം സോൾവെൻ്റ് ആണ്, വാട്ടർ ആണ്. സോ KF സെയിം ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു മൊളാലിറ്റി. വാട്ട് ഈസ് മൊളാലിറ്റി, WB ബൈ MB ഇൻറ്റു 1000 ബൈ WA. From this, what is KF? KF is equal to നമുക്ക് എന്ത് ചെയ്താം, ഡെൽറ്റ TF ഇൻറ്റു MB ഇൻറ്റു WA ഡിവൈഡഡ് ബൈ WB ഇൻറ്റു 1000. അപ്പോൾ KF ഡിഫൈൻഡ് ആയി. ഈ രണ്ടാൾക്കും KF സെയിം അല്ലേ, ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാളുടെയും KFനെ ഇക്വൽ ചെയ്യാം. KF ഈക്വൽ ടു KF ഇൻ ഫസ്റ്റ് കേസ് ഇസ് ഈക്വൽ ടു KF സെക്കൻഡ് കേസ്. അതിൽ നോക്കൂ, നിങ്ങൾക്കറിയാം ഇതിൽ ആരൊക്കെ സെയിം ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലാത്ത WB 1000, WA സെയിം, WB സെയിം, ദെൻ KF സെയിം, 1000 സെയിം. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. KF ഈക്വലാണ്. അപ്പോൾ ഡെൽറ്റ TF ഇൻറ്റു മോളാർ മാസ് ഓഫ് ഫസ്റ്റ് എന്ന് കൊടുത്താൽ പോരെ, ഡെൽറ്റ TF ഇൻറ്റു മോളാർ മാസ് ഓഫ് ഫസ്റ്റ് is equal to delta TF into molar mass of second. Okay, for first 271 Kelvin ആണ് എന്ത്, ആ TF0 273.15 ആണ്. അപ്പോൾ ആളുടെ ഡെൽറ്റ TF നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ വരിക 273.15 മൈനസ് 271, അപ്പോൾ 2.15 വരും അല്ലേ. അപ്പോൾ 2.15 into molar mass of sucrose 342 is equal to നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ TF ഇൻറ്റു മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് 180. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ TFൻ്റെ വാല്യൂ കിട്ടും. ഡെൽറ്റ TF is equal to for ഗ്ലൂക്കോസ് സൊല്യൂഷൻ ഡെൽറ്റ TF എത്ര വരും എന്ന് ചെയ്ത് നോക്കൂ. സോൾവ് ചെയ്താലേ ഡെൽറ്റ TF, അത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാം, ഡെൽറ്റ TF മീൻസ് എന്താണ്, TF0 മൈനസ് TF ആണ്. TF0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് TF കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾക്ക് എത്ര വരും എന്നറിയോ, ഫൈനൽ ആൻസർ 269.065 ആൻസർ എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ന്യൂമറിക്കൽസ് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽസിൻ്റെ ഇക്വേഷൻ ഏതാണ്, ഈ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനാണ് വന്നത്. അതിൽ പെർസെൻറ്റ് സെയിം ആയതുകൊണ്ട് WA WB 1000 കോൺസ്റ്റൻറ്റുകളാണ്. എല്ലാവർക്കും രണ്ടാൾക്കും സെയിം ആണ്. KF കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഡെൽറ്റ TF ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് എന്ന് കൊടുത്താലും മതി. അപ്പോൾ അതിലേറെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അനദർ വേ ഡെൽറ്റ TF ബൈ ഡെൽറ്റ TF ഫസ്റ്റ് കേസ് ബൈ സെക്കൻഡ് കേസ് ഇസ് ഈക്വൽ ടു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ സെക്കൻഡ് കേസ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഫസ്റ്റ് കേസ് ഈക്വൽ ടു ആൻസറിലേക്ക് എത്തിക്കാം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 11. A solution containing 15 gram urea of molar mass 60 gram per liter. 15 gram urea means 15 gram divided by 60 gram per mole. എത്ര വരിക, it is 1/4 mole. 1/4 mole urea
per liter is taken, solution ആയില്ലേ, has the same osmotic pressure as a solution of glucose in water. Calculate the mass of glucose present in 1 liter of its solution. അപ്പോൾ യൂറിയയുടെ 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്, ഗ്ലൂക്കോസിൻ്റെ 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? രണ്ട് സൊല്യൂഷൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ ഓഫ് യൂറിയ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ. സെയിം ടെമ്പറേച്ചർ, സെയിം വോളിയം. What is osmotic pressure? Pi is equal to CRT. CRT is equal to CRT. For first solution is equal to for the second solution. Here temperature constant or constant. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ is equal to concentration of urea is equal to concentration of glucose solution. ശരിയല്ലേ? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ എന്താണ്? 1/4 മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് യൂറിയ എന്താണ്? ഇറ്റ് ഈസ് 0.25 മോളാർ. അപ്പോൾ യൂറിയയുടെ സൊല്യൂഷൻ്റെയും ഗ്ലൂക്കോസിൻ്റെ സൊല്യൂഷൻ്റെ മൊളാരിറ്റി സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 0.25 മോളാർ ആണ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ കുറിച്ച് നമുക്ക് പറയാം 0.25 മോൾ ഗ്ലൂക്കോസ് ഇൻ 1 ലിറ്റർ. നമ്മുടെ ചോദിച്ച ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് മാസ് ഓഫ് ഗ്ലൂക്കോസ് പ്രസൻറ്റ് എന്നാണ് ചോദിച്ചത്. മാസ് ഓഫ് ഗ്ലൂക്കോസ് പ്രസൻറ്റ് അപ്പോൾ 0.25 മോൾ അല്ലേ, ദാറ്റ് ഇൻ ടു മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് 180 is equal to 45 gram. So 45 gram of glucose is required to make a solution that having same osmotic pressure as that of urea solution, given urea solution. Okay, അപ്പോൾ ഇത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കാൽക്കുലേഷൻ്റെ ആപ്ലിക്കേഷനാണ് വന്നിട്ടുള്ളത്. കേട്ടല്ലോ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 12. Calculate depression in freezing point of 0.2 molar solution if 1 kilogram, if kilogram of water is, for water is kg of water is, kg അല്ല kf ആണ്, സോറി, kf for water is 1.86 Kelvin kilogram per mole. നോക്കൂ, ഇതൊരു വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ന്യൂമറിക്കൽ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബോർഡ് എക്സാം ആയതുകൊണ്ട് കൂടുതൽ സ്റ്റെപ്സിൻ്റെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പിന്നെ ചോദിച്ച ചോദ്യങ്ങളിൽ അധികം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിസ്സാരമാക്കി കളയരുത്. ഇതെല്ലാം പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് ഒരു ആവറേജ് ആൻഡ് നോർമൽ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻസ് ഇതാണ്. ഈ ഒരു ലെവലാണ് നമ്മൾ ബോർഡ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. കേട്ടല്ലോ? സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? മൊളാലിറ്റി ഇസ് ഈക്വൽ ടു 0.2 മോളാൽ. ഇഫ് kf of water is, kf is given, kf എത്രയാ? 1.86. Now calculate depression in freezing point. Delta TF ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇക്വേഷൻ. What is delta TF? kf into molality. What is delta TB? Elevation in boiling point. kb into molality. ശരിയല്ലേ? നമ്മുടെ ചോദിച്ച ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ആണ്. kf എത്രയാ? 1.86. മൊളാലിറ്റി എത്രയാ? 0.2. So it's equal to 3.72 അല്ലേ? 3.72 ആണ് എന്ത് പറയുക? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ, അതിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ സൊല്യൂഷനാണ് ചാപ്റ്റർ. സൊല്യൂഷൻ്റെ ന്യൂമറിക്കൽ പോസിബിലിറ്റി ഉള്ള ചാപ്റ്റർ ആണെന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് തന്നെ എടുക്കണം. കേട്ടല്ലോ? അപ്പോൾ അതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്ന 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോളിഡിലെ ന്യൂമറിക്കൽ സൈഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് സൊല്യൂഷനിലെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റിവേഴ്സ് ഓസ്മോസിസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഏത്? റിവേഴ്സ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? മീൻസ് യു നോ ദിസ് ദ പ്രഷർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു സ്റ്റോപ്പ് വാട്ട് ഈസ് ഫ്ലോ ഓഫ് സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ SPM അഗെയിൻസ്റ്റ് ഫ്ലോ ഓസ്മോസിസ് എന്ന് പറയും. ഈ ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാണ്, ഓസ്മോസിസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രഷറിനെ പറയുന്ന പേരാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ഇഫ് ദ പ്രഷർ അപ്ലൈഡ് ഈസ് മോർ ദാൻ റിക്വയർഡ്, അത് ജസ്റ്റ് ടു പ്രിവെൻറ്റ് അപ്ലൈ ചെയ്യുന്ന റിക്വയർമെൻറ്റിനേക്കാളും കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻഡ് ദ റിവേഴ്സ് വിൽ ഹാപ്പൻഡ്. അഥവാ നോർമലി ഒരു സോൾവെൻറ്റ് സൈഡ്, സോൾവെൻറ്റ് ഇത് സൊല്യൂഷൻ. നോർമലി ഇവിടെ സോൾവെൻറ്റ് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? സോൾവെൻറ്റ് സൈഡിൽ നിന്ന് സൊല്യൂഷനിലോട്ടാണ് ഫ്ലോ ഉണ്ടാവുക. അതേസമയം നമ്മൾ സൊല്യൂഷൻ സൈഡിൽ പ്രഷർ അപ്ലൈ ചെയ്താലോ ആ ഫ്ലോ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ, ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇഫ് ദ പ്രഷർ അപ്ലൈഡ് ഈസ് മോർ ദാൻ റിക്വയർഡ്, വാട്ട് ഹാപ്പൻഡ്? ഫ്രം ദ സൊല്യൂഷൻ സൈഡ് സോൾവെൻറ്റ് മൂവ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ.
സൊല്യൂഷൻ സൈഡിൽ നിന്ന് സോൾവെന്റ് തിരിച്ചങ്ങോട്ട് ഒഴുകും. എങ്ങോട്ട് ഒഴുകും? സോൾവെന്റിന്റെ സൈഡിലോട്ട് ഒഴുകും. ഇതിന്റെ പേരാണെന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. When the pressure applied is more than osmotic pressure, the solvent will move from solution side into solvent side. Higher concentrated solution into lower concentrated solution. Okay, right? Any one of its application ആണ് desalination of sea water. അല്ലെ, സലൈൻ വാട്ടറിൽ നിന്ന് നമ്മൾ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്നു. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ആണ്. സെപ്പറേഷൻ ഓഫ് വാട്ടർ ഫ്രം സലൈൻ വാട്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ സലൈൻ വാട്ടർ എടുത്താൽ മതി. ഇവിടെ പ്യുവർ വാട്ടർ എടുക്കുക. ഓൺ എക്സസ് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ വാട്ട് ഹാപ്പൻഡ്? ഫ്രം സലൈൻ വാട്ടർ വാട്ടർ will flows out. So purification of water, reverse osmosis. Okay. അപ്പോൾ ഇത്രയാണ് നമുക്ക് സൊല്യൂഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. നൗ ചാപ്റ്റർ നമ്പർ 3 ഇലക്ട്രോ കെമിസ്ട്രിയിലെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻ ആവാം. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ്. ഒന്ന്, സിംബോളിക്കലി റെപ്രസെന്റ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് when it act as an anode and cathode. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ റെപ്രസെൻറ്റേഷൻ ആണ്. It is platinum electrode, solid platinum, then H2 gas bar H plus aqueous. ഇതെന്താണ്? Here H2 in zero state changing into H plus, so undergoes oxidation. So it is simply what is the representation of anode. ഇതിനെ റിവേഴ്സ് എഴുതി കൊടുക്കുക. H plus aqueous get reduced into H2 gas. On platinum surface it is symbolically representation of cathode. സെയിം എലിമെന്റ് തന്നെയാ, സെയിം സിസ്റ്റം തന്നെ, സെയിം സെറ്റപ്പ് തന്നെ, ബട്ട് ഒന്ന് തിരിച്ചെഴുതി കൊടുത്താൽ മതി. ഇത് H2 become H plus, that's undergoes oxidation. Here H plus become H2 undergoes reduction. Okay അല്ലേ? Now write Nernst equation for Daniel cell. ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. അറിയാലോ, ഇവിടെ നമുക്കറിയാം ഫോർ ഡാനിയൽ സെൽ വാട്ട് ഈസ് ദ ഓവറോൾ ഇക്വേഷൻ? സെൽ റിയാക്ഷൻ Zinc plus Cu2 plus giving Zn2 plus and Cu. ഇതാണ് എന്ത്? ഓവറോൾ ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. നൗ നേൺസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഈ സെല്ല് ഇസ് ഈക്വൽ ടു ഈ സീറോ സെല്ല് എന്ന് പറഞ്ഞാൽ ഈ സീറോ കാഥോഡ് മൈനസ് ഈ സീറോ ആനോഡ്. ഇവിടുത്തെ കാഥോഡ് ആരാണ്? ഹിയർ കോപ്പർ അണ്ടർഗോസ് റിഡക്ഷൻ, സോ കോപ്പർ ഇസ് ആക്ടിങ് ആസ് കാഥോഡ്. സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആക്ടിങ് ആസ് ആനോഡ്. ശരിയല്ലേ? minus 0.06 by NF. N here it is 2 അല്ലേ? 2F into log concentration of product Zn2 plus by reactant Cu2 plus എന്ന് വരും. ശരിയല്ലേ? ഇതാണ് എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ല്. ഇവിടെ ഒരു പ്രത്യേകം പറയുന്നുണ്ട്, ആക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ഇസ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ സോളിഡ് ഫോമായിട്ടുള്ള കോപ്പറിനെയോ സിങ്കിനെയോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ദെയർ കോൺസെൻട്രേഷൻ വിൽ നോട്ട് ചേഞ്ച്, സോ ദെയർ കോൺസെൻട്രേഷൻ ഇസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഇവിടെ കിട്ടിയോ? ഇറ്റ് ഇസ് ടേക്കൺ ആസ് യൂണിറ്റി. അപ്പോൾ അവിടെ അക്വസ് അയോൺസ് ഇല്ലേ, അക്വസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം അവിടെ കൺസിഡർ ചെയ്താൽ മതി, മെറ്റലിൻ്റെ കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യേണ്ടതില്ല. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് നേൺസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക, പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ്റ് റേഷ്യോ കൊടുത്താൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം ഈ സെൽ ഇസ് ഈക്വൽ ടു സീറോ സെൽ മൈനസ് 0.06 by 2F into log Zinc2 plus by Cu2 plus. കേട്ടല്ലോ? നൗ 15 ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് H2O2 ഫ്യൂവൽ സെല്ല്. നമ്മൾ ചാപ്റ്റർ ലാസ്റ്റിലെ ഒരു ആപ്ലിക്കേഷൻ ടോപ്പിക്കാണ് H2O2 ഫ്യൂവൽ സെൽ ആൻഡ് റൈറ്റ് ദ ഹാഫ് സെൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സെല്ല്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഫ്യൂച്ചർ ഫ്യൂവലാണ് ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ എന്ന ഫ്യൂവൽ സെല്ലിനെ നമുക്ക് ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ലെവലിലും എന്താണ് അതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ സെൽ ഡയഗ്രം നമ്മുടെ ബുക്കിൽ കാണാം. അപ്പോൾ സെൽ ഡയഗ്രാം എല്ലാവരും വരച്ച് പഠിക്കണം. H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രാം എല്ലാവരും വരച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ അത് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഇത് പോറസ് കാർബൺ ഇലക്ട്രോഡാണ്. കാർബൺ ഇലക്ട്രോഡാണിത്. ദിസ് ഈസ് സിംപിൾ വാട്ട് ഈസ് കാർബൺ ഇലക്ട്രോഡ്. ആൻഡ് ഇവിടെ അക്വസ് കോൺസെൻട്രേറ്റഡ് ആൽക്കലി NaOH ആസ് ഇലക്ട്രോലൈറ്റ് വിത്ത് ദറ്റ് കണ്ടെയ്നിങ് സം പൗഡേർഡ് പ്ലാറ്റിനം ആസ് കാറ്റലിസ്റ്റ്. നൗ ഹിയർ H2 ഗ്യാസ് ഈസ് അല്ലെങ്കിൽ ഇവിടെ H2 ഗ്യാസ് ആൻഡ് ഇൻ ടു ഈ സൈഡോ O2 ഗ്യാസ്. ഇയാൾ ആനോഡ്, ദിസ് വൺ കാഥോഡ്. ഈ ഫിഗർ നമ്മുടെ NCERT-ലുണ്ട്, നമ്മുടെ ക്ലാസ് നോട്ട്സിലെല്ലാം ഉണ്ടാവും. ഈ ഫിഗർ വൃത്തിയിൽ വരച്ച് പഠിക്കുക. വരച്ചാൽ തന്നെ പാതി മാർക്ക് കിട്ടിയില്ലേ? ബോർഡ് എക്സാം അല്ലേ?
Now reactions ചെയ്ത് കൊടുക്കണം കാഥോഡിലും ആനോഡിലും. Cathode reaction at cathode O2 gas plus aqueous water is there plus 2 electron reduction takes place to form 4OH minus. ശരി. Now at anode the reaction it is 2H2. At anode H2 gas അല്ല എൻ്റർ ചെയ്യുന്നത് 2H2 plus 4OH minus will produce 4H2O and 4 electron. So ഇവിടെ 4 electron ആണ് 4 electron. Now the overall reaction is just ഈ രണ്ട് reaction add ചെയ്താൽ overall reaction കിട്ടി. It is O2 plus 2H2 giving 2H2. Oh yes, oxygen is combining with the hydrogen and forming H2O. This overall reaction is accompanied with some electrical chemical energy. The chemical energy can be converted into electrical energy. ഇതാണ് എന്ത് H2O2 fuel cell. Clear ആണോ? H2O2 fuel cell. Now question number 16. അപ്പോൾ ഫ്യൂൽ സെല്ല് വരച്ച് പഠിക്കണം, അതിൻ്റെ റിയാക്ഷൻസ് തെറ്റാണ്ട് പഠിച്ചു വെക്കണം. റൈറ്റ്, ദ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് ഒക്കർ ഇൻ ദി ഓപ്പറേഷൻ ഓഫ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഏതാണ്? ആനോഡ് കാഥോഡ് റിയാക്ഷൻ ഒക്കർ ഇൻ ഓപ്പറേഷൻ ഓഫ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. മെൻഷൻ ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദ ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് ചോദിച്ചത്. അവിടെ നമുക്കറിയാം വാട്ട് ഈസ് ആനോഡ്. ഇപ്പം ഞാൻ 16ൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ where anode is lead. Cathode grids of lead packed with PbO2. Grids of lead packed with PbO2. Electrolyte are 38% sulfuric acid on the electrolyte. Now reactions, anode and cathode reactions. And ഇവിടെ എഴുതാം കാണിക്കാം. Anode reaction എന്താ വരുന്ന അറിയോ? Lead solid plus sulfate of electrolyte together form lead sulfate and 2 electron. ആ റിയാക്ഷൻ ഓർമ്മ ഉണ്ടോ? ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ടെക്സ്റ്റ് മറിച്ച് നോക്കിക്കോളൂ, നോട്ട് മറിച്ച് നോക്കിക്കോളൂ. ആ റിയാക്ഷൻസ് പഠിച്ചു വെക്കണം കേട്ടല്ലോ. ദെൻ കാഥോഡിൽ അറ്റ് കാഥോഡ് PbO2 then sulfate and 4H plus giving lead sulfate and 2H2O. ഇതാണ് എന്ത് ആനോഡിലും കാഥോഡിലും റിയാക്ഷൻസ്. നൗ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ആനോഡിലും കാഥോഡിലും ലെഡ് സൾഫേറ്റ് ആണ് പ്രോഡക്റ്റ് എന്ന് ഓർത്ത് വെക്കണം കേട്ടല്ലോ. ഓക്കെ, ഇവിടെ റിഡക്ഷൻ ഒരു 2 ഇലക്ട്രോൺ കൂടെ ഷോർട്ട് ഉണ്ട്, പ്ലസ് 2 ഇലക്ട്രോൺ കൂടെ വേണ്ടേ. സൾഫേറ്റ് 4H പ്ലസ് 2 ഇലക്ട്രോൺ കേട്ടോ. ഓക്കെ, നൗ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? Pb പ്ലസ് PbO2 പ്ലസ് 2H2SO4 giving 2PbSO4 and 2H2O. അപ്പോൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്താണ് ഫ്യൂൽ സെല്ലിനെ പോലെ ചോദിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒന്നാണെന്ത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അതിൻ്റെ റിയാക്ഷൻസും ഒക്കെ ചോദിക്കാം കേട്ടല്ലോ. അപ്പോൾ പഠിച്ചു വെക്കുക കേട്ടല്ലോ. നൗ മറ്റൊരു സെഷനാണ് ഈ ബാറ്ററിയുടെ ഭാഗത്ത് തന്നെ ചോദിച്ചിട്ടുള്ളതാണെന്ത് വാട്ട് ആർ പ്രൈമറി ബാറ്ററീസ്. നമുക്കറിയാം പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി മീൻസ് സിംഗിൾ യൂസ്, വൺസ് യൂസ് ചെയ്യുക, ചാർജ് ഡിസ്ചാർജ് ആയി ദെൻ എക്സോസ്റ്റഡ്, അത് വലിച്ചെറിയല്ലേ, ദാറ്റ് ഇസ് പ്രൈമറി ബാറ്ററീസ് എന്ന് പറയും. സെക്കൻഡറി മീൻസ് യു ക്യാൻ റീചാർജ് ഇറ്റ് ആൻഡ് റീയൂസ് ഇറ്റ്. റീയൂസ് ചെയ്യാൻ പറ്റുന്നവരാണ് സെക്കൻഡറി ബാറ്ററീസ്. ഇനി ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് മെർക്കുറി സെൽ ഈസ് 1.35 വോൾട്ട് ആൻഡ് റിമെയിൻ കോൺസ്റ്റന്റ് ഡ്യൂറിംഗ് ദ ഇറ്റ്സ് ലൈഫ്. ഗിവ് ദ റീസൺ. എന്തുകൊണ്ടാണ് മെർക്കുറി ബാറ്ററിയുടെ വോൾട്ടേജ് മാറാത്ത കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ അറിയുന്നവർക്ക് അറിയാം. സിങ്ക് പ്ലസ് HgO ഗിവിങ് Hg ആൻഡ് ZnO. ഈ ഓവറോൾ റിയാക്ഷനിൽ ആരില്ല? എല്ലാം സോളിഡ്സ് ആണ്, ആരില്ല? ലിക്വിഡ് ഇല്ല, അയോൺസ് ഇല്ല, അയോണിക് കോൺസെൻട്രേഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷനിൽ അയോൺസ് ഇല്ലാത്തത് കൊണ്ട് ഈ റിയാക്ഷനിൽ അയോണിക് കോൺസെൻട്രേഷൻ മാറാത്തത് കൊണ്ട് the cell potential remains constant. Its value is independent on അതല്ലെങ്കിൽ there is no ionic concentration terms, so they do not vary. So overall reaction ions ഇല്ല, ionic concentration മാറുന്നില്ല, cell potential മാറില്ല എന്നുള്ളതാണ്. Okay, now question number 17. A solution of copper sulfate is electrolyzed for 20 minutes. Okay, Faraday's ലോ ഓഫ് ഇലക്ട്രോളൈസിസ്. അവിടെ നമ്മൾ ശരിക്കും ആ 2 ലോ പഠിച്ചു വെക്കേണ്ടി വരും കേട്ടോ. ഫാരഡയുടെ ഫസ്റ്റ് ലോ, ഫാരഡയുടെ സെക്കൻഡ് ലോ, രണ്ടും വേണ്ടി വരും. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. പോസിബിലിറ്റി എങ്ങനെയാണ്? ആ സ്റ്റേറ്റ് ഫാരഡേസ് സെക്കൻഡ് ലോ അങ്ങനെ സ്റ്റേറ്റ് ഫാരഡേസ് ഫസ്റ്റ് ലോ, ഒരു പോസിബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്.
അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചൊല്ലി കൊടുക്കേണ്ടി വരും, മീൻസ് എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് രണ്ടും തെറ്റാണ്ട് എഴുതി പഠിച്ചോളൂ കേട്ടോ. സെക്കൻഡ്ലി അതുകൊണ്ട് റിലേറ്റ് ചെയ്തൊരു ന്യൂമറിക്കലാണ് എന്ത് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20 into 60 it is 1200 സെക്കൻഡ്. ഓക്കെ, വിത്ത് എ കറണ്ട് ഓഫ് 1.5 ആംപിയർ. അപ്പോൾ ക്യൂ എത്രയാണ്? ക്യൂ ഇസ് ഈക്വൽ ടു IT ഐ എത്രയാ? 1.5 into 1200 എത്ര വരിക? 1800 കൂളോം. ഓക്കെ, വാട്ട് ഈസ് ദി മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് അറ്റ് കാഥോഡ്? അവിടെ എത്ര കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. കോപ്പറിൻ്റെ ഡെപ്പോസിഷൻ അല്ലേ, കോപ്പർ സൾഫേറ്റ് അല്ലേ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ആരെയാണ് തന്നിട്ടുള്ളത്? ആ അയോണിനെ നമ്മൾ ചെയ്ത് കോപ്പർ 2+. എന്താ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? കോപ്പർ അല്ലേ. എവിടുന്നാ? ഫ്രം കോപ്പർ 2+. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 മോൾ ഇലക്ട്രോൺ വേണം. 2 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ഫാരഡേ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 മോൾ കോപ്പർ അഥവാ 63 ഗ്രാമിന് ഡെപ്പോസിറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 96500 കൂളോംബാണ് 1 ഫാരഡേ. 2 into 96500 കൂളോംബ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡെപ്പോസിറ്റ് 63 ഗ്രാം ഓഫ് കോപ്പർ. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് ആകെ ഉള്ളത് 1800 കൂളോംബ് അല്ലേ. ഇറ്റ് ക്യാൻ ഡെപ്പോസിറ്റ് 63 ഡിവൈഡഡ് ബൈ 2 into 96500 into 1800 is equal to എത്ര കിട്ടുക പറ? ആൻസർ എത്ര വരിക? ഇറ്റ് ഈസ് 1.175 ഗ്രാം കോപ്പർ ഈസ് ഡെപ്പോസിറ്റഡ്. അപ്പോൾ ഇവിടെ ഏതാണ് ഇക്വേഷൻ? നമുക്ക് തന്നിട്ടുള്ള കറണ്ടും ടൈമും വെച്ചിട്ട് കൂളോംബിൽ കണ്ടുപിടിക്കുക, ചാർജ് കണ്ടുപിടിക്കുക, പിന്നെ തന്ന മെറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരഡേ ആൻഡ് വെയിറ്റ് റിലേഷൻ കണ്ടുപിടിക്കുക. 2 മോൾ ഇലക്ട്രോൺ മീൻസ് 2 ഫാരഡേ, 1 മോൾ കോപ്പർ മീൻസ് 63 ഗ്രാം. അപ്പോൾ നമ്പർ ഓഫ് ഫാരഡേസും ഗ്രാമും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. ദെൻ കാൽക്കുലേഷൻ കൊടുത്താൽ മതി, റീഅറേഞ്ച് ചെയ്താൽ മതി. കേട്ടല്ലോ? ഇതാണ് മറ്റൊരു പോസിബിലിറ്റി ഫോർ ക്വസ്റ്റ്യൻ ഫ്രം ഇലക്ട്രോ കെമിസ്ട്രി. Now predict the products of electrolysis of the following substances. Predict product of electrolysis of the following substances. നോക്കാം. Anode and cathode using suitable chemical equations. First one aqueous NaCl. Aqueous NaCl. ഇവിടെ നമുക്കറിയാം NaCl എന്ന് പറഞ്ഞാൽ Na+Cl- and വാട്ടർ ആണ് ഉണ്ടാവുക. അറ്റ് കാഥോഡ്, വാട്ട് ഈസ് കാഥോഡ്? The electrode at which reduction takes place. അപ്പോൾ Na+ന് റിഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം എക്ക് റിഡക്ഷൻ നടക്കാൻ ഈശ്വർ എത്രയാ? -2.71 വോൾട്ട് ആണ്. അതേസമയം വാട്ടറിന് റിഡക്ഷൻ നടക്കുകയാണ്. വാട്ടർ പ്ലസ് ഇലക്ട്രോൺ ഗിവിങ് ഹാഫ് H2 and OH-. ഈശ്വർ എത്രയാ? ഇറ്റ് ഈസ് -0.83 വോൾട്ട് ആണ്. അപ്പോൾ റിഡക്ഷൻ എപ്പോഴും പോസിബിൾ ആവുക ആർക്കാണ്? ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൾക്കാണ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക്. അപ്പോൾ Na+ന് റിഡക്ഷൻ നടക്കില്ല. വേർ വാട്ടർ അണ്ടർഗോസ് റിഡക്ഷൻ, സൊല്യൂഷൻ കണ്ടെയ്ൻ H2 ഗ്യാസ് വിൽ ഫോംഡ് ആൻഡ് OH- is formed at കാഥോഡ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആൾക്കാണ് പെട്ടെന്ന് റിഡക്ഷൻ നടക്കുക. ശരി, നൗ ആനോഡ് എടുത്തു കഴിഞ്ഞാലോ ആനോഡിൽ Cl- undergoes oxidation to form Cl2 gas and 1 electron. അതേസമയം വാട്ടറിൻ്റെ ഓക്സിഡേഷൻ ആണെങ്കിലോ വാട്ടർ ഗീവ്സ് അല്ലേ ഹാഫ് O2 പ്ലസ് 2H++ 2 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ O2 ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ വാല്യൂ പറയുന്നില്ല. ഞാൻ എന്താ പറയാം, ബേസ്ഡ് ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. എന്തായാലും വാട്ടറിനാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇല്ലേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ബേസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ടറിനാണ് ഓക്സിഡേഷൻ നടക്കേണ്ടത്. പക്ഷേ ഡ്യൂ ടു ഓക്സിജൻ ഓവർ പൊട്ടൻഷ്യൽ എന്നൊരു ടേം ഇൻസിഡൻറ്റിലുണ്ട്. ഓക്സിജൻ ഓവർ പൊട്ടൻഷ്യൽ ഇവിടെ ഇയാൾക്ക് റിയാക്ഷൻ നടക്കില്ല എന്നും ക്ലോറിനാണ് ലിബറേറ്റ് ചെയ്യുക. അപ്പോൾ കാഥോഡിൽ വാട്ടർ H2 ഗ്യാസ് ഉണ്ടാവും, ആനോഡിൽ ക്ലോറൈഡിൽ നിന്ന് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവും. ഇതാണെന്ത് അക്വസ് NaCl ഇലക്ട്രോളൈസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് എന്താണ്? പ്ലസ് വാട്ടർ. പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? NaOH ഉണ്ടാവും പ്ലസ് H2 ഗ്യാസ് ആൻഡ് Cl2 ഗ്യാസ്. ദ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളൈസിസ് ഓഫ് അക്വസ് NaCl. ഓക്കെ, നൗ H2SO4ൻ്റെ കേസിലാണെങ്കിലോ അവിടെ H+ അയോണ്, വാട്ടർ ആൻഡ് സൾഫേറ്റ് അയോൺസ്.
ഓക്കെ, H പ്ലസ് ആൻഡ് H2O. അവിടെ കാഥോഡിൽ, വാട്ട് ഈസ് കാഥോഡ്? ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ടേക്കിംഗ് പ്ലേസ് അല്ലേ? H പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ ഗിവിങ് ഹാഫ് H2, 0 വോൾട്ട്. H2O റിഡക്ഷൻ ആണെങ്കിലോ അവിടെ വാട്ടറിൻ്റെ റിഡക്ഷൻ്റെ പൊട്ടൻഷ്യൽ നമുക്കറിയാം -0.83 ഫോർ വാട്ടർ. ഫോർ വാട്ടർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് -0.83. അതുകൊണ്ട് വാട്ടർ നടക്കില്ല, H പ്ലസിനാണ് റിഡക്ഷൻ നടക്കുക. ആനോഡിലാണെങ്കിലോ ആനോഡ് അവിടെ രണ്ട് സാധ്യതകളുണ്ട്. വാട്ടറിൻ്റെ ഓക്സിഡേഷൻ നടക്കാം, വാട്ടർ ഗേവ്സ് ഹാഫ് O2 2 H പ്ലസ് ആൻഡ് 2 ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ വാട്ടറിൻ്റെ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ അവിടെ +1.23 വോൾട്ട് ആണ്. സൾഫേറ്റിൻ്റെ ഓക്സിഡേഷൻ ആണെങ്കിലോ S2O8 മൈനസ് ആൻഡ് 2 ഇലക്ട്രോൺ. അവിടെ ഈസ്രോ വാല്യൂ വരിക +1.96 വോൾട്ട് ആണ്. അവിടെ നമുക്കറിയാം ആനോഡിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾക്കാണ് റിയാക്ഷൻ നടക്കുക. സോ ഇതാണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്. പക്ഷെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും റിയാക്ഷൻ നടക്കുക. അതനുസരിച്ച് പ്രത്യേകം പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലോവർ കോൺസെൻട്രേഷനിൽ റിയാക്ഷൻ 1ഉം ഹയർ കോൺസെൻട്രേഷനിൽ റിയാക്ഷൻ 2 ആയിരിക്കും നടക്കുക. പ്രിഫറബിളി അവിടെ ഓർഡർ മാറിപ്പോകും. കേട്ടല്ലോ. ഇനി കൈനറ്റിക്സ് എന്ന 4th ചാപ്റ്റർ ഉണ്ട്. ഇതുകൂടെയാണ് ന്യൂമറിക്കൽസ് വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ. കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്. കെമിക്കൽ കൈനറ്റിക്സിലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കേട്ടല്ലോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 19. For the reaction 2NO gas plus O2 gas gives 2NO2 gas. Okay, the rate law is given as. Rate law is given ആണ്. The order of the reaction with respect to O2. അവിടെ നോക്ക്, rate law given ആ NO2 and O2. NO raised to 2, NO raised to 2 and O2 ആണ്. So the rate law is equal to K into concentration of NO raised to 2 into O2 എന്നാണ്. Here order with respect to NO is 2. The reaction is second order with respect to NO. But the first order with respect to oxygen. Our question is with respect to oxygen etrayana? It is 1. The overall order is 2 plus 1. The power of concentration terms in rate law is called the order. ശരിയല്ലേ? So the reaction is of first order with respect to oxygen and is of second order with respect to NO. Clear അല്ലേ? Any question number 20. Examine the graph given below. Identify the integrated rate equation. The order of the reaction corresponding to it. ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ ഇവിടെ റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. അത്രേ. അവിടെ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർഡറിനും സീറോ ഓർഡറിനും അത് രണ്ടുമാണല്ലോ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡറിൻ്റെയും സീറോ ഓർഡറിൻ്റെയും ഗ്രാഫുകൾ പഠിക്കണം. ടെക്സ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു കുഞ്ഞു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫിൽ വൈ ആക്സിസിൽ ലോഗരിതം ഉണ്ടാവും. ലോഗ് ആർ എന്നായിരിക്കും. എക്സ് ആക്സിസിൽ ടൈം തന്നെ, വൈ ആക്സിസ് ലോഗ് ആറാണ് വന്നിട്ടുണ്ടാവുക. അതേസമയം സീറോ ഓർഡർ റിയാക്ഷൻ്റെ വൈ ആക്സിസിൽ എന്തല്ല, ആ ലോഗില്ല, സിംപ്ലി ആറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഡിഫറൻസ് വെച്ച് നമുക്ക് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് R0. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ? y is equal to mx plus c അല്ലേ? y ആക്സിസിലാരാ? കോൺസെൻട്രേഷൻ ഓഫ് ആർ. സ്ലോപ്പ് എന്താ? ഇറ്റ് ഈസ് k. സ്ലോപ്പ് എന്താണ്? -k എന്നാണ് പറഞ്ഞത്. -k നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ? ഓക്കെ. ആൻഡ് എക്സ് ആക്സിസ് എന്താ? ടൈമാണ്. ദെൻ പ്ലസ് സി എന്താ? ഇൻ്റർസെപ്റ്റ് R0 ആണ്. R0. അപ്പോൾ ഞാൻ ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കിയ ഞാൻ ഇപ്പോൾ നോക്ക്, ഫ്രം ദിസ് നമുക്ക് എന്ത് കിട്ടി? KT is equal to R0 minus R എന്ന് കിട്ടിയില്ലേ? ആൻഡ് K is equal to R0 minus R by T. ഓക്കെ, ഇത് സീറോ ഓർഡർ റിയാക്ഷൻ ഇതല്ലേ? സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇക്വേഷൻ ആണ് കിട്ടിയത് അല്ലേ? സോ R0 minus R by T ആർക്കുള്ളതാണ്? ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. N is equal to 0 ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് ഫോം ഇവിടെ കിട്ടിയല്ലോ. ശരി, ഇത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ അത് ലോഗ് ആർ അല്ലെങ്കിൽ LOG R വേഴ്സസ് ടൈം ആയിരിക്കും സ്ട്രെയിറ്റ് ലൈന് വരിക. ലോഗ് ആർ വേഴ്സസ് ടൈമാണ് എന്ത് വരിക? ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് വരിക. ഇവിടെ ലോഗ് ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? -KT അല്ലേ? K/2.03 അങ്ങനെയല്ലേ വരിക? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. ലോഗ് ആർ ഇസ് ഈക്വൽ ടു -K/2.303 into T.
പ്ലസ് ലോഗ് ആർ സീറോ എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ലോഗ് ആർ സീറോ, വൈ ആക്സിസ് ലോഗ് ആറ്, സ്ലോപ്പ് മൈനസ് കെ ബൈ 2.03 ആൻഡ് എക്സ് ആക്സിസ് ടൈം ആണ് വരിക. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ. Now 21. Identify the order of the reaction if the unit of rate constant is. Rate constant unit നോക്കിയിട്ട് നമുക്ക് ഓർഡർ പറയാൻ അറിയാം. For zero order, it is mole per liter per second. The order is 0. And for first order, the unit is per second only. അല്ലേ, നമുക്ക് ആകെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ പഠിക്കാനുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഇറ്റ് ഈസ് 0 ഓർഡർ ആണ്. ആൻഡ് എസ് റൈസ് ടു -1 ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ വരുന്ന ഈ യൂണിറ്റ് ആണ്. ശരിയല്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. കൈനറ്റിക്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ 4 ചാപ്റ്ററിലെ ന്യൂമറിക്കൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. NCERT ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ബാക്കിൽ എക്സസൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ശ്രദ്ധിക്കേണ്ട വേണം കേട്ടോ. കാരണം ഈ 4 ചാപ്റ്ററിൽ നമുക്ക് ന്യൂമറിക്കൽ പഠിക്കാനുള്ളൂ. +1 തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അത്ര കൂടുതലൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അതും റിലേറ്റീവ്ലി +1 കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈസി ന്യൂമറിക്കലാണ് ഈ ചാപ്റ്ററിൽ വരുന്നതെല്ലാം, +2 വരുന്നതെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താവണം, പ്രാക്ടീസ് ചെയ്തിരിക്കണം. കേട്ടല്ലോ? ഓക്കെ. നൗ for hydrolysis of methyl acetate in aqueous solution, the following result were obtained. Show that it follows pseudo first order reaction as the concentration of water remains constant. അപ്പോൾ ഈ റിസൾട്ട് എന്താണ്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം നമ്മൾ. മീഥൈൽ അസറ്റേറ്റിൻ്റെ ഹൈഡ്രോളൈസിസ് CH3 COO CH3 പ്ലസ് വാട്ടർ ഗീവിങ് CH3COO H ആൻഡ് CH3OH. ഇതാണ് റിയാക്ഷൻ. ഈ ഹൈഡ്രോളൈസിസ് എന്ന് പറഞ്ഞാൽ റേറ്റിൽ എന്താണ്, K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3COO CH3 മാത്രം ആണ്. റേസ്റ്റ് പവർ 1ഉം വാട്ടറിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ K ഇൻറ്റു മിഥൈൽ അസറ്റേറ്റ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വാട്ടർ അതിലില്ല, ഇത് മാത്രമാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഓർഡർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ അസറ്റേറ്റ് എസ്റ്ററിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ പ്രൂവ് ചെയ്താൽ മതി. ഏത് ഓർഡറാണ്, ഫസ്റ്റ് ഓർഡറാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എനിക്ക് നമുക്ക് രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്ക്, നമ്മൾ ആദ്യം ഏറ്റവും സിമ്പിൾ വേ ഞാൻ പറയാം. ഇപ്പോൾ ടൈം 0 നിന്ന് 30 സെക്കൻഡിലേക്ക് മൂവ് ചെയ്തപ്പോൾ 0.6 നിന്ന് 0.3 കുറഞ്ഞു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഹാഫായി, ജസ്റ്റ് പാതിയായി, ഹാഫ് ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 30 സെക്കൻഡാണ് ഹാഫ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ. എഗെയിൻ 0.3 നിന്ന് 0.15 എഗെയിൻ ബിക്കം ഹാവ്ഡ്. അതിനടുത്ത സമയം എത്ര, എഗെയിൻ 30 സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഹാഫ് ലൈഫ് ടൈം ഈസ് ഈക്വൽ ടു 30 സെക്കൻഡ് എന്ന് കിട്ടി. ആൻഡ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, 0.693/K. അഥവാ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. കോൺസെൻട്രേഷൻ എത്രയാണെങ്കിലും ഹാഫ് ലൈഫ് എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കേസിൽ ഹാഫ് ലൈഫ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ നോക്ക്, 0.6 നിന്ന് 0.3 എത്താനുള്ള സമയവും 0.3 നിന്ന് 0.15 എത്താനുള്ള സമയവും മീൻസ് ബിക്കം ഹാഫ് ആവാൻ എടുക്കുന്ന ടൈം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നോക്ക്, 0.6 0.3 ആയപ്പോൾ ഹാഫ് ലൈഫ് എത്രയാണ്, 30 തന്നെയാണ്. 0.3 0.15 ആയപ്പോഴോ അപ്പോഴും 30 തന്നെയാണ്. ദാറ്റ് മീൻസ് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ എമൗണ്ട്, ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ അത് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തു. കേട്ടല്ലോ, ഇറ്റ് ഈസ് ഓഫ് ഫസ്റ്റ് ഓർഡർ. JEE എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി.
JEE എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക്. റേസിന്റെ യൂട്യൂബ് ചാനൽ. Okay. Okay, now question number 23. What is the order of a reaction if its half-life is independent on initial concentration? അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതല്ലേ ഉള്ളൂ. Half-life independent on initial amount means ആരാണ്? It is first order reaction. For first order, half-life is equal to 0.693 by K. അല്ലേ? എന്നാൽ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഇസ് ഈക്വൽ ടു എന്താ പറയുക R0/2K. ഇതാണ് n=0യുടെ കേസിൽ, ഇതാണ് n=1ൻ്റെ കേസിൽ. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെയും സീറോ ഓർഡറിൻ്റെയും ഹാഫ് ലൈഫ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ട്രിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പെട്ടെന്ന് ചാടാൻ കഴിയും. മറ്റേ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ഇക്വേഷനൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ രണ്ടും പഠിച്ചു വെക്കുക. ഇനീഷ്യൽ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ഹാഫ് ലൈഫ് ഓർഡർ 0 ആണ്. ഇനീഷ്യൽ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലോ അത് ഫസ്റ്റ് ഓർഡർ ആണ്. കേട്ടല്ലോ. നൗ 24, ക്വസ്റ്റ്യൻ നമ്പർ 24. The rate constant of the reaction at 293 Kelvin is 1.7 into 10⁵ per second. അപ്പോൾ ആൾ ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലായില്ലേ? പെർ സെക്കൻഡ് എന്ന് കണ്ടാൽ ഇറ്റ് ഈസ് ഓഫ് ഫസ്റ്റ് ഓർഡർ. നൗ when the temperature is increased by 20 Kelvin, the rate constant is increased to 2.57 into 10⁶. Calculate EA and A. ഞാൻ അതിൻ്റെ ഇക്വേഷൻസ് ഞാൻ തരാം, നിങ്ങൾക്ക് സോൾവ് ചെയ്യാലോ. തന്നുള്ള ഡാറ്റാസ് ഇതാണ്. റേറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു 1.7 into 10⁵ പെർ സെക്കൻഡ് അറ്റ് 293 Kelvin. ശരിയല്ലേ? ദെൻ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ് ബൈ 20 Kelvin എന്ന് പറഞ്ഞാൽ 313 Kelvinലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻക്രീസ്ഡ് ടു 2.57 into 10⁶. അപ്പോൾ ഇത് K1, ഇത് K2, ഇത് T1, ഇത് T2. ഓക്കെ, ഇത് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഞാൻ പറയും, നിങ്ങൾ പിന്നീട് സോൾവ് ചെയ്താൽ മതി. കാൽക്കുലേറ്റ് EA ആൻഡ് A അല്ലേ കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം നമ്മുടെ ഒരു ചാപ്റ്ററിലെ ഒരു ഇക്വേഷൻ കാണാം. log K2/K1 is equal to എന്താ പറയുക, ഇറ്റ് ഈസ് EA/2.303 R into 1/T1 minus 1/T2. നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K2 given, K1 given, R അറിയാം, T1 അറിയാം, T2 അറിയാം. യു ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് EA. സോൾവ് ചെയ്യുക. നിങ്ങൾ ചെയ്തോളൂ അല്ലേ, ഞാൻ അതിൻ്റെ ഇക്വേഷനെ പറഞ്ഞോളൂ. സോ EA കണ്ടുപിടിച്ചോളൂ. EA എത്ര വരും? EA is equal to 1.03 into 10⁵ ജൂൾ എന്ന് വരും EAയുടെ വാല്യൂ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അരിയണസ് ഫാക്ടർ A കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? ഇവനോ log K is equal to log A minus EA/R into 1/T. 2.303 കൂടെ ഉണ്ട് കേട്ടോ. 2.303 കൂടെ ഉണ്ടാവും അവിടെ. ഓക്കെ, അപ്പോൾ 2.303 R into T. ശരിയല്ലേ? അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. log K1 A ഈ 1/T1. അപ്പോൾ T1ഉം K1ഉം EA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ ആരുടെ വാല്യൂ കിട്ടും? എയുടെ വാല്യൂ കിട്ടും. നിങ്ങൾ കിട്ടേണ്ട വാല്യൂ എത്രയെന്ന് അറിയോ? 4.9 into 10⁻23. അപ്പോൾ ഈ രണ്ട് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. എഗെയിൻ കൈനറ്റിക്സിലെ ഇക്വേഷൻസാണ്. ഇതാണ് കൈനറ്റിക്സിൽ ഏറ്റവും ടഫ് കൂടിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരെണ്ണം കേട്ടോ. അപ്പോൾ ഇത് ബോർഡ് എക്സാമിന് പണ്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ചോദിക്കില്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. അത് പ്രാക്ടീസ് ചെയ്യുക. സമയം നമ്മുടെ മുന്നിൽ ഇനിയുള്ള സമയം എന്ത് ചെയ്യും, ഏറ്റവും വൃത്തിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കേട്ടല്ലോ? ഓക്കെ, നൗ കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ സൈഡ് വരുന്ന ഒരു ചാപ്റ്ററിന് 4 ചാപ്റ്റേഴ്സും അതിൽ വരാൻ ചാൻസ് ഉള്ള ന്യൂമറിക്കൽ ടൈപ്പുകൾ നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്ത് കഴിഞ്ഞു. കേട്ടല്ലോ? നൗ 25. Explain the steps involved in vapor phase refining of nickel and zirconium.
നിക്കൽ ആൻഡ് സിർക്കോണിയം വേപ്പർ ഫേസ് റിഫൈനിങ്. ഇവിടെ നിക്കലിന് നമ്മൾ എന്ത് ചെയ്യണം? നിക്കൽ ഇറ്റ് ഇസ് ഹീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ്. നിക്കൽ ഹീറ്റഡ് വിത്ത് 4CO. നിക്കൽ ഫോം വോളറ്റൈൽ കോംപ്ലക്സ് which vaporizes out. The vapors അപ്പോൾ ഹീറ്റ് ചെയ്താൽ മതി. Now the vapor is again heated. The vapor of complex is again heated to decompose back metal and 4CO. This is purified metal. ഇതുപോലെ for zirconium it is heated with I2. When heated it form Zr I4. On further heating it decomposes to get Zr and 2I2. ഇത് പ്യൂരിഫൈഡ് മെറ്റൽ ആണ്. ഇതാണ് വേപ്പർ ഫേസ് റിഫൈനിങ് ഓഫ് നിക്കൽ ആൻഡ് സിർക്കോണിയം. അപ്പോൾ ഇത് നിക്കൽ ഹീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ്, സിർക്കോണിയം ഹീറ്റഡ് വിത്ത് അയോഡിൻ. അത്രേ ഉള്ളൂ ചെയ്യാൻ. കേട്ടല്ലോ. Now 26 gives energy for the formation of MgO and CO at 1273 Kelvin and 2273 Kelvin are given below. നമ്മുടെ എല്ലിംഗ്ഹാം ഡയഗ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എല്ലിംഗ്ഹാം ഡയഗ്രത്തിൽ നമുക്ക് രണ്ട് കാര്യം അറിയാം. The species lying at the lower position of the Ellingham diagram, the metal at the lower position in the Ellingham diagram can reduce the oxides of metal that are above. എന്ന് പറഞ്ഞാൽ the metals with a large negative value for the formation of oxide can act as reducing agent. ആർക്കാണോ മോർ നെഗറ്റീവ് വാല്യൂ ഉള്ളത് ആൾക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാമെന്നുള്ളതാണ്. അത്ര നെഗറ്റീവ് വാല്യൂ ഇല്ലാത്ത ആളുകളുടെ മെറ്റൽ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെറ്റൽ ഓക്സൈഡ് ഫോർമേഷന് ആർക്കാണോ മോർ നെഗറ്റീവ് ഡെൽറ്റ ജി വാല്യൂ ഉള്ളത് ആൾക്ക് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. ഇറ്റ് ക്യാൻ റെഡ്യൂസസ് ദ ഓക്സൈഡ് ഓഫ് മെറ്റൽ വിത്ത് ലെസ് നെഗറ്റീവ് ഡെൽറ്റ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിച്ചതാണ് ഓൺ ദ ബേസിസ് ഓഫ് ദ എബോവ് ഡാറ്റ പ്രൊഡിക്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് കാർബൺ ക്യാൻ ബി used as reducing agent for MgO. Carbon can be used as reducing agent for MgO. MgO-നെ reduce ചെയ്യാൻ കാർബൺ യൂസ് ചെയ്യണം. Gives Mg and CO. ഇതാണ് റിയാക്ഷൻ അല്ലേ? MgO plus C gives Mg and CO. ശരിയല്ലേ? ഇവിടെ നോക്കൂ, MgO സി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ നമ്മൾ പഠിച്ചെന്താണ്? ഡെൽറ്റ ജി സി ഗീവ്സ് CO-യും ഡെൽറ്റ ജി എം ജി ഗീവ്സ് MgO-യും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണോ മോർ നെഗറ്റീവ് ഡെൽറ്റ ജി ഉള്ളത് ആളാണ് റെഡ്യൂസിങ് ഏജന്റ് ആവുക. അപ്പോൾ ഇവിടെ 1273 കെൽവിനിൽ ഫസ്റ്റ് രണ്ട് 1273 കെൽവിനാണ്. 1273 കെൽവിനിൽ ആർക്കാ മോർ നെഗറ്റീവ് ഉള്ളത്? MgO-ക്കാണ് മോർ നെഗറ്റീവ് ഡെൽറ്റ ജി ഉള്ളത്. എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ മാഗ്നീഷ്യമാണ് സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. റെഡ്യൂസിങ് ഏജന്റിനായിരിക്കണം എപ്പോഴും മോർ നെഗറ്റീവ് വാല്യൂ ഉള്ളത്. എന്നാൽ 2273 കെൽവിനിലാണെങ്കിലോ CO ഫോർമേഷനാണ് മോർ നെഗറ്റീവ് വാല്യൂ ഉള്ളത്. എന്ന് പറഞ്ഞാൽ സി ഗീവ്സ് CO-ക്ക് മോർ നെഗറ്റീവ് -628 ആൻഡ് MgO-ക്ക് -314 അല്ലേ? അപ്പോൾ ഇത് ഏത് ടെമ്പറേച്ചറിലാണ്? 2273 കെൽവിൻ. അപ്പോൾ അറ്റ് 2273 കെൽവിൻ carbon can act as reducing agent. At 1273 carbon cannot reduce MgO or Mg can reduce carbon monoxide. ശരിയല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാനാ പറഞ്ഞത്. എത്രയാണ്? It is 273. What is a reducing agent? Species whose delta G value for the formation of oxide is largely negative can act as reducing agent. ശരിയല്ലേ? Now 27. Explain the following refining processes. Explain the following refining. First it is distillation. Distillation. ഇവിടെ നമുക്ക് ഒരുപാട് റിഫൈനിങ് മെത്തേഡ്സ് ഉണ്ട്. ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, വേപ്പർ ഫേസ് റിഫൈനിങ്, സോൺ റിഫൈനിങ്, ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് തുടങ്ങിയ ഒരുപാട് ക്രോമറ്റോഗ്രാഫി എല്ലാം ഉണ്ട് അല്ലേ? വാട്ട് ഈസ് ഡിസ്റ്റിലേഷൻ? ഇറ്റ് ഈസ് സിംപ്ലി യൂസ്ഡ് ഫോർ ദോസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്. ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിൻ്റെ കേസിലാണ് എന്ത് യൂസ് ചെയ്യുക? ഡിസ്റ്റിലേഷൻ. വെറുതെ വാം ചെയ്യുക, വെറുതെ ഹീറ്റ് ചെയ്യുക, മെറ്റൽ വേപ്പറൈസ് ചെയ്യും, വേപ്പേഴ്സ് കളക്ട് ചെയ്യുക, കൂൾ ചെയ്യുക. സിങ്ക്, മെർക്കുറി, കാഡ്മിയം ഒക്കെ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്യൂരിഫൈ ചെയ്യാം. നൗ വേപ്പർ ഫേസ് റിഫൈനിങ് ആണെങ്കിലോ വേപ്പർ ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സിർക്കോണിയം, ടൈറ്റാനിയം ആൻഡ് നിക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്. സോൺ റിഫൈനിങ്ങോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ the solubility of impurity in molten metal. The impurities are more soluble in molten metal than in vapor phase. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത് അല്ലേ? എക്സാമ്പിൾ ജെർമേനിയം ആൻഡ് സിലിക്കൺ പോലത്തെ സെമി കണ്ടക്ടർ ലാറ്റിസ് വിത്ത് ഹൈ പ്യൂരിറ്റി.
കേട്ടല്ലോ. നൗ സർഫസ് കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയാൽ നമുക്ക് സർഫസ് കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആവാം. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് സെലക്റ്റീവായിട്ട് കുറച്ച് നമ്പർ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റിന് വേണ്ടിയിട്ട് പ്രീവിയസ് ബോർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, നൗ ഫ്രം സർഫസ് കെമിസ്ട്രി, explain any 3 chemical methods for the preparation of lyophobic colloids with suitable example. 3 chemical methods for the preparation of lyophobic colloid with a suitable example ആണ്. അല്ലെ, നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് അതെന്തായാലും പഠിച്ചു വെക്കുക. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ഇവിടെ നമുക്ക് കെമിക്കൽ മെത്തേഡ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കെമിക്കൽ മെത്തേഡാണ് അല്ലേ. ബ്രെഡിക്സ് ആർക്ക് വേണ്ട, അത് നമ്മൾ ഇലക്ട്രിക്കൽ മെത്തേഡായിട്ടാണ് പറയുന്നത്. മറ്റൊന്ന് പെപ്റ്റൈസേഷൻ, അത് മറ്റൊരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. കെമിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ റിഡക്ഷൻ വരുന്നുണ്ട്, ഓക്സിഡേഷൻ വരുന്നുണ്ട്, പിന്നെ ഹൈഡ്രോളൈസിസ് വരുന്നുണ്ട്. അതിലൊരെണ്ണം ഫെറിക് ക്ലോറൈഡ്, അതിന് ഹൈഡ്രോളൈസിസ് നടത്തുക, വിൽ ഗെറ്റ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ. ഓക്കെ, മറ്റൊന്ന് ഫെറിക് ക്ലോറൈഡ് ഇൻറ്റു ഫെറിക് ഹൈഡ്രോക്സൈഡ്, നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് സിംപ്ലി വാട്ട് ഈസ് ഹൈഡ്രോളൈസിസ് ആണ്, ഹൈഡ്രോളൈസിസ്. മറ്റൊന്ന് ഗോൾഡ് സോള് അല്ലെങ്കിൽ സിൽവർ സോള്, ഗോൾഡ് സോള് AuCl3 ഇൻറ്റു ഗോൾഡ് സോളാക്കി കൺവേർട്ട് ചെയ്യാം. അതിനെന്ത് വേണം, ഗോൾഡിന് റെഡ്യൂസിങ് ഏജൻറ്റ് വേണം. അവിടെ ആര് വേണം, റെഡ്യൂസിങ് ഏജൻറ്റ്. സോ റിഡക്ഷൻ വഴി ഗോൾഡ് ക്ലോറൈഡ് ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് സോളാക്കി മാറ്റാം. അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹൈഡ്രസിൻ വെച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് സിൽവർ സോൾ. അതുമല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യാം. പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്തല്ലോ, സിൽവർ അയോഡൈഡ് വിൽ ഫോം സോൾ. സോ ഹൈഡ്രോളൈസിസ് ആവാം, റിഡക്ഷൻ ആവാം. ദെൻ നോൺ മെറ്റൽ സോൾസിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞ നോൺ മെറ്റൽ സോള് H2S സൾഫർ ഡയോക്സൈഡ് വിൽ ഗെറ്റ് സൾഫർ സോൾ. റിയാക്ഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കാം. ദിസ് ഈസ് ഓക്സിഡേഷൻ മെത്തേഡ് ആണ്. ദെൻ റിഡക്ഷൻ മെത്തേഡ് ഫോർ മെറ്റൽ സോൾസ്, ഹൈഡ്രോളൈസിസ് ഫോർ ഹൈഡ്രോക്സൈഡ് സോൾസ്. കെമിക്കൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. ഇത് കൂടാതെ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡും പഠിച്ചു വെക്കണം, പെപ്റ്റൈസേഷനും പഠിച്ചു വെക്കണം. കേട്ടല്ലോ. ഇനി 29, explain the terms zeta potential, electrophoresis and electroosmosis. ഓക്കെ, ഇവിടെ സിറ്റ പൊട്ടൻഷ്യലും ഇലക്ട്രോഫോറസിസും ഇലക്ട്രോഓസ്മോസിസും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കൂ, സിൽവർ അയോഡൈഡ് എന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ I- അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടർ അയോൺസ് ആയിട്ട് പൊട്ടാസ്യം അയോൺസ് എന്ത് ഫോം ചെയ്യും, അടുത്ത കൗണ്ടർ അയോൺസ് ലെയർ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ മൊബൈൽ അഡ്സോർബ്ഡ് അയോൺസ് എന്ത് ചെയ്യും, ഈ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് ലെയർ ഫോം ചെയ്തു. അതേസമയം കൗണ്ടർ അയോൺസ് വന്നിട്ട് രണ്ടാമത്തെ ലെയറും ഫോം ചെയ്യും, മൊബൈൽ അയോൺസിൻ്റെ സെക്കൻഡ് ലെയർ. ഈ രണ്ട് ലെയറുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ത്, സീറ്റ പൊട്ടൻഷ്യൽ. ദ ഫിക്സഡ് ചാർജ് ലെയറും ഡിഫ്യൂസ്ഡ് ലെയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കാം. ഇതേതാണ്, ഇറ്റ് ഈസ് അഡ്സോർബ്ഡ് അയോൺസ, അഡ്സോർബ്ഡ് ഫിക്സഡ് ചാർജ് ലെയർ. ദിസ് വൺ മൊബൈൽ ലെയർ ആണ്. ഈ രണ്ട് ലെയറുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരെന്താണ്, സിറ്റ പൊട്ടൻഷ്യൽ. ഇനി ഇലക്ട്രോഫോർസസ് എന്താണ്, നമുക്കറിയാം ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചാർജ്ഡാ, അവർക്ക് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവാം. വെൻ ടേക്കൺ ഇൻ യൂട്യൂബ്, ആ ഷേപ്പ് ഓർമ്മ ഉണ്ടോ, യൂട്യൂബിൽ എടുത്തിട്ട് അല്ലേ, നമ്മളിപ്പോൾ യൂട്യൂബിലാണ് വ്യൂ ചെയ്യുന്നത്, ഇതും ഒരു യൂട്യൂബാണ്. യൂട്യൂബിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട് നമുക്കറിയാം. ഒരു ആനോഡും കാഥോഡും നമ്മൾ അതിലേക്ക് വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ടുവാർഡ്സ് റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്. The movement of colloidal particles towards respective electrode is called electrophoresis. ശരിയല്ലേ? Okay. When this electrophoresis is blocked, what happened? By using SPM, the medium will flow in the opposite direction and is called electroosmosis. അത് കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടിയുടെ ലാസ്റ്റ് ഭാഗത്ത് വരുന്നതാണ്. Electrophoresis means movement of colloidal particles towards respective electrode ആണ്. When this is blocked by SPM, medium, dispersion medium will flow in the opposite direction and is called electroosmosis. Now 30. State Hardy-Schurz rule with the help of example. ഒരു കൊളോയിഡ് സേ സിൽവർ അയോഡൈഡ് ബാർ I- നെഗറ്റീവ് സോള്, ഇതിനെ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, അതിലേക്ക് പോസിറ്റീവ് അയോൺസ് വരണം അല്ലേ. അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കാറ്റയോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ, ഇപ്പോൾ കാറ്റോൺ ആഡ് ചെയ്യുന്ന എക്സസ് കാറ്റോൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ കാറ്റോൺ നെഗറ്റീവിനെ ഡിസ്ചാർജ് ചെയ്യും. സോ കൊളോയിഡ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, സിൽവർ അയോഡൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ വെൻ ഇലക്ട്രോലൈറ്റ് ഈസ് ആഡഡ് ടു ആൻ
colloid, especially in the case of lyophobic colloid, when electrolyte added what happened, they get coagulated, discharging followed by coagulation ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് സോളിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ പോസിറ്റീവ് അയോൺ വേണം, പോസിറ്റീവ് സോളിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ നെഗറ്റീവ് അയോൺ വേണം. പിന്നെ ഒരു കാര്യം റൂൾ എന്താ പറയുന്നത്, ഗ്രേറ്റർ ദ ചാർജ് ഓൺ ദി ഫ്ലോക്കുലേറ്റിംഗ് അയോൺ, greater the charge, greater will be its power to cause coagulation. Greater the charge, greater will be its power. Okay. അപ്പോൾ കാറ്റോൺസിൽ Na+, then Ba2+, and Al3+, which is more powerful coagulating agent. It is those with the greater charge, greater coagulating power. അതുപോലെ തന്നെ Cl-, സൾഫേറ്റ്, ഫോസ്ഫേറ്റ്, ഇതിലാർക്കാ coagulating power കൂടുതൽ? Greater the charge, greater will be coagulation. Okay. Now, why then the second part, why lyophilic colloids are used as protective colloid? ഇവിടെ ലയോഫിലിക് colloid എന്താണ്? സ്റ്റേബിൾ ആണ് ഡ്യൂ ടു സോൾവേഷൻ. ലയോഫോബിക് അൺസ്റ്റേബിൾ ആണ്. ഈ ലയോഫോബിക്കിൻ്റെ ഡി പിയും ഡിഎമ്മും തമ്മിൽ എന്തില്ല? അട്രാക്ഷൻ ഇല്ല. ലയോഫോബിക്കിൻ്റെ ഡി പിയും ഡിഎമ്മും തമ്മിൽ സോൾവേഷൻ ഇല്ല, ഹൈഡ്രേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും? ലയോഫിലിക് ആഡ് ചെയ്യും. ഈ ലയോഫിലിക് വന്നിട്ട് ലയോഫോബിക്കിൻ്റെ ഡിഎമ്മിന് ചുറ്റും ഡി പിക്ക് ചുറ്റും എന്ത് ചെയ്യും? പുതിയ ലെയർ ഉണ്ടാക്കും. ആ ലെയർ കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ഡി എമ്മുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ലയോഫിലിക് കൊളോയിഡ് ഫോംസ് എ ന്യൂ ലെയർ ഓവർ ഡി പി dispersed particles of lyophobic soul. Thereby they can interact more with the DM. Thereby they are getting stabilized. So they form protective layer. This layer can interact more with the DM. So they are getting stabilized by solvation. And again, now last question for surface chemistry. This briefly explain the different types of emulsions. Give examples for each. Types of emulsion. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് emulsion. What is emulsion? Liquid and liquid type colloid ആണ് emulsion. രണ്ട് ടൈപ്പ് അല്ലേ? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ആൻഡ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. രണ്ടിന് എക്സാമ്പിൾ വേണം, നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കാം. ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾസ്. മിൽക്ക് ഏതാ ടൈപ്പ്? ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിന് എക്സാമ്പിൾ ആണ് മിൽക്ക്. രണ്ടിനും എന്താണ്? സ്റ്റെബിലൈസിങ് ഏജൻറ്റ്, അതിൽ ഇമൾസിഫയിങ് ഏജൻറ്റ്സ് വേണം. അത് പ്രത്യേകം മാർക്ക് ചെയ്ത് പഠിച്ചു വെക്കുക. ഇമൾസിഫയിങ് ഏജൻറ്റ് മിൽക്കിൻ്റെ കേസിൽ പ്രോട്ടീൻ ആണ്. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിൽ പ്രോട്ടീൻ ആസ് വെൽ ആസ് സോപ്സ് ക്യാൻ ബി യൂസ്ഡ്. എന്നാൽ വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിനാണെങ്കിലോ യു ക്യാൻ യൂസ് ലാമ്പ് ബ്ലാക്ക് ഓർ ഹെവി മെറ്റൽ സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു വെക്കുക എമൽഷൻ്റെ. അപ്പോൾ സർഫസ് കെമിസ്ട്രിയിൽ എമൽഷൻ്റെ ഭാഗം നോക്കി വെക്കുക. കൊളോയിഡ്സിൻ്റെ ഭാഗം പ്രിപ്പറേഷൻ നോക്കി വെക്കണം. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും പിന്നെ ഹാർഡ് ഇഷ്യൂസുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. കേട്ടല്ലോ? ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത സാറ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ബൈ. JEE എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി. JEE എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി. JEE എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി.
Yes, hi dear students. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന പി ബ്ലോക്കിലെ നമ്മുടെ ബോർഡ് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. ദി വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് അമംഗ് ദി ഹൈഡ്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 15 എലമെന്റ്സ്. ഈ ഗ്രൂപ്പ് 15 എലമെന്റ്സ് മീൻസ് നൈട്രജൻ ഫാമിലി അല്ലേ? യെസ്, നൈട്രജൻ ഫാമിലി. അതിൽ ഏതൊക്കെ എലമെന്റ്സാണ് വരുന്നത്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ദെൻ ആന്റിമണി, ബിസ്മത്ത്. ഇതല്ലേ ഗ്രൂപ്പ് 15. അപ്പോൾ ഗ്രൂപ്പ് 15 വരുന്ന എലമെന്റ് ഏതൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. മക്കളെ, ഈ ഗ്രൂപ്പ് 15 വരുന്ന എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാകും? നമുക്കറിയാം MH3, NH3 എന്നല്ല വരുന്നത് NH3. അപ്പോൾ ഇവിടെ NH3, PH3, ASH3, SBH3, BIH3. കറക്റ്റ് അല്ലേ? നൈട്രജൻ ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റിന്റെ ഫോർമുല 3 ഹൈഡ്രജനാണ് വരിക. ഫോർമുല MH3 എന്നാണ്. ഇപ്പോൾ NH3, PH3, ASH3, SBH3, BIH3. ഇതിൽ നമ്മൾ ചോദിക്കുന്നത് എന്താ? വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നല്ല ചോദിക്കുന്നത്. വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് മീൻസ് H- ഡൊണേറ്റ് ചെയ്യണം. റെഡ്യൂസിങ് ഏജന്റ് ആരെ ഡൊണേറ്റ് ചെയ്യും? H- ഡൊണേറ്റ് ചെയ്യും. നമുക്ക് നൈട്രജൻ വളരെ ചെറിയ ആറ്റമല്ലേ? യെസ്. ഹൈഡ്രജനും വളരെ ചെറുതല്ലേ? അപ്പോൾ ഈ ബോണ്ട് ലെങ്ത് വളരെ കുറവല്ലേ? ബോണ്ട് സ്ട്രെങ്ത് വളരെ കൂടുതലല്ലേ? നോക്കൂ, ഫോസ്ഫറസിലേക്ക് എത്തുമ്പോൾ വീണ്ടും സൈസ് കൂടിയാൽ ബോണ്ട് ലെങ്ത് വീണ്ടും കൂടും. ആർസെനിക്കിലെത്തുമ്പോൾ വീണ്ടും സൈസ് കൂടുന്നു, അപ്പോൾ വീണ്ടും ബോണ്ട് ലെങ്ത് കൂടുന്നു. ബിസ്മത്തിലെത്തുമ്പോഴോ സൈസ് ഏറ്റവും വലുതല്ലേ? യെസ്. അപ്പോൾ ഈ ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ. മക്കളെ, ഇതിൽ ആരെ വളരെ പെട്ടെന്ന് H- ഡൊണേറ്റ് ചെയ്യാം? വളരെ പെട്ടെന്ന് H- ഡൊണേറ്റ് ചെയ്യുക. BiH3. H- ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കുക? റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാ? ബിസ്മത്ത് ഹൈഡ്രജൻ ബോണ്ടിൽ നിന്ന് H- വളരെ പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യും. എന്നാൽ നിങ്ങൾ നോക്കൂ, നൈട്രജൻ അല്ലേ ഏറ്റവും സ്മാൾ? യെസ്. നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ടിനാണ് ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. ഇതിൽ നിന്ന് H- ഡൊണേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് അല്ലേ? യെസ്. അപ്പോൾ ഇതിൽ വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാ? നൈട്രജൻ 15th ഗ്രൂപ്പിൽ ഹൈഡ്രേറ്റിൽ അത് NH3 ആണ്. കറക്റ്റ്. എന്നാൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത് വരുന്ന ബിസ്മത്തിന്റെ ഹൈഡ്രേറ്റ് ആണ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ മക്കളെ, ഇതിൽ നമ്മൾ ഒറ്റ പോയിന്റ് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബേസിക് ക്യാരക്ടർ ചോദിച്ചിട്ടുണ്ട്. ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ NH3, PH3, ASH3, SBH3, BIH3. ഇതിലേതാ സ്ട്രോങ് ബേസിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ എക്സിബിറ്റ് ചെയ്യുന്ന ഏതാ? NH3, PH3, ASH3, SBH3, BIH3. നിങ്ങൾ നോക്കൂ, നൈട്രജൻ വളരെ ചെറുതല്ലേ? ചെറിയ ആറ്റത്തിൻ്റെ കയ്യിൽ സെൻട്രൽ എലമെന്റിൽ 2 ഇലക്ട്രോൺ. ബിസ്മത്ത് വലിയ ആറ്റം, അതിൻ്റെ അടുത്ത് 2 ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് നമ്മൾ എന്തിനു നോക്കുക? ബേസിക് ആയിട്ട് നോക്കുക. കുഞ്ഞുമാവയുടെ കയ്യിൽ 2 മിഠായി ഉണ്ട്, അച്ഛൻ്റെ കയ്യിൽ 2 മിഠായി ഉണ്ട്. ആരുടെ കയ്യിലാണ് മിഠായി നിറഞ്ഞു നിൽക്കുന്നത്? അത് കുഞ്ഞുമാവയുടെ കയ്യിലല്ലേ? എല്ലാത്തിലും ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയാ? 1 ലോൺ പെയർ. പക്ഷേ ഏറ്റവും ചെറിയ ആറ്റം ഏതാ? നൈട്രജൻ. അപ്പം നൈട്രജനിൽ ലോൺ പെയർ വന്നാൽ അമോണിയയിലേക്ക് നോക്കൂ, നൈട്രജനിൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? യെസ്. എന്നാൽ ബിസ്മത്തിൽ വലിയ ആറ്റമാണ്. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്, പക്ഷേ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. അങ്ങനെയെങ്കിൽ ബേസിക് ക്യാരക്ടറിൻ്റെ ഓർഡർ എങ്ങനെ വരിക? ബേസിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ NH3. പിന്നെ ഇങ്ങോട്ട് വരും തോറും ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ശ്രദ്ധിക്കണം, റെഡ്യൂസിങ് ഏജന്റ് കമ്പാരിസൺ, ബേസിക് ക്യാരക്ടർ കമ്പാരിസൺ.
മക്കളെ ഇനി ഒരു പോയിന്റും കൂടെ ശ്രദ്ധിക്കണം. ഇതിൽ ഏതിനാണ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ? ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ? ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മോട് ചോദിക്കുന്നതെങ്കിൽ മെജോറിറ്റി കേസിലും അതിനുള്ള ആൻസർ എന്താവാൻ ചാൻസ് ഉണ്ട്? ഹൈഡ്രജൻ ബോണ്ട്. ഇപ്പം നമുക്കറിയാം അമോണിയയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് അമോണിയക്കാണ് ഇതിൽ ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. പക്ഷേ അമോണിയയിൽ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം, അമോണിയക്ക് ആവില്ല ഇതിൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തത് റെഡ്യൂസിങ് ഏജിന് നമ്മൾ കമ്പയർ ചെയ്തു. പിന്നീട് നമ്മൾ എന്ത് കമ്പയർ ചെയ്തു? ബേസിക് ക്യാരക്ടർ നമ്മൾ കമ്പയർ ചെയ്തു. ഈ 2 പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 32. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് H3PO2. മക്കളെ H3PO2 എന്നുള്ളത് ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് ആണ്. മെയിൻ ആയിട്ടുള്ള ഓക്സി ആസിഡ് ഏതാണ്? നമ്പർ 1 H3PO4. ഫോസ്ഫോറിക് ആസിഡ്. നെക്സ്റ്റ് H3PO3 എന്താ വിളിക്കുക? ഫോസ്ഫോറസ് ആസിഡ്. ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +5 ആണ്. ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +3 ആണ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന H3PO4നെ നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് എന്ന് വിളിക്കും. H3PO3യെ നമ്മൾ എന്ത് വിളിക്കും? ഫോസ്ഫോറസ് ആസിഡ്. നെക്സ്റ്റ് വൺ H3PO2. ഏതാ H3PO2നെ വിളിക്കുക ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. എന്താ വിളിക്കുക? ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. അതായത് H3PO3 ഫോസ്ഫോറസ് ആസിഡ് അല്ലേ? അതിന് ആര് പോകണം? ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് ആണ് വേണ്ടത്. ഓക്കെ, ആരെ നമ്മൾ ഒഴിവാക്കുക? ഓക്സിജൻ ഒഴിവാക്കുക. നോക്കൊരു ട്രിക്ക് നോക്കൂ. ഹായ് പോവാൻ പറയുന്നു. ആരോട് പോകാൻ പറയുന്നു? ഓക്സിജനോട്. ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിൽ നിന്ന് നമ്മൾ പോവാൻ പറയുന്നു. പോവാൻ പറയുന്നു. ആരോടെ പോകാൻ പറയുന്നത്? ഓക്സിജനോട്. അപ്പോൾ ഓക്സിജൻ പോകുന്നു. അപ്പോൾ നമുക്കെന്ത് കിട്ടും? H3PO2 ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. ഓക്കെ മക്കളെ, നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറാണ് വരയ്ക്കേണ്ടത്. H3PO2ൻ്റെ സ്ട്രക്ചറാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, H3PO4ൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കണം, H3PO3ൻ്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കണം, H3PO2ൻ്റെ സ്ട്രക്ചർ വരച്ച് പിടിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് H3PO2ലേക്ക് വരാം. നിങ്ങൾ നോക്കൂ, ആദ്യം നമുക്ക് H3PO4ലേക്ക് പോവാം. ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് ആണോ? എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കേണ്ടത്? ഇതാണ് ട്രിക്ക്. ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് ആണോ? അതിൽ P ഡബിൾ ബോണ്ട് OH നിർബന്ധമാണ്. ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് ആണെങ്കിൽ P ഡബിൾ ബോണ്ട് OH നിർബന്ധമാണ്. ഇനി നോക്കുക, എത്ര H ഉണ്ടോ അത്രയും OH ഇടുക. ഇനി എത്ര ഓക്സിജൻ ഇവിടെ ബാക്കിയുണ്ട്? ടോട്ടൽ 4 ഓക്സിജനല്ലേ ഉള്ളത്. യെസ്, ഇവിടെ നമുക്ക് ഇനി H3PO4 P ഡബിൾ ബോണ്ട് OH വെച്ചു. ഇനി എത്ര ഓക്സിജൻ ബാക്കിയുണ്ട്? ഇനി നമുക്ക് 2 ഓക്സിജൻ ബാക്കിയുണ്ട്. അതിട്ട് കൊടുക്കുക. ഇനി എത്ര ഹൈഡ്രജൻ ബാക്കിയുണ്ട്? എത്ര ഹൈഡ്രജൻ ഇനി ബാക്കിയുണ്ടോ അത്രയും OH. അപ്പോൾ ഇവിടെ H, ഇവിടെ H. കണ്ടില്ല H3PO4ന്റെ സ്ട്രക്ചർ. ഇനി H3PO3. യെസ്, ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് ആണോ? P ഡബിൾ ബോണ്ട് OH നിർബന്ധമാണ്. അത് നമ്മൾ ഇട്ട് കൊടുത്തു. യെസ്, ഇനി എത്ര ഓക്സിജൻ ഉണ്ട്? ആകെ 3 ഓക്സിജൻ അല്ലേ ഉള്ളത്. യെസ്, 2 ഓക്സിജൻ നമ്മൾ കൊടുത്തില്ലേ. ഇനി 1 ഓക്സിജനേ ഉള്ളൂ. അതിന് H ഇട്ട് കൊടുക്കുക. ഇനി എത്ര ഹൈഡ്രജൻ ബാക്കിയുണ്ട്? 1 ഹൈഡ്രജൻ ബാക്കിയുണ്ട്. അത് ഹൈഡ്രജനും വെച്ച് കൊടുക്കുക. ക്ലിയർ അല്ലേ? വരച്ചു പഠിക്കണം. യെസ്, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. H3PO2 മക്കൾ എന്താ ചെയ്യേണ്ടത്? എത്ര ഫോസ്ഫറസിന്റെ ഓക്സി ആസിഡ് ആണ്. അപ്പോൾ P ഡബിൾ ബോണ്ട് OH അതിൽ നിർബന്ധമാണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നോക്കൂ, ഇനി ഇതിൽ എത്ര ഓക്സിജൻ ബാക്കിയുണ്ട്? ഇനി ഇതിൽ ഓക്സിജൻ ഇല്ല. ഇനി ആരാ ഉള്ളത്? ഹൈഡ്രജനെ. അതിനെ നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുന്നു. കണ്ടില്ലേ സ്ട്രക്ചർ? H3PO4, H3PO3, H3PO2. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ നമ്മൾ വരച്ചു. പഠിക്കണം നമ്മൾ. ഇനി അടുത്തത് നോക്കൂ, നമ്മൾ ചോദിക്കുന്നത് റെഡ്യൂസിങ് ക്യാരക്ടറാണ്. മക്കളെ, റെഡ്യൂസിങ് ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാരക്ടർ ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്പർ ഓഫ് PH ബോണ്ട് ആണ്. എത്ര PH ബോണ്ട് ഉണ്ടോ എന്നുള്ളതാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? റെഡ്യൂസിങ് ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുക. എത്ര PH ബോണ്ട് ഉണ്ടോ, നമ്പർ ഓഫ് PH ബോണ്ട് ഡിറ്റർമിൻ റെഡ്യൂസിങ് ക്യാരക്ടർ. നിങ്ങൾ നോക്കൂ, H3PO2ൽ എത്ര PH ബോണ്ട് ഉണ്ട്? ഇതിൽ 2 PH ബോണ്ട് ഇല്ലേ? യെസ്, ഇതിലോ 1 PH ബോണ്ട് ഉണ്ട്. ഇതിലോ PH ബോണ്ട് ഇല്ല.
അപ്പോൾ ഇതിൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ഇവിടെ ആരാ H3PO2. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് H3PO2. യെസ്, H3PO2 സ്ട്രക്ചർ നമ്മൾ വരച്ചു. ആൻഡ് അക്കൗണ്ട് ഫോർ ഇറ്റ്സ് റെഡ്യൂസിങ് ക്യാരക്ടർ. സോ H3PO2 കണ്ടെയ്ൻ 2 pH ബോണ്ട്, ഹെൻസ് ഇറ്റ് ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. H3PO3 ഒറ്റ pH ബോണ്ടേ ഉള്ളൂ, അത്ര സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് അല്ല. H3PO4 റെഡ്യൂസിങ് ഏജന്റേ അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത കോൺസെപ്റ്റ് നിങ്ങൾ നോക്കൂ. ഇതിൽ നിന്ന് അവർ ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ബേസിസിറ്റി ഓഫ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോറസ് ആസിഡ്. ഇതിൻ്റെ ബേസിസിറ്റി നോക്കൂ. ഇതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് എത്ര POH ബോണ്ട് ഉണ്ടോ, എത്ര POH ബോണ്ട് ഉണ്ടോ, എത്ര POH ബോണ്ട് ഉണ്ടോ, അതാണ് ഇതിൻ്റെ ബേസിസിറ്റി. എത്ര POH ബോണ്ട് ഉണ്ടോ അതാണ് ബേസിസിറ്റി. അപ്പോൾ ഇതിൻ്റെ ബേസിസിറ്റി എത്രയാണ്? എത്ര POH ബോണ്ട് ഉണ്ട്? 3 POH ബോണ്ട്. നമ്പർ ഓഫ് POH ബോണ്ട് ഒരിക്കലും മറക്കരുത്. നമ്പർ ഓഫ് POH ബോണ്ട് ഇസ് ഈക്വൽ ടു ബേസിസിറ്റി. അപ്പോൾ ഇവിടെ 3 POH ബോണ്ട് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ട്രൈ ബേസിക് ആസിഡ്. എന്ത് ആസിഡാണ്? ട്രൈ ബേസിക് ആസിഡ്. മക്കൾ അടുത്ത് നോക്കിക്കോളൂ. ഇതിൽ എത്ര POH ബോണ്ട് വരുന്നുണ്ട്? എത്ര POH ബോണ്ട് വരുന്നുണ്ട്? യെസ്, 2 POH ബോണ്ട്. എത്ര POH ബോണ്ട് വരുന്നുണ്ട്? 2 POH ബോണ്ട്. അടുത്തതിലോ 1 POH ബോണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ഇതൊരു ഫസ്റ്റ് കോമ്പൗണ്ട് ഒരു ട്രൈ ബേസിക് ആസിഡ് ആണ്. സെക്കൻഡ് ഒരു ഡൈ ബേസിക് ആസിഡ് ആണ്. അടുത്തത് ഒരു മോണോ ബേസിക് ആസിഡ് ആണ്. മോണോ ബേസിക് ആസിഡ് ആണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ട്രിക്കും കൂടെ നിങ്ങൾ പറഞ്ഞു തരാം, ശ്രദ്ധിക്കണേ. അത് നമ്മൾ ബേസിക് ആയിട്ട് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങൾ നോക്കൂ, H3PO4 എത്ര ഓക്സിജൻ ഉണ്ട്? ഇത് ഫോസ്ഫറസിൻ്റെ ഓക്സി ആസിഡിൽ മാത്രമേ നമ്മൾ അപ്ലൈ ആവൂ, ഈ കേസിൽ മാത്രമേ അപ്ലൈ ആവൂ. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ബേസിസിറ്റി എത്ര? 3. അപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ടോ എന്ന് നോക്കുക. എന്താ ചെയ്യേണ്ടത്? ആ ഫോർമുലയിൽ എത്ര ഓക്സിജൻ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? ബേസിസിറ്റി കിട്ടും. ഫോസ്ഫറസിൻ്റെ ഓക്സി ആസിഡിൽ മാത്രമേ ഇത് അപ്ലൈ ആവൂ. അപ്പോൾ ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1. ക്ലിയർ അല്ലേ? യെസ്. ഇപ്പോൾ സ്ട്രക്ചർ വരയ്ക്കുന്നത്, അതുപോലെ റെഡ്യൂസിങ് ക്യാരക്ടർ, അതുപോലെ ബേസിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് ഫോസ്ഫീൻ? വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് ഫോസ്ഫീൻ? ഫോസ്ഫീൻ്റെ ഫോർമുല എന്താ? നമുക്ക് അമോണിയ കഴിഞ്ഞാൽ പിന്നീട് വരുന്നതല്ലേ PH3. ഫോസ്ഫീൻ എന്താണ്? PH3. റോട്ടൻ ഫിഷി സ്മെൽ ഗ്യാസ്, PH3 ഫോസ്ഫീൻ. ഇതിൻ്റെ പ്രിപ്പറേഷൻ ആണ് ചോദിക്കുന്നത്. മക്കളെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഫോസ്ഫീൻ്റെ പ്രിപ്പറേഷൻ, ഫോസ്ഫീൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ, ഫോസ്ഫീൻ പ്രിപ്പറേഷൻ, ഹൗസ് ഫോസ്ഫീൻ ഈസ് പ്രിപ്പയർഡ്. ഫോസ്ഫീൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ റെഡ് ഫോസ്ഫറസ് എടുക്കുന്നു. റെഡ് ഫോസ്ഫറസിലേക്ക് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. റെഡ് ഫോസ്ഫറസിലേക്ക് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നമ്മൾ വൈറ്റ് ഫോസ്ഫറസിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോസ്ഫീൻ ഫോം ചെയ്യും. PH3 + NaH2PO2. ഫോസ്ഫീൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, എക്സാം പേപ്പറിൽ കാണാറുണ്ട്. നെക്സ്റ്റ്, അസൈൻ ദി പോസിബിൾ റീസൺ ഫോർ ഫോളോയിങ്. Stability of +5 oxidation state decreases and that of +3 oxidation state increases down the 15th group element. So 15th group elements means ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആ പോസിബിൾ? 2 ടൈപ്പ് പോസിറ്റീവ് ഓക്സിഡേഷൻസ് ആണ് പോസിബിൾ P ബ്ലോക്കിൽ. ഒന്ന് +N അടുത്തത് +N-2. N is equal to വാലൻസ് ഇലക്ട്രോൺ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയൂ, നൈട്രജൻ ഫാമിലിയിൽ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ? നൈട്രജൻ ഫാമിലി ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ? യെസ്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി താഴോട്ട് വരുന്തോറും എന്ത് ചെയ്യും? താഴോട്ട് വരുന്തോറും ഡിക്രീസ് ചെയ്യും. +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി താഴോട്ട് വരുന്തോറും ഡിക്രീസ് ചെയ്യും. എന്നാൽ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി താഴോട്ട് വരുന്തോറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്താണ് റീസൺ? ഇതിന് റീസൺ ഇനേർട്ട് പെയർ ഇഫക്റ്റ്. എന്താണ് റീസൺ? ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഓക്കെ, നമ്മളത് ബോറോൺ ഫാമിലിയിലാകാം,
നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോറോൺ ഫാമിലിയിൽ, അതുപോലെ കാർബൺ ഫാമിലിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഈ നൈട്രജൻ ഫാമിലിയിൽ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും പോസിബിൾ ആണ്. സോ പി ബ്ലോക്കിൽ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി താഴോട്ട് വരും തോറും കുറഞ്ഞ് സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. എന്നാൽ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി താഴോട്ട് വരും തോറും കൂടി വരും. എന്താണ് റീസൺ എന്നാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് വരും തോറും എസ് ഇലക്ട്രോണിന് കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും. ഈ ഇഫക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർട്ട് പെയർ ഇഫക്റ്റ്. അപ്പോൾ ഒരു ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഒരു ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റും സ്റ്റെബിലിറ്റി കമ്പയർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഉടൻ ആൻസർ എഴുതുക ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. H2O is less acidic than H2S. H2O is less acidic than H2S. മക്കളെ H2O നമ്മൾ കൺസിഡർ ചെയ്യുന്നു. H2O നെക്സ്റ്റ് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നീട് സൾഫർ അല്ലേ? സൾഫർ, അവിടെ ഹൈഡ്രജൻ H2S. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, താഴോട്ട് വരും തോറും ഇതിൻ്റെ Ka വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. താഴോട്ട് വരും തോറും Ka വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. Ka വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ്. Ka വാല്യൂ ഇൻക്രീസസ്, അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ്. ഓക്സിജൻ ഫാമിലിയുടെ ഹൈഡ്രേറ്റ് H2O, H2S, H2SE, H2TE. ഈ കേസിൽ നമ്മൾ എന്താ കമ്പയർ ചെയ്യുന്നത്? അസിഡിക് ക്യാരക്ടർ കമ്പയർ ചെയ്യുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് Ka value, dissociation constant, Ka value increases, acidic character increases. So H2O is less acidic than H2S. Correct അല്ലേ? Yes. നമുക്ക് അടുത്തതിലേക്ക് വരാം. H3PO2 is act as a reducing agent. H3PO2 നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? H3PO2 reducing agent ആക്ട് ചെയ്യും, കാരണം അതിന് pH ബോണ്ട് ഉണ്ട്. എന്നാൽ H3PO4 pH ബോണ്ട് ഇല്ല, അപ്പോൾ അത് reducing agent ആയിട്ട് ആക്ട് ചെയ്യില്ല. ഓക്കെ, Question number 36. Briefly explain the manufacture of sulfuric acid by contact process. മക്കളെ മൂന്ന് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ കോമ്പൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്പർ 1 സൾഫ്യൂരിക് ആസിഡ്. നിങ്ങൾ പഠിക്കണേ. സൾഫ്യൂരിക് ആസിഡ് ഏതാ പ്രോസസ്സ്? കോണ്ടാക്ട് പ്രോസസ്. ഏതാണ് പ്രോസസ്സ്? കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് HNO3 ഏതാ പ്രോസസ്? HNO3 ഓസ്റ്റ്വാർഡ് പ്രോസസ്. ഏതാണ് പ്രോസസ്? ഓസ്റ്റ്വാർഡ് പ്രോസസ്. നെക്സ്റ്റ് അമോണിയ. എല്ലാവർക്കും അറിയുന്നതാണ് അമോണിയ. ഏതാണ് പ്രോസസ്സ്? ഹെയ്ബർ പ്രോസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മൂന്ന് പ്രോസസ്സും. ഓക്കെ, പഠിച്ചിരിക്കണം. കോണ്ടാക്ട് പ്രോസസ്, ഓസ്റ്റ്വാർഡ് പ്രോസസ്, ഹെയ്ബർ പ്രോസസ്. ഈ മൂന്ന് ഇൻഡസ്ട്രിയൽ പ്രോസസ്സും പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് സൾഫ്യൂരിക് ആസിഡിൻ്റെ കോണ്ടാക്ട് പ്രോസസ്സാണ് ചോദ്യം. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ്, മാനുഫാക്ചറാണ് ചോദിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ സൾഫറിൻ്റെ ഒരു ഓർ എടുക്കുന്നു അല്ലെങ്കിൽ സൾഫർ എടുക്കുന്നു. അതിന് ഫസ്റ്റ് എന്ത് നടക്കുന്നു? ഓക്സിഡേഷൻ നടക്കുന്നു. സൾഫർ ഓക്സിഡേഷൻ നടന്നാൽ എന്ത് ഫോം ചെയ്യും? സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യും. ആ സൾഫർ ഡയോക്സൈഡിന് വീണ്ടും ഓക്സിഡേഷൻ നടക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കണേ. വീണ്ടും ഓക്സിഡേഷൻ നടക്കുന്നു. എന്ത് ഫോം ചെയ്യും? സൾഫർ ട്രയോക്സൈഡ്. ഇവിടുത്തെ കാറ്റലിസ്റ്റ് ഏതാണ്? V2O5. സോ കോണ്ടാക്ട് പ്രോസസ്, സൾഫ്യൂരിക് ആസിഡിന്റെ കോണ്ടാക്ട് പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ഏതാണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. V2O5. സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്തു. യെസ്, ഇനി സൾഫർ ട്രയോക്സൈഡ് ഒരു ഇത്തിരി സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. മക്കളെ, അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? H2S2O7. എന്താ H2S2O7? ഒലിയം. ഈ ഒലിയം നമ്മൾ ഡയലൂട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കോൺസെൻട്രേഷനുള്ള സൾഫ്യൂരിക് ആസിഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, H2SO4. ഓക്കെ, ശ്രദ്ധിക്കണം. കോണ്ടാക്ട് പ്രോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും ഓസ്റ്റ്വാർഡ് പ്രോസസ്. ഓസ്റ്റ്വാർഡ് പ്രോസസ് നമ്മൾ എന്താ ചെയ്യുന്നത്? അമോണിയ എടുക്കുന്നു. അതിന് കാറ്റലിറ്റിക് ഓക്സിഡേഷൻ നടക്കുന്നു, പ്ലാറ്റിനം അല്ലെങ്കിൽ റോഡിയം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നൈട്രജൻ NH3, അതിന് ഹൈഡ്രജൻ പോയിട്ട് അവിടെ ആര് വരുന്നു? ഓക്സിജൻ വരുന്നു. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. അമോണിയയിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ആ പൊസിഷനിൽ ഓക്സിജനെ കൊണ്ടുവന്നു. ആ ഓക്സിജൻ ആരാ എടുത്തത്?
ഹൈഡ്രജൻ ഇതിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും? H2O. ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യണം. യെസ്, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 4, ഇവിടെ 6. ഇക്വേഷൻ ബാലൻസ് ചെയ്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാ റിയാക്ഷൻ? 4 ammonia plus 5O2 in presence of catalyst platinum to form 4NO plus 6H2O. അപ്പോൾ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന NO വീണ്ടും ഓക്സിഡേഷൻ നടക്കും. NO ഓക്സിഡേഷൻ നടന്നാൽ എന്ത് ഫോം ചെയ്യും? NO3. ദെൻ NO3 ഹൈഡ്രോലൈസിസ്, നമുക്ക് എന്ത് കിട്ടുന്നു? HNO3. ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻ അങ്ങനെ തന്നെ പഠിക്കണം. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. ഞാൻ എൻ്റെ ട്രിക്ക് പറഞ്ഞു തരാം. അമോണിയ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അതൊക്കെ. അമോണിയ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയയിൽ നിന്ന് ഹൈഡ്രജനെ കളയുന്നു, ഓക്സിജൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഓക്സിഡേഷൻ നടന്നു, പിന്നെ H2O ഫോം ചെയ്തു ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. യെസ്, ഇതിൽ പഠിക്കണം നിങ്ങൾ. യെസ്, 45 റിയാക്റ്റൻ നമുക്കറിയാം, പ്രൊഡക്റ്റും നമുക്കറിയാം. അതിൻ്റെ കോഎഫിഷ്യന്റ് നമ്മൾ ഓർത്ത് വെക്കണം. ഇതാണ് ട്രിക്ക്. 45-46 റിയാക്ഷൻ. 45-46 റിയാക്ഷൻ. ഓക്കെ, 4NH3 plus 5O2 gives 4NO plus 6H2O. റിയാക്ടർ നമുക്കറിയാം, പ്രൊഡക്റ്റ് നമുക്കറിയാം. ബാലൻസ് ചെയ്യാൻ നമുക്ക് ബാലൻസ് മെത്തേഡൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകേണ്ട ഇവിടെ 45-46 റിയാക്ഷൻ. 4NH3 plus 5O2 gives 4NO plus 6H2O. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഈ ആസിഡിൻ്റെ പ്രിപ്പറേഷനിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനും നൈട്രിക് ആസിഡ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനും പഠിച്ചതിന് ശേഷം മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൂടെ നമ്മൾ ആൾറെഡി ലോവർ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ഹെയ്ബർ പ്രോസസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Explain with the help of equation preparation of xenon fluoride. വളരെ സിമ്പിൾ ആണ്. xenon fluoride പ്രിപ്പറേഷൻ. xenon ഫ്ലൂറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. 1:1 റേഷ്യോ, 673 Kelvin, 1 bar pressure, XeF2 നിങ്ങൾ പഠിക്കണം. Xe plus 2F2 at 873 Kelvin, 7 bar pressure to form XeF4. Similarly, Xe plus 3F2, 573 Kelvin to form XeF6. വളരെ സിമ്പിൾ ആണ്. സിനോണും ഫ്ലൂറിനും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു, XeF2 ഫോം ചെയ്യുന്നു. റേഷ്യോ 1:1, 1:2, 1:3. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് വരാം. MnO4 minus and dash are formed by disproportionation of MnO4 2 minus in acidic medium. അപ്പോൾ ഇവിടെ MnO4 മൈനസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? MnO4 2 മൈനസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന് കൂടെ ആരും ഉണ്ടാവും? MnO2 ഉണ്ടാവും. MnO2. ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, Write any three application of D and F block element. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ നമുക്കറിയാം. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? അലോയ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അലോയ്, ബ്രാസ്, ബ്രോൺ, ഇതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. യെസ്. ദെൻ മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്കറിയാം, അയണിൻ്റെ കേസിൽ അയൺ, സ്റ്റീൽ, ഇതൊക്കെ ഡി ബ്ലോക്ക് റിലേറ്റഡ് വരുന്നതല്ലേ. അയൺ ആൻഡ് സ്റ്റീൽ ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വളരെ വൈഡായിട്ട് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കാറ്റലിസ്റ്റ് ഡി ബ്ലോക്ക് എലിമെൻറ്റ്സ് അല്ലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില കോംപ്ലക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിക്കലിൻ്റെ പ്യൂരിഫിക്കേഷനൊക്കെ നമ്മൾ നിക്കൽ, ടെട്രാ കാർബൺ, ഇങ്ങനെ ചില കോംപ്ലക്സ് ഫോർമേഷൻ നടത്തി നമ്മൾ അതിൽ നിന്ന് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. വേറെ ഡി ബ്ലോക്കിൽ വരുന്നൊരു കാറ്റലിസ്റ്റ് അല്ലേ, TiCl4+ triethyl aluminum. So very important. Titanium tetrachloride plus triethyl aluminum. ഏതാ കാറ്റലിസ്റ്റ്? ഈ കാറ്റലിസ്റ്റ് എന്താ വിളിക്കുക? യെസ്, Ziegler-Natta catalyst. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് വരാം. Write the structure of chromate ion. Chromium center, എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ബോണ്ട് ഫോം ചെയ്താൽ അത് sp3 അല്ലേ? യെസ്. അതിൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? 2 നെഗറ്റീവ് ചാർജ്. യെസ്. അപ്പോൾ ഇവിടെ ബോണ്ട് എന്ത് വേണം? ഓക്സിജൻ ഡബിൾ ബോണ്ട് വേണ്ടേ? യെസ്.
ക്രോമിയം സെൻറ്ററിൽ വെക്കുക, എന്നിട്ട് ക്രോമിയത്തിന് ചുറ്റും 4 ഓക്സിജൻ ഉണ്ട്, ആ 4 ഓക്സിജനെയും അങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് 2 നെഗറ്റീവ് ചാർജ് ഇല്ലേ, അപ്പോൾ ഒരു ഓക്സിജൻ നെഗറ്റീവ് ചാർജ്, ഒരു ഓക്സിജൻ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇനി ഓക്സിജൻ എത്ര ബോണ്ട് വേണം? ഓക്സിജൻ 2 ബോണ്ടല്ലേ ഫോം ചെയ്യുക, അപ്പോൾ ഇവിടെ 2. ഈ ഓക്സിജൻ എത്ര ബോണ്ട് വേണം? 2 ബോണ്ടല്ലേ ഫോം ചെയ്യുക, അപ്പോൾ ഇവിടെ 2. അപ്പോൾ നമുക്ക് CrO4 2- സ്ട്രക്ചറായി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, Cr2O7 2-, നോക്കണേ, ക്രോമിയം. നമുക്ക് ഇതിൽ എത്ര ഓക്സിജന്റെ നമ്പർ എത്ര? ഓക്സിജന്റെ നമ്പർ 7 അല്ലേ? അങ്ങനെയെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ ഇടയിലൊരു ഓക്സിജൻ വെക്കുക. യെസ്. ഇനി എത്ര ഓക്സിജൻ ഉണ്ട്? 6 ഓക്സിജൻ. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ, അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ, അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ, അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ. Cr2O7 2-, ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ കൊടുക്കുന്നു, ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ കൊടുക്കുന്നു. ഡബിൾ ബോണ്ട്. 2 സ്ട്രക്ചറും നമ്മൾ അറിഞ്ഞിരിക്കണം. CrO4 2-, അതുപോലെ Cr2O7 2-, ക്രോമേറ്റ് അയണും ഡൈക്രോമേറ്റ് അയണും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പഠിച്ചിരിക്കണം, എന്നിട്ട് എക്സാം ഹാളിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. നോക്കൂ, ഈ കേസിൽ ക്രോമിയം എത്ര സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? ഈ ക്രോമിയം എത്ര സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? σ1, σ2, σ3, σ4. 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു മീൻസ് ഹൈബ്രിഡൈസേഷൻ എന്താ? 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു മീൻസ് ഹൈബ്രിഡൈസേഷൻ എന്താ? sp3. ഇവിടെ ഹൈബ്രിഡൈസേഷൻ sp3, ഇവിടെ ഹൈബ്രിഡൈസേഷൻ sp3. സ്ട്രക്ചർ വരച്ച് പിടിക്കണം, ടെട്രാഹൈഡൽ സ്ട്രക്ചർ. നെക്സ്റ്റ്, transition metals and many of their compounds are act as a catalyst. ട്രാൻസിഷൻ മെറ്റൽ നമുക്കറിയാം, പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഒരുപാട് റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ മക്കളെ? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? യെസ്, എന്തുകൊണ്ടാണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവും. ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമല്ല, ഇഷ്ടം പോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാകും. കാരണം NSഉം N-1 ഡിയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. NSൽ നിന്നും ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുക, തൊട്ടു ബാക്കിലുള്ള N-1 ഡിയിൽ നിന്നും ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുക. അതുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് കാണിക്കും? വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് കാണിക്കും? വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. മക്കളെ, എന്തുകൊണ്ടാണ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? എന്താണ് ആൻസർ? NSഉം N-1 ഡിയും തമ്മിലുള്ള ആ ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ട്രാൻസിഷൻ മെറ്റൽ ഫോർ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. എന്താ റീസൺ? ഒരു റീസൺ എന്താ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്പർ 2, അതിന് സർഫസ് ഏരിയ വളരെ ലാർജ് ആയിരിക്കും. ഡി ബ്ലോക്ക് എലമെന്റ് സർഫസ് ഏരിയ എന്തായിരിക്കും? വളരെ ലാർജ് ആയിരിക്കും. ഈ 2 റീസൺ കൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, എന്തുകൊണ്ട് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? NSഉം N-1 ഡിയും തമ്മിലുള്ള ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. സ്കാൻഡിയം ഡസ് നോട്ട് എക്സിബിറ്റ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നോക്കൂ, ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് ജനറലി വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്നാൽ സ്കാൻഡിയം ഡസ് നോട്ട് എക്സിബിറ്റ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, യെറ്റ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ മെറ്റൽ. സ്കാൻഡിയം വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിറ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്? സ്കാൻഡിയം അറ്റോമിക് നമ്പർ എത്ര? 21. സ്കാൻഡിയം 21. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? ആർഗോൺ കോൺഫിഗറേഷൻ 4s2 3d1. നോക്കൂ, ഇത് ഈ എസ്സിലെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യും, അതുപോലെ ഡിയിലെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യും. കാരണം എസ്സിലെ ഇലക്ട്രോണിനെയും ഡിയിലെ ഇലക്ട്രോണിനെയും റിമൂവ് ചെയ്യാനുള്ള റീസൺ ഇതിൽ എന്ത് സ്റ്റേറ്റാണ് ഉള്ളത്? റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ സ്കാൻഡിയം എസ്സിലെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യും, ഡിയിലെ ഇലക്ട്രോണെ റിമൂവ് ചെയ്യും. അങ്ങനെ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക? +3 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ട് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഇലക്ട്രോണും കൂടെ അതിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഡി ബ്ലോക്ക് എലമെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2. അപ്പോൾ സ്കാൻഡിയം 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണും കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റും? സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതുകൊണ്ട് സ്കാൻഡിയം 3 ഇലക്ട്രോൺ അങ്ങ് റിമൂവ് ചെയ്യും. ആർഗോൺ കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയി മാറി. പിന്നെ അത് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് സ്കാൻഡിയം ഏത് ഓക്സിഡേഷൻ മാത്രം എക്സിബിറ്റ്? ഓൺലി 1 + 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നെക്സ്റ്റ്, റൈറ്റ് ദി
step involved, write the step involved the preparation of Na2Cr or Na2CrO4 from chromator. Na2CrO4 ന്റെ പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ റിയാക്ഷൻ പഠിച്ചിരിക്കണം. എന്താ റിയാക്ഷൻ? FE, മക്കൾ നോക്കി പഠിക്കണേ, ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കണേ. FeCr2O4 ദാറ്റ് ഈസ് അയൺ ക്രോമേറ്റ്. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യണം? സോഡിയം കാർബണേറ്റ്, NO2CO3. എന്തിൻ്റെ പ്രസൻസിലാണ്? ഓക്സിജൻ്റെ പ്രസൻസിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് നമുക്ക് എന്ത് കിട്ടും? ഈ FeCr2O4ഉം NO2CO3 തമ്മിൽ റിയാക്ട് ചെയ്താൽ NO2CrO4 പ്ലസ് Fe2O3 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അയൺ ക്രോമേറ്റ് ആരുമായി റിയാക്ട് ചെയ്യുന്നു? സോഡിയം കാർബണേറ്റുമായി റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എയർ, ഓക്സിജൻ. അപ്പോൾ എന്ത് ഫോം ചെയ്യും? Na2Cr4 പ്ലസ് Fe2O3 പ്ലസ് CO2. ഓക്കെ, റിയാക്ഷൻസ് പഠിച്ചിരിക്കണം, എഴുതി പഠിക്കണം. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് വരുന്നു. വാട്ട് ഈസ് ദി മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഓഫ് ആറ്റം ഇൻവോൾവിങ് D10 കോൺഫിഗറേഷൻ? ഈ D10 കോൺഫിഗറേഷൻ ആകുമ്പോൾ D എത്ര ഓർബിറ്റിലാണ് ഉള്ളത്? D 5 ഓർബിറ്റിലുണ്ട്. ഓക്കെ, D10 ഫസ്റ്റ് ഇലക്ട്രോൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത്, 10. D10 കോൺഫിഗറേഷൻ. മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനിലെ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് മ്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് N × N+2 ബോർ മാഗ്നറ്റോൺ. ബോർ മാഗ്നറ്റോൺ. നോക്ക്, ഇവിടെ Nൻ്റെ വാല്യൂ എന്താ? N = നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. ഈ കേസിൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എന്താ? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല, 0. അതുകൊണ്ട് ഇതിന് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദി ലാന്തനൈഡ് കോൺട്രാക്ഷൻ, റൈറ്റ് എനി കോൺസിക്വൻസ് ഓഫ് ഇറ്റ്. എന്താ ഈ ലാന്തനൈഡ് കോൺട്രാക്ഷൻ? ലാന്തനൈഡ് സീരീസിൽ ലാന്തനം ടു ലുട്ടീഷ്യം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ there is a regular decrease in size. As we move from ലാന്തനം ടു ലുട്ടീഷ്യം, ലാന്തനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ there is a regular decrease in size. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് മക്കൾ? അതിൻ്റെ കോൺസിക്വൻസ് നമുക്കറിയാം. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് 3D ആണ്. 3D കഴിഞ്ഞ് 4D കഴിഞ്ഞു 5D. ഈ 4D സീരീസിലെയും 5D സീരീസിലെയും മെറ്റൽസിൻ്റെ സൈസ് എന്തായിരിക്കും? ആൾമോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താണ് റീസൺ? ഇറ്റ് ഈസ് ഡ്യൂ ടു ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അപ്പോൾ നമ്മുടെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ആസ് വി മൂവ് ഫ്രം ലാന്തനൈഡ് ടു ലുട്ടീഷ്യം there is a regular decrease in size. It is known as ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? 4D സീരീസിൻ്റെയും 5D സീരീസിൻ്റെയും സൈസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. 4D സീരീസിൻ്റെയും 5D സൈസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നെക്സ്റ്റ്, അടുത്ത് 2 കോൺസിക്വൻസ്. ഈ ലാന്തനത്തിൽ ലുട്ടീഷ്യത്തിൽ വയ്ക്കുമ്പോൾ സൈസ് റെഗുലർ ഡിക്രീസ് അല്ലേ ഉള്ളൂ? റെഗുലർ ഡിക്രീസ് മീൻസ് സൈസ് ആൾമോസ്റ്റ് സെയിം ആണ്. സൈസ് ആൾമോസ്റ്റ് സെയിം ആയത് കാരണം ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ഒരു മിക്സ്ചറിൽ നിന്ന് അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഐസൊലേഷൻ ഈസ് ഡിഫിക്കൽട്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി ആൾമോസ്റ്റ് സെയിം ആയത് കാരണം ഐസൊലേഷൻ ഈസ് ഡിഫിക്കൽട്ട്. അപ്പോൾ 2 പോയിന്റ് മക്കളെ നമ്മൾ അറിയേണ്ടത്. എന്താണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ? ലാന്തനൈഡ്സിൽ ഉണ്ടാകുന്ന ആസ് വി മൂവ് from lanthanum to lutetium there is a regular decrease in size, that is known as lanthanide contraction. ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണ് മക്കളെ? എന്താണ് ആൻസർ? 4D സീരീസിലെയും 5D സീരീസിൻ്റെയും അയൺസിൻ്റെ സൈസ് ആൾമോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആറ്റത്തിൻ്റെ സൈസ് ആൾമോസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഒരു ലാന്തനൈഡ്സിലെ കുറേ മെറ്റൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആയത് കാരണം ആ മിക്സ്ചറിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് എന്താണ്? ഡിഫിക്കൽട്ടാണ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് വരുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഇവിടെ ഐഡന്റിഫൈ ദി കോർഡിനേറ്റ് വിച്ച് ക്യാൻ എക്സിബിറ്റ് ലിങ്കേജ് ഐസോമറിസം. ഇവിടെ ശ്രദ്ധിക്കണേ, ലിങ്കേജ് ഐസോമറിസം ഉണ്ടാവണമെങ്കിൽ ആംബിഡെൻഡേറ്റ് ലിഗാൻ ഉണ്ടായിരിക്കണം. ആംബിഡെൻഡേറ്റ് ലിഗാനിന് എക്സാമ്പിൾ ആണ് ഇത്. ഒന്ന് NO2, നെക്സ്റ്റ് വൺ SCN.
അപ്പോൾ നമ്മൾ ലിങ്കേജ് ഐസോമറിസം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആരൊക്കെ മതി? ആംബിഡന്റ് ലിഗാൻഡ്. മക്കൾ ഇതിൽ ആംബിഡന്റ് ലിഗാൻഡ് വരുന്ന ഓപ്ഷൻ ഏതാ? ആംബിഡന്റ് ലിഗാൻഡ് വരുന്ന ഓപ്ഷൻ ഏതാ? യെസ്, ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി. കണ്ടില്ലേ? NO2. NO2ൽ എന്നിനും ബോണ്ട് ഫോം ചെയ്യുക, ഓക്കും ബോണ്ട് ഫോം ചെയ്യുക. NO2 എന്നുള്ള ലിഗാൻഡിൽ എന്നും കോർഡിനേറ്റിംഗ് ആക്റ്റായിട്ട് ആക്ട് ചെയ്യുക, ഓക്സിജനും കോർഡിനേഷൻ ആക്റ്റായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു. റൈറ്റ് ദി IUPAC നെയിം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ IUPAC നിക്കൽ ടെട്രാ കാർബണൈൽ, നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മെറ്റൽ കാർബണൈലിൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം നമ്മൾ ചോദിക്കുന്നത്, IUPAC നെയിം നമ്മൾ എങ്ങനെ എഴുതുക? ടെട്രാ കാർബണൈൽ. ആദ്യം ലിഗാൻഡ് ടെട്രാ കാർബണൈൽ നിക്കൽ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. മക്കളെ, നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ അടുത്ത് നിങ്ങൾ നോക്കും, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. കോർഡിനേഷൻ കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നെയിം ചെയ്യേണ്ടത് പോസിറ്റീവ് പാർട്ട്. ആദ്യം ആരെ നെയിം ചെയ്യണം? പോസിറ്റീവ് പാർട്ട്. പിന്നെ നമ്മൾ ആരെ നെയിം ചെയ്യണം? പിന്നെ നെഗറ്റീവ് പാർട്ട്. അതിൽ ആരെ നെയിം ചെയ്യണം? ലിഗാൻഡ് കഴിഞ്ഞാൽ പിന്നെ ആരെ നമ്മൾ നെയിം ചെയ്യണം? മെറ്റലിനെ നമ്മൾ നെയിം ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് പാർട്ട്, ആദ്യം പോസിറ്റീവ് പാർട്ട്, പിന്നെ ലിഗാൻഡ്, പിന്നെ മെറ്റൽ. അപ്പോൾ നോക്കാം നമുക്ക് ഇവിടെ ഫസ്റ്റ് പോസിറ്റീവ് പാർട്ട്. ഇത് കൗണ്ടർ അയോൺ ആണ്. നോക്കൂ, ഇതിനെന്താ വിളിക്കേണ്ടത്? പൊട്ടാഷ്യം. എന്ത് വിളിക്കണം? പൊട്ടാഷ്യം. ഇനി നമ്മൾ കോർഡിനേഷൻ സ്പിയറിലേക്ക് വരുന്നു. കോർഡിനേഷൻ സ്പിയറിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ ആരെ നെയിം ചെയ്യണം? ലിഗാൻഡ്, പൊട്ടാഷ്യം. ഏതാ ലിഗാൻഡ്? ഇത് ഓക്സലാറ്റോ, പൊട്ടാഷ്യം ട്രൈ ഓക്സലാറ്റോ. അയൺ നെഗറ്റീവ് പാർട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യണം? ഫെറൈറ്റ്. പൊട്ടാഷ്യം ട്രൈ പൊട്ടാഷ്യം എന്ന് വേണ്ട, പൊട്ടാഷ്യം കൗണ്ടർ അയൺസിൻ്റെ നമ്പർ വേണ്ട. പൊട്ടാഷ്യം ട്രൈ ഓക്സലാറ്റോ ഫെറൈറ്റ്. ഇനി അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മക്കളെ, പൊട്ടാഷ്യൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? 3 പൊട്ടാഷ്യം ഇല്ലേ? +1. അയേണ്ടത് എത്രയാ? അത് നമുക്കറിയില്ല. X. ഓക്സലാറ്റോ ലിഗാൻ. ഏതാ ഓക്സലാറ്റോ ലിഗാൻ? COO-. ഇതാണ് ഓക്സലാറ്റോ ലിഗാൻ. എത്ര ചാർജ്? നെഗറ്റീവ്. എത്ര നെഗറ്റീവ്? 2 നെഗറ്റീവ്. 3 × -2 = 0. 3 + x - 6 = 0. x +3. ഇപ്പോൾ പൊട്ടാഷ്യം ട്രൈ ആക്സലാറ്റോ ഫെറൈറ്റ് 3. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ ദി സ്ട്രക്ചേഴ്സ് ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ്. ഇതിൻ്റെ ജോമെട്രിക്കൽ ഐസോം നമുക്ക് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ നോക്കുക. എത്ര? 6. കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരക്കാം? സെൻട്രൽ എലമെൻറ്റ് ഇവിടെ അടക്കുക FP, എന്നിട്ട് ഇവിടെ CN, എന്നിട്ട് ഇവിടെ NH3, ഇവിടെ NH3 ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കേണ്ടത്? ട്രാൻസ്. യെസ്. അടുത്ത് നമുക്ക് എങ്ങനെ വരക്കാം? NH3 സെയിം സൈഡ് വരക്കുക. കോർഡിനേഷൻ നമ്പർ എത്ര? 6 ആണ്. അപ്പോൾ കോംപ്ലക്സ് ഏതാ? ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? NH3 എവിടെ വരക്കുക? സെയിം സൈഡ്. ഇവിടെ ആര് വേണം? CN. കറക്റ്റ്. റൈറ്റ് ദി ഫോർമുല ഓഫ് പെൻഡാമീൻ കാർബണേറ്റ് കൊബാൾട്ട് 3 ക്ലോറൈഡ്. അമീൻ മീൻസ് ഏതാ ലിഗാൻഡ്? അമോണിയ ലിഗാൻഡ് ആണ്. അത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. കാർബണേറ്റ് ലിഗാൻഡ് ഏതാണ്? CO3 2-. മെറ്റൽ ഏതാണ്? കൊബാൾട്ട്. ഇപ്പോൾ നമുക്ക് എഴുതാം പെൻഡാമീൻ കൊബാൾട്ട് വരക്കുക. എന്നിട്ട് ആദ്യം ആരെ വെക്കണം? അമോണിയ വെക്കുക. അമോണിയ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? കാർബണേറ്റ് CO3 2- കാർബണേറ്റ് ലിഗാൻഡ്. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് +3. അമോണിയ ന്യൂട്രൽ ലിഗാൻഡ്. CO3യുടെ ചാർജ് CO3 2-. കൊബാൾട്ട് 3 ക്ലോറൈഡ്. അപ്പോൾ CO3 2-. കോർഡിനേഷൻ നമ്പർ 6. മക്കളെ, ഇതിൻ്റെ ചാർജ് കൊബാൾട്ടിൻ്റെ ചാർജ് +3. അമോണിയയുടെ ചാർജ് 0. കാർബണേറ്റ് ലിഗാൻ CO3 2-. അപ്പോൾ ടോട്ടൽ ചാർജ് -1 ആയിട്ടുണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നമ്മളൊരു അയോണും കൂടെ വെച്ച് കൊടുക്കുക. യെസ്.
റൈറ്റ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് വി ബി ടി. മക്കളെ വി ബി ടിയുടെ 2 ലിമിറ്റേഷൻ എന്താ? വി ബി ടി കോമ്പൗണ്ടിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ കളർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മിക്കവാറും എല്ലാ കോർഡിനേഷൻ കോമ്പൗണ്ടും കളേർഡാണ്. എന്നാൽ എന്തുകൊണ്ട് കളർ വരുന്നു എന്നുള്ളത് വി ബി ടി ബേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. It failed to explain color of the coordination compound. Number 2 stability. മക്കളെ ഫസ്റ്റ് ഏതാണ്? കളർ എക്സാക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്റ്റെബിലിറ്റി എക്സാക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ പിന്നീട് മാഗ്നറ്റിക് ബിഹേവിയർ, ഡയാമാഗ്നറ്റ്, പാരാമാഗ്നറ്റിക് ബിഹേവിയർ, ഇത് എക്സാക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലിമിറ്റേഷൻസ് ഓഫ് വി ബി ടി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 47ലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ ഹലോ ആൽക്കെയിൻസ് എന്നുള്ള ചാപ്റ്റർ ഇതിൽ നിങ്ങൾ നോക്കൂ, ഇവർ പറയുന്നത് 2-bromobutane is optically active. Explain the stereochemical aspect of SN1 reaction of 2-bromobutane with OH-. മക്കളെ ശ്രദ്ധിക്കണം, SN1 റിയാക്ഷൻ, SN2 റിയാക്ഷൻ. ഹലോ ആൽക്കെയിൻസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതും എക്സാമിന് എപ്പോഴും അവർ ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, SN1 ആൻഡ് SN2. നമ്പർ 2 എലിമിനേഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഈ SN1ൻ്റെയും SN2ൻ്റെയും റിയാക്ഷനിലേക്ക് നമുക്കൊന്ന് വരാം. ഇവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്താണ്? 2-bromobutane. നോക്കണേ, 2-bromobutane, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, 2-bromo. അപ്പോൾ നമുക്ക് ബ്രോമിന് സെക്കൻഡ് പൊസിഷനിൽ കൊടുക്കാം. 2-bromobutane കണ്ടില്ലേ? 2-bromobutane. ഈ 2-bromobutane ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. നിങ്ങൾ നോക്കൂ, എങ്ങനെ ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് സിംപ്ലി നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു സിംഗിൾ കൈറാൽ കാർബൺ മാത്രമേ ഉള്ളൂവെങ്കിൽ, ശ്രദ്ധിക്കണം, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരൊറ്റ കൈറാൽ കാർബൺ മാത്രമേ ഉള്ളൂവെങ്കിൽ ആ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ മക്കൾ, എന്താ കൈറാൽ കാർബൺ? വാട്ട് ഈസ് കൈറാൽ കാർബൺ? കം ഓൺ, വാട്ട് ഈസ് കൈറാൽ കാർബൺ? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, എന്നിട്ട് അതിൻ്റെ 4 വാലൻസി ഡിഫറെൻ്റ് ആയിരിക്കണം. നോക്കൂ, ഇവിടെ കാർബണിൻ്റെ 4 വാലൻസി ഡിഫറെൻ്റ് അല്ലേ? അതെ, ഒന്നേതാണ്? മീഥൈൽ. നെക്സ്റ്റ് വൺ ബ്രോമിൻ. നെക്സ്റ്റ് ഹൈഡ്രജൻ. നെക്സ്റ്റ് ഈഥൈൽ. 4 വാലൻസിയും ഡിഫറെൻ്റ് ആണ്. ഒരു കാർബണിൻ്റെ 4 വാലൻസിയും ഡിഫറെൻ്റ് ആണെങ്കിൽ ആ കാർബണിനെ നമ്മൾ എന്ത് വിളിക്കുക? കൈറാൽ കാർബൺ. കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് കൈറാൽ കാർബൺ ആണ്. 2-bromobutane is ഒപ്റ്റിക്കലി ആക്റ്റീവ്, കൈറാൽ കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. ഓക്കെ, നമുക്ക് SN1 റിയാക്ഷനിലേക്ക് ഒന്ന് വരാം. ഞാൻ ഇവിടെ കാർബൺ എടുക്കുന്നുണ്ട്. ആ കാർബൺ ആരെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഈഥൈൽ ഗ്രൂപ്പ്, നമുക്ക് ET എന്ന് ഞാൻ എഴുതാം. ET മീൻസ് ഈഥൈൽ ഗ്രൂപ്പാണ്. പിന്നെ ആരാ ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? ബ്രോമീൻ. അപ്പോൾ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. ഇനി ആൽക്കൈൽ ഹാലൈഡ് റിയാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സോൾവെന്റ് H2O നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്താൽ നമുക്കറിയാം കാർബോകാറ്റോൺ വളരെ സ്റ്റേബിൾ ആയതുകൊണ്ട് ഈ കാർബോകാറ്റോൺ നമുക്ക് ആദ്യം ഒരു ജനറൽ എക്സാമ്പിൾ എടുക്കാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. സി, ഇവിടെ ഒരു R1 എന്നുള്ളൊരു ഗ്രൂപ്പ്, ഇവിടെ R2 എന്നുള്ളൊരു ഗ്രൂപ്പ്, ഇവിടെ R3 എന്നുള്ള ഗ്രൂപ്പ്, 3 ആൽക്കൈൽ ഗ്രൂപ്പ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എക്സ് എടുക്കുന്നു. ആൽക്കൈൽ ഹാലൈഡ്, ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ്. യെസ്, ഈ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ റിയാക്ഷൻ നടത്താൻ വേണ്ടി ഇത് നമ്മൾ സോൾവെന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്താൽ ഉടനെ തന്നെ എക്സ് ഇവിടുന്ന് ലീവ് ചെയ്യും. എക്സ് ഇവിടുന്ന് ബോണ്ടും ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകും. കാരണം എന്താ? ടെർഷറി കാർബോകാറ്റോൺ ഹൈലി സ്റ്റേബിൾ ആണ്. സോ CR1 R2 R3 ഇവിടെ എന്ത് ചാർജ് വന്നു? പ്ലസ് ചാർജ്. മക്കളെ, ഇതേതാ കാർബോകാറ്റോൺ? യെസ്, ഈ കാർബോകാറ്റോൺ ആണ് ഇത് ടെർഷറി കാർബോകാറ്റോൺ. ഏതാ കാർബോകാറ്റോൺ? ടെർഷറി കാർബോകാറ്റോൺ. അപ്പോൾ ആൽക്കൈൽ ഹാൽ എടുത്ത് നമ്മൾ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹാലജൻ അങ്ങ് റിമൂവ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടെർഷറി കാർബോകാറ്റോൺ, ഇന്റർമീഡിയറ്റ് ടെർഷറി കാർബോകാറ്റോൺ. നെക്സ്റ്റ്, ഇതിലേക്ക് നമ്മുടെ ന്യൂക്ലിയോഫൈൽ. ഏതാണോ ന്യൂക്ലിയോഫൈൽ? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ OH- എന്ന് എടുക്കാം. OH- എന്നുള്ള ന്യൂക്ലിയോഫൈൽ വരുന്നു. OH- എന്നുള്ള ന്യൂക്ലിയോഫൈൽ വരുന്നു.
മക്കളെ ഈ ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ എങ്ങനെ വരിക? മുകളിലൂടെയും വരും, കാരണം ഇത് പ്ലാനാർ ആണ്. താഴെയുടെയും വരും. എങ്ങനെ വരും? മുകളിലൂടെയും വരും, താഴെയുടെയും ഈക്വൽ ആയിട്ട് വരും. 50-50 ബോത്ത് സൈഡ് അറ്റാക്ക്, 50-50 ബോത്ത് സൈഡ് അറ്റാക്ക്, 50-50 ബോത്ത് സൈഡ് അറ്റാക്ക്. മക്കളെ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? യെസ്, R1 R2 R3 ഇവിടെ OH എന്നുള്ള ന്യൂക്ലിയോഫൈൽ. ഇനി ഇവിടെ എന്ത് കിട്ടി? C R1 R2 R3 OH. നോക്കൂ, ഇതിൽ ഒരു കോമ്പൗണ്ടിൽ OH ഇങ്ങോട്ടാണ് നിൽക്കുന്നത്, ഒരു കോമ്പൗണ്ടിൽ OH ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഇവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ വിളിക്കുക റെസിമൈസേഷൻ, റെസിമിക് മിക്സ്ചറാന്ന് വിളിക്കുക. ഇത് കോൺഫിഗറേഷൻ ഈക്വൽ എമൗണ്ട് എനൻഷ്യോമോസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിന് എന്താ വിളിക്കുക? നമ്മൾ അറിയേണ്ട പോയിന്റ് എന്താ? റെസിമിക് മിക്സ്ചർ. എന്താ വിളിക്കുക? റെസിമിക് മിക്സ്ചർ. മക്കളെ SN1 റിയാക്ഷൻ എന്ന് കേട്ടാൽ നമ്മുടെ മൈൻഡിലേക്ക് ഉടനെ വരേണ്ടത് ഈ ഒരു പാറ്റേൺ ആണ്. എന്താണ്? ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എടുത്തു, ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, എന്ത് ഫോം ചെയ്തു? ടെർഷറി കാർബോകാർബൺ. എന്നിട്ടെങ്ങനെ? ബോത്ത് സൈഡ് അറ്റാക്ക്, 50-50 ബോത്ത് സൈഡ് അറ്റാക്ക്. നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നിങ്ങൾ നോക്കൂ, നമുക്ക് SN2 റിയാക്ഷനിലേക്ക് വരാം. SN1 റിയാക്ഷൻ ആണെങ്കിൽ ഈ ഒരു പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം ഈ ഒരു പാറ്റേൺ. ഓക്കെ, നമ്മൾ SN2ലേക്ക് വരുന്നു. SN2 റിയാക്ഷൻ. SN2 റിയാക്ഷനിൽ നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ഞാനൊരു ആൽക്കൈൽ സിമ്പിൾ ആൽക്കൈൽ എടുക്കുന്നത് HDT ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം ട്രിഷ്യം. ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. യെസ്, ഇത് നമ്മൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ ബ്രേക്ക് ചെയ്യില്ല. കാരണം ഇവിടെ ഫോം ചെയ്യുന്ന കാർബോകാറ്റോഡ് ഏതാ? അത് സിമ്പിൾ മീഥൈൽ കാർബോകാറ്റോഡ് ആണ്. സ്റ്റേബിൾ ആണോ? അല്ല. യെസ്. അപ്പം നമ്മുടെ ന്യൂക്ലിയോഫൈൽ ഏതാണ്? ന്യൂക്ലിയോഫൈൽ ഞാൻ NU- എന്ന് എടുക്കാം. ന്യൂക്ലിയോഫൈൽ കോമ്പൗണ്ടിന്റെ ഫ്രണ്ടിലൂടെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ? ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ഫ്രണ്ടിലൂടെ വരാൻ പറ്റില്ല, കാരണം റിപ്പൽഷൻ. അപ്പോൾ ന്യൂക്ലിയോഫൈൽ എങ്ങനെ ചെയ്യും? ന്യൂക്ലിയോഫൈൽ ഏതിലൂടെ വരും? ബാക്ക് സൈഡ്. മക്കളെ ഏതിലൂടെ വരുന്നത്? ബാക്ക് സൈഡ്. മക്കളെ എന്നിട്ട് ഈ NU- കാർബണുമായിട്ട് മെല്ലെ സ്ലോ ആയി ബോണ്ട് ഫോം ചെയ്യും. യെസ്, NU- ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നു, NU- ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും? ഇവിടെ ഈ NU- ബോണ്ട് ഫോം ചെയ്താൽ ഇവിടെ H ഉണ്ട്, ഇവിടെ D ഉണ്ട്, ഇവിടെ T ഉണ്ട്. ഈ ബോണ്ട് മെല്ലെ ബ്രേക്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ ബോണ്ട് മെല്ലെ ഫോം ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനൊരു സ്റ്റേറ്റ് ഉണ്ടാകും. എന്താ സ്റ്റേറ്റ്? എന്താ വിളിക്കുക? പെൻഡ. 4 വാലൻസി അല്ലേ ഉള്ളത്, 5 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ വിളിക്കേണ്ടത്? പെൻഡാവാലന്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. കാർബൺ 4 വാലൻസി അല്ല, 5 വാലൻസി ഉണ്ട്. അപ്പോൾ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. യെസ്. അല്പം കഴിഞ്ഞാൽ ഈ NU കാർബണുമായിട്ടുള്ള ബോണ്ട് സ്ട്രോങ് ആകും. ഇവിടുന്ന് X ലീവ് ചെയ്യും. അപ്പോൾ CHDTNU. നോക്കൂ, ന്യൂക്ലിയോഫൈൽ ഏതെല്ലാം വന്നു? ന്യൂക്ലിയോഫൈൽ ബാക്ക് സൈഡിലൂടെ വന്ന് എന്നിട്ട് ബോണ്ട് ഫോം ചെയ്ത് എന്നിട്ട് Xനെ പുറത്താക്കി. ഓക്കെ, ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ നടക്കുന്നത്. SN2 റിയാക്ഷൻ, ഇത് SN1 റിയാക്ഷൻ. ഈ 2 റിയാക്ഷനും ഇതേ പാറ്റേൺ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഏത് സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഏത് സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ്. 2 റിയാക്ഷനിലും ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ റേറ്റ് ഇക്വേഷൻ നമുക്ക് അങ്ങനെ എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് അറിയുന്ന കാര്യമാണ്, സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് നോക്കുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഇൻറ്റു ന്യൂക്ലിയോഫൈൽ. കണ്ടില്ലേ? ഈ റിയാക്ഷൻ്റെ ഓർഡർ എത്രയേ? ഈ റിയാക്ഷൻ്റെ ഓർഡർ 1 അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഓർഡർ ഇവിടെ 1ഉം ഇവിടെ 1ഉം അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഓർഡർ എത്രയേ? 2. ഓക്കെ, ഇത് SN1 റിയാക്ഷൻ, ഇത് SN2 റിയാക്ഷൻ. ഇനി നിങ്ങൾ ഓരോന്നിനെ നോക്കൂ. നിങ്ങൾ
ഈ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഏതാ? കമോൺ, ഈ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SN1 SN2 കമ്പയർ ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ട്. മക്കളെ പറയൂ, ഈ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഏതാ? കാർബോ കാറ്റയോൺ. ഏതാ ഇൻ്റർമീഡിയറ്റ്? S1 റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ. എന്നാൽ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ഏതാ? കമോൺ, ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ്, ഈ റിയാക്ഷൻ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ഏതാ? പെൻഡാവാൽ. SN2 റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് പെൻഡാവാലിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ്. യെസ്, ഇവിടെ ന്യൂക്ലിയോഫൈൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? യെസ് മക്കളെ പറയൂ, ന്യൂക്ലിയോഫൈൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ന്യൂക്ലിയോഫൈൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? കമോൺ, എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ബാക്ക്. ന്യൂക്ലിയോഫൈൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ഈ കേസ് SN1 റിയാക്ഷനിൽ മുകളിലൂടെയും വരുന്നു, താഴത്തിലൂടെയും വരുന്നു, ഈക്വൽ എമൗണ്ട്. സോ ബോത്ത് സൈഡ് അറ്റാക്ക്. എങ്ങനെ വരുന്നത്? ബോത്ത് സൈഡ് അറ്റാക്ക്. എങ്ങനെയാണ്? ബോത്ത് സൈഡ് അറ്റാക്ക്. മക്കളെ എന്നാൽ ഇവിടെയോ ബാക്ക്. കണ്ടില്ലേ, ന്യൂക്ലിയോഫൈൽ ബാക്കിലൂടെ വന്ന് റിയാക്ട് ചെയ്യുന്നു, ബാക്കിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ബാക്ക് സൈഡ് അറ്റാക്ക്, ബാക്ക് സൈഡ് അറ്റാക്ക്. കറക്റ്റ്, ബാക്ക് സൈഡ് അറ്റാക്ക്. ഇവിടുത്തെ പ്രൊഡക്റ്റിന് സ്റ്റീരിയോ കെമിസ്ട്രി എന്താ? ഇവിടുത്തെ പ്രൊഡക്റ്റിന് സ്റ്റീരിയോ കെമിസ്ട്രി ജനറലി നമുക്ക് വിളിക്കാം, അതിനെന്ത് വിളിക്കാം? റെസിമൈസേഷൻ. എന്ത് വിളിക്കും? റെസിമൈസേഷൻ. എന്നാൽ ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി എന്താ? ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി എന്താ? കമോൺ, ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി എന്താ? ഇൻവേർഷൻ. SN2 റിയാക്ഷനിലെ സ്റ്റീരിയോ കെമിസ്ട്രി ഇൻവേർഷൻ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻ എല്ലാം പറയാൻ പറ്റും. നിങ്ങൾ നോക്കൂ, അടുത്തൊരു ടേമും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കണം. നോക്കൂ, ഇവിടെ ഫോം ചെയ്യുന്ന കാർബോ കാറ്റയോൺ ടെർഷറി കാർബോ കാറ്റയോൺ ആണെങ്കിൽ നമുക്കറിയാം ഒരു റിയാക്ഷനിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് കാർബോ കാറ്റയോൺ ഫോം ചെയ്ത സ്റ്റെപ്പ് എങ്കിൽ കാർബോ കാറ്റയോൺ സ്റ്റേബിൾ ആണെങ്കിൽ റിയാക്ഷൻ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ SN1 റിയാക്ഷൻ അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് റിയാക്ടിവിറ്റി ഓർഡർ. മക്കൾ ഒരുപാട് തവണ ചോദിച്ചു. ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഡിഗ്രി ആൽക്കൈൽ ഹാലൈഡ് ഗ്രേറ്റർ ദാൻ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് റിയാക്ടിവിറ്റി ഓർഡർ. എന്നാൽ ഇവിടെ റിയാക്ടിവിറ്റി ഓർഡർ SN2 റിയാക്ഷൻ റിയാക്ടിവിറ്റി ഓർഡർ കമോൺ നേരെ ഓപ്പോസിറ്റ്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡ് ഡിഗ്രി ആൽക്കൈൽ ഹാലൈഡ് ഗ്രേറ്റർ ദാൻ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. SN1 SN2 വരട്ടെ. SN1 ആദ്യം റിയാക്ടിനെ കുറിച്ച് ആലോചിക്കൂ. അപ്പോൾ SN1ന്റെ ഓർഡർ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. SN2 നേരെ ഓപ്പോസിറ്റ്, ഉൾട്ട, നേരെ ഓപ്പോസിറ്റ്. കറക്റ്റ്. ഇനി നോക്കുക, വരുന്ന നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, റിയാജന്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെ? റിയാജന്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് SN1 റിയാക്ഷനിൽ ബോത്ത് സൈഡ്, എന്നാൽ SN2 റിയാക്ഷനിൽ ബാക്ക് സൈഡ്. എന്താണ് ഫോം ചെയ്യുന്ന ഇന്റർമീഡിയറ്റ്? കാർബോ കാറ്റയോൺ. SN2 പെൻഡാവാലിലെ ട്രാൻസിഷൻ സ്റ്റേറ്റ്. സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN1 റിയാക്ഷൻ എന്താണ്? കമോൺ, സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN1 റെസിമൈസേഷൻ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ബോർഡ് എക്സാമ്പിൾ നമുക്ക് പറയാം റെസിമൈസേഷൻ. എന്നാൽ SN2 റിയാക്ഷൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്താണ്? അത് ഇൻവേർഷൻ ആണ്. അതെന്താണ്? ഇൻവേർഷൻ ആണ്. ക്ലിയർ അല്ലേ? ഈ ഒരു പാറ്റേൺ ഞാൻ ഇപ്പോൾ ഇവിടെ ബോർഡിൽ എഴുതിയിരിക്കും. ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം മക്കളെ. നമ്മളെ ഒരുപാട് സമയത്ത് സഹായിക്കുന്ന ഒരുപാട് ഫാക്റ്റുകൾ ഇതിലുണ്ട്. പഠിച്ചിരിക്കണം. എക്സാം ഹാളിൽ പോകുമ്പോൾ ഇത് പഠിക്കാതെ നമ്മൾ എക്സാം ഹാളിലേക്ക് പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ SN1ഉം SN2മായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. SN1 റിയാക്ഷൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്, അത് ന്യൂക്ലിയോഫൈൽ ഫസ്റ്റ് ഈ 2 ബ്രോമോ ബ്യൂട്ടേനെ ബ്രേക്ക് ചെയ്യുക, കാർബോ കാറ്റോൺ ഫോം ചെയ്യുക. കാർബോ കാറ്റോൺ ഫോം ചെയ്തിട്ട് OH- എന്നുള്ള ന്യൂക്ലിയോഫൈലിൻ്റെ 2 സൈഡിലും അറ്റാക്ക് ചെയ്യിപ്പിക്കുക. എന്ത് കിട്ടും? റെസീമിക് പ്രോഡക്റ്റ്. മക്കൾ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻസ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതാ ഈ കോമ്പൗണ്ട് ശ്രദ്ധിക്കണം. ഈ കോമ്പൗണ്ട് നമ്മൾ എന്താ വിളിക്കുക? ബെൻസൈൽ ക്ലോറൈഡ്. എന്താ വിളിക്കുക? ബെൻസൈൽ ക്ലോറൈഡ്. നമ്മുടെ മനസ്സിൽ, നമ്മുടെ മൈൻഡിലേക്ക് എടുത്തു വെക്കണം, നമ്മൾ മനസ്സോട് ചേർത്ത് പിടിക്കേണ്ട ഒരു കോമ്പൗണ്ടാണ് ബെൻസൈൽ ക്ലോറൈഡ്. അതുപോലെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട മറ്റൊരു കോമ്പൗണ്ട് മക്കളെ, യെസ്, വളരെ ഇമ്പോർട്ടൻറ്റ്. SN1 റിയാക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ 2 കോമ്പൗണ്ടിനെ കുറിച്ചുള്ള ഐഡിയ നമുക്കുണ്ടായി. ഇതിനെന്താ വിളിക്കുക? ഈ കോമ്പൗണ്ട് എന്താ വിളിക്കുക? അലൈൽ ക്ലോറൈഡ്. എന്താ വിളിക്കുക? അലൈൽ ക്ലോറൈഡ്. മക്കളെ ഈ 2 കോമ്പൗണ്ടും ഏത് റിയാക്ഷൻ നടക്കും? SN1. മക്കളെ ഏത് റിയാക്ഷൻ നടക്കും? SN1 റിയാക്ഷൻ. ഓക്കെ, കാരണം ബെൻസൈൽ കാർബോകാറ്റോൺ സ്റ്റേബിൾ ആണ്, അലൈൽ കാർബോകാറ്റോൺ സ്റ്റേബിൾ ആണ്. ഓക്കെ, SN1 SN2 ബോർഡ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഹൗ ക്യാൻ ദി ഫോളോയിങ് കൺവേർഷൻ ബി എഫക്റ്റഡ്?
എങ്ങനെ ഈ കൺവേർഷൻ നമുക്ക് നടത്താം? ഫസ്റ്റ് കോമ്പൗണ്ട് എത്തനോൾ, സെക്കൻഡ് കോമ്പൗണ്ട് ഫ്ലൂറോ എത്തനോൾ. നോക്കണേ, എത്തനോൾ നമ്മൾ എടുക്കുന്നു, എത്തനോൾ CH3CH2OH. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു PCl5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH ഗ്രൂപ്പ് Cl ഗ്രൂപ്പ് ആയിട്ട് മാറും. PCl5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH ഗ്രൂപ്പ് എന്തായിട്ട് മാറും? Cl ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതാ മക്കളെ, ROH ആൽക്കഹോൾ, RCl, നമുക്ക് ഏതൊക്കെ റിയാജന്റ് ആഡ് ചെയ്യാം? PCl5, then PCl3, then SOCl2. മക്കളെ, ഒരു കോമ്പൗണ്ടിൽ അത് ആൽക്കഹോൾ ആവട്ടെ ആസിഡ് ആകട്ടെ, അതിലെ OH ഗ്രൂപ്പിനെ മാറ്റിയിട്ട്, ഏത് ഗ്രൂപ്പിനെ? OH ഗ്രൂപ്പിനെ മാറ്റിയിട്ട് നമ്മൾ ഏത് ഗ്രൂപ്പിനെ കൊണ്ടുവരണം? Cl ഗ്രൂപ്പിനെ. ഏതൊക്കെ റിയാജന്റ് ആഡ് ചെയ്യാം? PCl5, PCl3, SOCl2, PCl5, PCl3, SOCl2. ഇതിലേക്ക് PCl5 ആഡ് ചെയ്യാം, PCl3 ആഡ് ചെയ്യാം, PCl5 ആഡ് ചെയ്യാം, PCl3 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് SOCl2 ആഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കണേ, എക്സാം പേപ്പറിൽ എപ്പോഴും കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നോക്കണേ. ഇതിൽ ബെസ്റ്റ് റിയാജന്റ് ഏതാണ്? ആൽക്കഹോള് ആൽക്കൈൽ ഹാലൈഡായി കൺവേർട്ട് ചെയ്യാൻ PCl5, PCl3, SOCl2 നമുക്ക് അറിയുന്നതാണ്. മക്കളെ, ഏതാ ബെസ്റ്റ് റിയാജന്റ്? യെസ്, ഏതാ ബെസ്റ്റ് റിയാജന്റ്? തയോണൈൽ ക്ലോറൈഡ്. ഇവിടെ HCl ഫോം ചെയ്ത് സിംപ്ലി നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ ഒരു Cl ഉണ്ടാകും, ഇവിടെ ഒരു SO ഉണ്ടാകും. മക്കളെ, ഈ റിയാക്ഷൻ നടന്നാലുള്ള പ്രൊഡക്റ്റ് എന്താണ്? RCl എന്നുള്ള ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ്, ഗ്യാസ് പുറത്തേക്ക് പോയി. ഹൈഡ്രജൻ ക്ലോറൈഡ്, ഗ്യാസ് പുറത്തേക്ക് പോയി. പിന്നെ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ RCl. എന്ത് കിട്ടും? പ്യുവർ RCl. ഓക്കെ, അപ്പോൾ PCl5, PCl3, SOCl2 ബെസ്റ്റ് റിയാജന്റ് തയോണൈൽ ക്ലോറൈഡ്, SOCl2. കാരണം ബാക്കി രണ്ട് പ്രൊഡക്റ്റും ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് പോകും, പ്യുവർ RCl നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് CH3, CH2, Cl കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്ലൂറോ ഈഥൈനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. ഫ്ലൂറോ ഈഥൈനായിട്ട് കൺവേർട്ട് ചെയ്യണം മീൻസ് ക്ലോറിനെ മാറ്റിയിട്ട് ആരെ കൊണ്ടുവരണം? ഫ്ലൂറിനെ കൊണ്ടുവരണം. ഈ റിയാക്ഷൻ ഏതാണ്? ഓർമ്മയുണ്ടോ? ഈ റിയാക്ഷൻ ഏതാണ്? നമ്മൾ ആഡ് ചെയ്യേണ്ടത് മെറ്റാലിക് ഫ്ലൂറൈഡ്, AgF ആഡ് ചെയ്യാം. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താണ്? യെസ്, ഈ റിയാക്ഷനെ എന്താ വിളിക്കുക? The reaction is known as Sod's reaction. എന്ത് വിളിക്കും? Sod's reaction. മക്കളെ, മറ്റൊരു റിയാക്ഷൻ ആണ്. നമുക്ക് ഇതിനെ സോഡിയം അയഡൈഡ് ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏത് റിയാക്ഷൻ? സോഡിയം അയഡൈഡ് ആഡ് ചെയ്യുന്നു, ഡ്രൈ അസറ്റോൺ എന്ത് ഫോം ചെയ്യും? CH3CH2I. ഈ റിയാക്ഷൻ എന്താ വിളിക്കുക? ഫിംഗ്ലസ്റ്റീൻ റിയാക്ഷൻ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി റിയാക്ഷൻ. CH3CH2Br AgCN, RX അതിലേക്ക് AgCN ആഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു റിയാക്ഷൻ AgCN. KCN ആഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു റിയാക്ഷൻ KCN. ഈ ന്യൂക്ലിയോഫൈൽ നോക്കൂ, RX AgCNുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബോണ്ട് ഫോം ചെയ്യുക RNC ആയിരിക്കും. എന്നാൽ ഈ കേസിൽ കാർബണിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ കാർബൺ ബോണ്ടാണ് സ്ട്രോങ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുക RCN ആയിരിക്കും. എടുക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CN മൈനസ് എന്ത് ന്യൂക്ലിയോഫൈലാണ്? ആംബിഡൻ ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, അപ്പോൾ ആ ബേസിലെ റിയാക്ഷൻ നടക്കുന്നത് യെസ്, ഇവിടെ BRനെ മാറ്റി ആരെ വെക്കുക? CN വെക്കുക. അപ്പോൾ CH3CH2 BR മാറ്റി ആരെ വെക്കുക? CN. അപ്പോൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കേണ്ട ഒരു റിയാക്ഷനാണ് ഇത്. RXലേക്ക് AgCN ആഡ് ചെയ്യുന്നു, RNC, KCN ആഡ് ചെയ്യുന്നു, RCN. അതുപോലെ മറ്റൊരു റിയാക്ഷൻ RXലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് AgNO2 ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ K+NO2 ആഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് NRONO. ഇവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് RNO2. ഒരു കേസിൽ ഇതാ ഇവിടെ നൈട്രോ ആൽക്കെയിൻ. ഇവിടെ എന്താ ഫോം ചെയ്യുക? ആൽക്കെയിൽ നൈട്രേറ്റ്. വീണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിയാക്ഷൻ CN മൈനസ് ആംബിഡൻ ന്യൂക്ലിയോഫൈലാണ്, NO2 മൈനസ് ആംബിഡൻ ന്യൂക്ലിയോഫൈലാണ്. സോ അതുകൊണ്ട് രണ്ട് പ്രൊഡക്റ്റ് ഈ കേസിൽ ഉണ്ടാകും, ശ്രദ്ധിക്കണം. ഓക്കെ,
മക്കൾ അടുത്തതിലേക്ക് നമ്മൾ വരുന്നു. നെക്സ്റ്റ് റിയാക്ഷൻ നോക്കൂ. CH3CH2Br. CH3CH2Br. അമേസിങ് റിയാക്ഷൻ, റിയലി അമേസിങ്. നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ആൽക്കൈൽ ഹാലൈഡിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? എൻ ആഡ് ചെയ്യുന്നു. യെസ്, എന്തിൻ്റെ പ്രസൻസിലാണ്? ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ മക്കൾ എന്ത് ഫോം ചെയ്യും? കമോൺ, എന്ത് ഫോം ചെയ്യും? യെസ്, ഇവിടെ നിന്ന് എന്ത് റിമൂവ് ചെയ്യും? NaX റിമൂവ് ചെയ്യുന്നു. R ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷൻ നമ്മൾ എന്താ വിളിക്കുക? This reaction is known as famous reaction. Woods reaction. Famous reaction എന്നല്ല, Woods reaction. ഓക്കെ മക്കളെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കേസിൽ രണ്ടും ആൽക്കൈൽ ഹാലൈഡല്ലേ എടുത്തത്. ഒന്ന് ആൽക്കൈൽ ഹാലൈഡും അടുത്തത് അറൈൽ ഹാലൈഡും എടുക്കുന്നു. എന്നിട്ട് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ എന്ത് ഫോം ചെയ്യും? യെസ്, ഒരു ആരോമാറ്റിക് റിങ്ങും അതുപോലെ ഒരു ആലിഫാറ്റിക് കോമ്പൗണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നു. മക്കൾ ഈ റിയാക്ഷൻ എന്താ വിളിക്കുന്നത്? യെസ്, ഈ റിയാക്ഷൻ എന്താ വിളിക്കുക? യെസ്, Woods Fittig reaction. Woods Fittig reaction. Okay, Woods Fittig reaction. യെസ്, നെക്സ്റ്റ്. സോ അമേസിങ് വളരെ ഈസിയാണ് നമുക്ക് പഠിക്കാൻ. കാരണം എല്ലാത്തിനും ഒരു സിമിലാരിറ്റി ഉണ്ട്. അതൊന്നും നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മതി. യെസ്, എന്തിൻ്റെ പ്രസൻസിലാണ് മക്കളെ? ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലല്ലേ? ഓക്കെ, എന്ത് കിട്ടും? യെസ്, ഇവിടെയും NaX റിമൂവ് ചെയ്യും. 2 ബെൻസീൻ റിങ് കണക്ട് ചെയ്യും. മക്കളെ എന്ത് കണക്ട് ചെയ്യും? 2 ബെൻസീൻ റിങ് കണക്ട് ചെയ്യും. ഈ റിയാക്ഷൻ എന്താ വിളിക്കുക? യെസ്, ഫിറ്റിക് റിയാക്ഷൻ. എന്ത് വിളിക്കും? ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട മറ്റു റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ, ദെൻ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, നെക്സ്റ്റ് വൺ ഫിറ്റിക് റിയാക്ഷൻ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ എന്താ പ്രൊഡക്റ്റ്? യെസ്, CH3CH2Br. CH3CH2Br. നമ്മൾ 2 മോൾ എടുക്കുക. യെസ്, NA എടുക്കുന്നു. എന്ത് റിമൂവ് ചെയ്യും? NaBr റിമൂവ് ചെയ്യും. പ്രൊഡക്റ്റ് എന്താ? CH3CH2CH3. ഓക്കെ, യെസ്, റൈറ്റ് ഇക്വേഷൻ ഷോയിങ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആൻഡ് ഫിറ്റിക് റിയാക്ഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് മക്കളെ, SN1 റിയാക്ഷനും SN2 റിയാക്ഷനും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹലോ ആൽക്കൈൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റിയാക്ഷൻ ആണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. നമ്മൾ 2 ബ്രോമോ പെൻറ്റെയിൻ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, 2 ബ്രോമോ പെൻറ്റെയിൻ, CH2, ഇതല്ലേ 2 ബ്രോമോ പെൻറ്റെയിൻ. യെസ്, എന്നിട്ട് അതിലേക്ക് എന്താ ആഡ് ചെയ്യുന്നു? ആൽക്കഹോളിക് KOH. എന്താ ആഡ് ചെയ്യുന്നത്? ആൽക്കഹോളിക് KOH. മക്കളെ, ആൽക്കൈൽ ഹാലൈഡിലേക്ക് ആൽക്കഹോളിക് KOH എന്ന റിയാജന്റ് ആഡ് ചെയ്താൽ മക്കളെ എന്ത് റിയാക്ഷനാണ് നടക്കുക? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. മക്കളെ, ഈ റിയാക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? യെസ്, ഇതിനെന്ത് വിളിക്കും? വേറൊരു പേര്. യെസ്, ഡീഹൈഡ്രോ ഹാലജിനേഷൻ. എന്താ വിളിക്കുക? ഡീഹൈഡ്രോ ഹാലജിനേഷൻ. അപ്പോൾ നമ്മൾ എന്താ റിമൂവ് ചെയ്യേണ്ടത്? ഹൈഡ്രജനും ഹാലജനും റിമൂവ് ചെയ്യണം. ഹൈഡ്രജൻ എവിടെ നിന്ന് റിമൂവ് ചെയ്യണം? നോക്കൂ നിങ്ങൾ ഇവിടെ ഈ പൊസിഷൻ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ അല്ലേ ആൽഫ? യെസ്. അപ്പോൾ ഇവിടെ ഒരു ബീറ്റ ഇല്ലേ? യെസ്. ഇവിടെ ഒരു ബീറ്റ ഇല്ലേ? യെസ്. എത്ര ബീറ്റ ഉണ്ട്? 2 ബീറ്റ. അപ്പോൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാകും? 2 പ്രൊഡക്റ്റ്. 2 പ്രൊഡക്റ്റ് നമുക്ക് എഴുതാം. നമ്മൾ എത്രയോ തവണ ഡിസ്കസ് ചെയ്ത റിയാക്ഷനാണിത്. നമ്മൾ എത്രയോ തവണ പരിചയപ്പെട്ട റിയാക്ഷനാണിത്. CH2 CH3 ഒരു പ്രൊഡക്റ്റ് എവിടുന്നാ റിമൂവ് ചെയ്തത്? ഇതാ ഇവിടുന്ന് H റിമൂവ് ചെയ്തു, ഇവിടുന്ന് Br റിമൂവ് ചെയ്തു. കറക്റ്റ്. ഇനി അടുത്തത് ഇവിടുന്ന് Br റിമൂവ് ചെയ്യാം, ഇവിടുന്ന് H റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? CH2 ഡബിൾ ബോണ്ട് CH3. മക്കളെ, ഫസ്റ്റ് പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരെന്താ? പെൻറ്റ് 1,2. പെൻറ്റ് നമ്മൾ എത്രയോ തവണ കണ്ട റിയാക്ഷനാണിത്. പെൻറ്റ് 2-ene. ഇത് പെൻറ്റ് 1-ene. മക്കളെ, ഏത് പ്രൊഡക്റ്റാണ് മേജർ പ്രൊഡക്റ്റ്? പെൻറ്റ് 2-ene is the major product, പെൻറ്റ് 1 is the minor product. മക്കളെ, ഏതാണ് റൂൾ? കമോൺ, ഏതാണ് റൂൾ? സൈഡ്സ് ഓഫ് റൂൾ. മക്കളെ, എന്താ ഈ സൈഡ്സ് ഓഫ് റൂൾ പറയുന്നത്? ഇൻ ദി ഡീഹൈഡ്രോഹാലജിനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്, ഈ ഡബിൾ ബോണ്ടിൽ നോക്കൂ, ഈ ഡബിൾ ബോണ്ട് നോക്കൂ, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. എന്നാൽ ഈ ഡബിൾ ബോണ്ടിലോ ഒരൊറ്റ ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡീഹൈഡ്രോ
ഹാലജനേഷൻ റിയാക്ഷനിൽ ഡബിൾ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുള്ള ആൽക്കീനാണ് ഏറ്റവും സ്റ്റേബിൾ. ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷനിൽ ഡബിൾ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുള്ള ആൽക്കീനാണ് ഏറ്റവും സ്റ്റേബിൾ. ഈ റൂളിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈസ് ഓഫ് റൂൾ. ഇൻ ദി ഡീഹൈഡ്രോ ഹാലജനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്, more number of alkyl substituted alkene is the major product. Yes. ഓക്കെ, അപ്പോൾ നമ്മൾ സൈസ് ഓഫ് റൂൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു. എക്സ്പ്ലെയിൻ ഹലോഫോം റിയാക്ഷൻ. എക്സ്പ്ലെയിൻ ഹലോഫോം റിയാക്ഷൻ. ഈ ഹലോഫോം റിയാക്ഷൻ ഓർ അയഡോഫോം റിയാക്ഷൻ, ഇത് ആൻസർ ആരാണ്? ഇത് ആൻസർ ചെയ്യുക ആൽഡിഹൈഡ് ആൻസർ ചെയ്യും, കീറ്റോൺ ആൻസർ ചെയ്യും. അതിൽ ഏത് ഗ്രൂപ്പ് വേണം? CH3CO ഗ്രൂപ്പ്. CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ ആൻസർ ചെയ്യും. അപ്പം നമ്മൾ ഒരു കീറ്റോൺ എടുക്കുന്നു, CH3CO. ഓക്കെ, ഹലോഫോം റിയാക്ഷൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു I2NaOH അല്ലെങ്കിൽ NaOI. ഇപ്പോൾ X2NaOH ഹലോഫോം ചോദിക്കുമ്പോൾ എന്ത് എഴുതണം? X2NaOH. മക്കളെ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുക, ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് ആ പൊസിഷനിൽ ആര് വരും? നമ്മളെ ഹാലജൻ വരും. ഇവിടെ ആഡിൻ ആയതുകൊണ്ട് I3 എന്നെടുക്കുന്നു. ഇങ്ങനൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഹൈഡ്രോലൈസിസ് ചെയ്യുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇവിടെ ബ്രേക്ക് ചെയ്യും. നമുക്ക് സിമ്പിൾ ഇങ്ങനെ എഴുതാം, ഇവിടെ H വരുന്നു, ഇവിടെ OH വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് ഹൈഡ്രോലൈസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ത് കിട്ടി? CHI3 പ്ലസ് CH3 ആഫ്റ്റർ ഹൈഡ്രോലൈസിസ് CH3COH. സോ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് അയഡോഫോം റിയാക്ഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ ആൽഫ ഹൈഡ്രജനെ പിടിക്കുക, ആൽഫ ഹൈഡ്രജനെ മാറ്റിയിട്ട് അയഡിനെ വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഹലോഫോം അയഡോഫോം ഉണ്ടാക്കുക. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഹലോഫോം റിയാക്ഷൻ. പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹലോഫോം റിയാക്ഷൻ. നെക്സ്റ്റ്, പ്രൊപ്പീൻ, അതിലേക്ക് BH2 ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു. മക്കൾ, ഈ റിയാക്ഷൻ ആണ് ഇത് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, നോക്കൂ, BH2 അല്ലേ, ആ ബോറോണിൽ 3 ബോണ്ടല്ലേ ഉള്ളത്? ബോറോണിൽ എത്ര ബോണ്ടാണ് ഉള്ളത്? 3 ബോണ്ട്. ആ 3 ബോണ്ടിൽ ആരാ ഉള്ളത്? ഓരോന്നിലും HH. ഇതിൽ ഇവിടെ എത്ര പ്രൊപ്പീൻ ഉണ്ട്? 3 പ്രൊപ്പീൻ. ഒരു പ്രൊപ്പീനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക, അപ്പോൾ H ആഡ് ചെയ്ത് പ്രൊപ്പൈനായി മാറിയില്ലേ? യെസ്. അപ്പോൾ എന്ത് കിട്ടി? CH2 CH3. അഗെയിൻ ഇവിടെ CH2 CH3, then CH2 ഇതിനെ എന്ത് വിളിക്കുന്നത്? ട്രൈ ആൽക്കൈൽ ബൊറൈൻ. അപ്പോൾ A എന്നുള്ള പ്രൊഡക്റ്റ് എന്താ? B എന്നിട്ട് CH3 3 ടൈംസ് ട്രൈ ആൽക്കൈൽ ബൊറൈൻ ആണ് കിട്ടിയിരിക്കുന്നത് A. ഇനി ഇതിനെ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ ഇവിടെ OI ഇവിടെ H, ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് ഓക്സിഡേഷൻ നടത്തി ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ OH വരും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താ കിട്ടുക? CH2OH 3 ടൈംസ് പ്ലസ് ബൈ പ്രൊഡക്റ്റ് H3BO3 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ റിയാക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് BH3യിലെ H മാറ്റിയിട്ട് ആ Hന്റെ പൊസിഷനിൽ ഏത് ആൽക്കീനാണോ അതിന് കറസ്പോണ്ടിങ് ആൽക്കൈൻ എഴുതുക. അപ്പോൾ ട്രൈ ആൽക്കൈൽ ബൊറൈൻ. ഇനി ഹൈഡ്രോലൈസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് അതിൽ നമ്മൾ OHനെ ആഡ് ചെയ്യുക. ഇനി നോക്കൂ, ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഏതുപോലെ ഉണ്ടാകും? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്ത്? നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്തൂടെ നമുക്ക് ഇവിടെ Hഉം ഇവിടെ OHഉം ആഡ് ചെയ്തതുപോലെയല്ലേ പ്രൊഡക്റ്റ്? ഇവിടെ Hഉം ഇവിടെ OHഉം ആഡ് ചെയ്തത് പോലെയല്ലേ പ്രൊഡക്റ്റ് ഉള്ളത്? യെസ്. ആൻറ്റി മാർക്കോ നിക്കോസ് അഡീഷൻ ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ പ്രൊപ്പീൻ തന്ന് ഈ റിയാജന് തന്ന് H2O2 OH എന്ന പ്രൊഡക്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്? ആൻറ്റി മാർക്കോ നിക്കോസ് റൂളിൽ വാട്ടർ മോളിക്യൂൾ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, Lucas test to identify the primary, secondary, tertiary alcohol. മക്കളെ, Lucas test ഏതാ? Lucas test anhydrous zinc chloride plus concentrated HCl. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? anhydrous zinc chloride plus concentrated അല്ലെങ്കിൽ HCl. This is known as Lucas test. ഈ ടെസ്റ്റ് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുക?
യെസ് ടെർഷറി ആൽക്കഹോളിലോട്ട് ലൂക്കാസ് റിയാജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി ഉണ്ടാകും. ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി. ഈ റിയാക്ഷൻ എഴുതി പഠിക്കണേ. യെസ് സെക്കൻഡ് ഡിഗ്രി ആൽക്കഹോൾ വളരെ ഇമ്പോർട്ടൻറ്റ്, പഠിക്കാത്ത എക്സാം ഹാളിലേക്ക് പോകാനേ പാടില്ല. സെക്കൻഡ് ഡിഗ്രി ആൽക്കഹോളിലോട്ട് ലൂക്കാസ് റിയാജൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെർബിഡിറ്റി ഉണ്ടാകും ആഫ്റ്റർ 5 to 10 minutes. ഓക്കെ. എന്നാൽ പ്രൈമറി ആൽക്കഹോളിലോട്ട് മക്കളെ ലൂക്കാസ് റിയാജൻ ആഡ് ചെയ്യുന്നുണ്ടാവും. നോ ടെർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. Primary alcohol Lucas reagent immediate turbidity. Secondary alcohol Lucas reagent turbidity after 5 to 10 minutes. Primary alcohol no turbidity at room temperature. Correct? മക്കളെ, അപ്പോൾ ഈ ടെസ്റ്റ് നമ്മൾ എന്തിനു യൂസ് ചെയ്യും? യെസ്, ഐഡൻറ്റിഫൈ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾ. ഇവിടെ എന്താ നടക്കുക? ആൽക്കഹോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? HCl റിയാക്ട് ചെയ്യും. എന്ത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ? സിങ്ക് ക്ലോറൈഡ് കാറ്റലിസ്റ്റ് ഈ OH ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ OHും ഈ Hഉം എന്ത് റിമൂവ് ചെയ്യും? വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യും. എന്ത് കിട്ടും? RCl+H2O. ഇതാണ് എന്ത് സംഭവിക്കുന്നത്? ടെർബിഡിറ്റി ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ലൂക്കാസ് ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് between primary, secondary, tertiary alcohol. Next, amazing reaction, Reimer-Tiemann reaction. സയൻറ്റിസ്റ്റിൻ്റെ നെയിം വരുന്ന എല്ലാ റിയാക്ഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്പം റിയാക്ഷനേ ഉള്ളൂ, ഒന്ന് പഠിച്ചിരിക്കണം. റിയാക്ഷൻ എഴുതി പഠിക്കുക. നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് ഒന്ന് പഠിക്കണമെന്നേ ഉള്ളൂ. യെസ്, Reimer-Tiemann reaction. So amazing reaction, really amazing. ഫീനോൾ നമ്മൾ എടുക്കുന്നു. യെസ്, എന്നിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നു? ഫിനോളിലേക്ക് എന്താ ചെയ്യണം? NaOHും ക്ലോറോഫോമും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ CHO ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ് ഏത്? Reimer-Tiemann റിയാക്ഷൻ. ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് പഠിക്കണേ. ഇതാ ഫീനോൾ. അതിലേക്ക് ഏത് റിയാക്ഷൻ്റെ ആഡ് ചെയ്യുന്നത്? NaOHും ക്ലോറോഫോമും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ CHO ഗ്രൂപ്പ് വരും. ഓക്കെ, ഈ കോമ്പൗണ്ട് നമ്മൾ എന്താ വിളിക്കുന്നത്? അമേസിങ്, റിയലി അമേസിങ് കോമ്പൗണ്ട്. മക്കളെ, ഈ കോമ്പൗണ്ട് എന്ത് വിളിക്കും? ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡ് ആണ്, സാലിസിലാൽഡിഹൈഡ്. ഈ Reimer-Tiemann റിയാക്ഷനോട് കൂടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നാണ്, ഫസ്റ്റ് നമ്മൾ ഫീനോളിലേക്ക് NaOH ആഡ് ചെയ്തു. യെസ്, എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തു. എന്നിട്ട് ഹൈഡ്രോളിസ് റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ COH കിട്ടും. ഇതാ കോമ്പൗണ്ട് സാലിസിലിക് ആസിഡ്. ഈ റിയാക്ഷൻ ഏതാ? Reimer-Tiemann റിയാക്ഷൻ. എന്നാൽ മക്കളെ, ഈ റിയാക്ഷൻ ഏതാ? കമോൺ, ഈ റിയാക്ഷൻ ഏതാ? കോൾപ്സ് റിയാക്ഷൻ. Reimer-Tiemann റിയാക്ഷനോട് കൂടി ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ട റിയാക്ഷനാണത് കോൾപ്സ് റിയാക്ഷൻ. കാരണം രണ്ടും നമുക്ക് ആൾമോസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കുമ്പം നമ്മുടെ മനസ്സിൽ അത് പെട്ടെന്ന് നിൽക്കും. ഓക്കെ, നെക്സ്റ്റ്, predict the product obtained by the reaction of 2-methoxy-2-methyl propane. ഓക്കെ, നോക്കൂ, ഇവിടെ ഇത് ഈതറാണ്. ഈതറിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ നെയിം ചെയ്യുക? ഈതറിൻ്റെ കേസിൽ ഇതിൽ ലോങ്ങസ്റ്റ് ചെയിൻ നോക്കൂ, CH3OCH3. ഓക്സിജൻ്റെ രണ്ട് സൈഡിലുള്ള ലോങ്ങസ്റ്റ് ചെയിൻ നോക്കുക. അപ്പോൾ ഇതാണ് അതിൽ ലോങ്ങസ്റ്റ് ചെയിൻ, ഇതല്ലേ? യെസ്, ഇവിടെ എന്ത് കൊടുക്കുക? 1, ഇവിടെ എന്ത് കൊടുക്കുക? 2, ഇവിടെ എന്ത് കൊടുക്കുക? 3. അപ്പോൾ 2ൽ ഏത് ഗ്രൂപ്പ് വന്നു? കണ്ടില്ലേ, 2ൽ ഏത് ഗ്രൂപ്പ് വന്നു? മിഥോക്സി ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ 2ൽ ഏത് ഗ്രൂപ്പ് ഉണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2-methoxy-2-methyl propane. ഇതാരുമായിട്ട് റിയാക്ഷൻ? HIയുമായിട്ടുള്ള റിയാക്ഷനാണ്. ഈതറിൻ്റെ HIയുമായിട്ടുള്ള ക്ലീവേജ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു റിയാക്ഷനാണ് ഈതറിൻ്റെ ക്ലീവേജ്. നോക്കണേ, വളരെ സിമ്പിളാണ്. നമ്മൾ ഇങ്ങനെ നോക്കുക, ഈ ഓക്സിജൻ്റെ ലെഫ്റ്റിലേക്കും ഓക്സിജൻ്റെ റൈറ്റിലേക്കും നോക്കുക. ഓക്സിജൻ്റെ ലെഫ്റ്റിലേക്ക്, ഓക്സിജൻ റൈറ്റിലേക്ക്. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്താൽ എന്ത് ഫോം ചെയ്യും?
സ്റ്റേബിൾ കാർബോകാറ്റോണിലെ ഫോം ചെയ്യുന്നത്. സ്റ്റേബിൾ കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യുക. എസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേബിൾ കാർബോകാറ്റോൺ കിട്ടി. അപ്പോൾ നമ്മൾ എഴുതുന്നു CH3 ഇവിടെ പ്ലസ്, ആ പ്ലസ്സിലേക്ക് I, അപ്പോൾ CH3 O മൈനസിൽ ഓയിലേക്ക് H. ഇനി നമുക്കൊരു റിയാക്ഷൻ തരികയാണ്, നോക്കണേ. CH3 CH2 O CH3 HI. നോക്കൂ മക്കളെ, ഇവിടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? മീഥൈൽ കാർബോകാറ്റോൺ. ബ്രേക്ക് ചെയ്യരുത്, അൺസ്റ്റേബിൾ ആണ്. ഇവിടെ ബ്രേക്ക് ചെയ്താൽ എന്താ കിട്ടുക? ഈഥൈൽ കാർബോകാറ്റോൺ. ബ്രേക്ക് ചെയ്യരുത്, ഹൈലി സ്റ്റേബിൾ ടെർഷറി കാർബോകാറ്റോണോ ബെൻസൈൽ കാർബോകാറ്റോണോ കിട്ടുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ കേസിൽ ഈ I- നമ്മൾ എവിടെ ആഡ് ചെയ്യുക? സിമ്പിൾ ഗ്രൂപ്പിൻ്റെ കൂടെ ആഡ് ചെയ്യുക. തടിമാടനെ സിമ്പിൾ ഗ്രൂപ്പിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് CH3I. അപ്പോൾ അവിടെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. CH3 CH2 OH. കറക്റ്റ് അല്ലേ? റിയാക്ഷൻ രണ്ടും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേബിൾ കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നുണ്ടോ എങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്യുക. കാർബൺ പ്ലസ് ചാർ അങ്ങോട്ട് ആരെ കൊണ്ടുവരിക? I- കൊണ്ടുവരിക. അല്ലെങ്കിൽ നമ്മൾ ന്യൂക്ലിയോഫൈലിനെ സിമ്പിൾ ഗ്രൂപ്പിൻ്റെ കൂടെ ആഡ് ചെയ്യുക. രണ്ടും പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. Write the structure IUPAC's new product for reaction of propanone with Grignard reagent. Propanone with Grignard reagent. മക്കളെ ശ്രദ്ധിക്കണേ, കീറ്റോൺ ഗ്രിഗ്നാർഡ് റിയാജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊപ്പനോൺ, ഇതാണ് പ്രൊപ്പനോൺ, ഇതിലേക്ക് ഗ്രിഗ്നാർഡ് റിയാജൻറ്റ് ആഡ് ചെയ്യുന്നു. ഗ്രിഗ്നാർഡ് റിയാജൻറ്റ് CH3MgBr. എന്താണ് പ്രൊഡക്റ്റ്? ഇതാ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ട്രിക്ക് യൂസ് ചെയ്യാം. ഇത് ഏത് പാർട്ടാ? ഇത് ഗ്രിഗ്നാർഡ് റിയാജൻറ്റിലെ കാർബൺ അല്ലേ? ഇത് നമുക്ക് ഓർഗാനിക് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനെന്ത് വിളിക്കാം? ഇനോർഗാനിക്. സിമ്പിളി വിളിക്കുക, നമ്മൾ ഓർഗാനിക്. ട്രിക്ക് മാത്രമാണ് ഇനോർഗാനിക്. ഓക്കെ, ഈ പാർട്ട് ഏതാ? ഓർഗാനിക്. അപ്പോൾ MgBr പാർട്ട് ഏതാ? ഇനോർഗാനിക്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഗിവൺ കോമ്പൗണ്ടിലെ ഗിവൺ കീറ്റോണിലെയും ആൽഡിഹൈഡിലെയും ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട്. നെക്സ്റ്റ്, ഈ പാർട്ടിലെ കാർബൺ ഓർഗാനിക് പാർട്ടിനെ കൂടെ ആഡ് ചെയ്യുക, ഇനോർഗാനിക് പാർട്ടിനെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ട്രിക്ക് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട്. O means organic part with organic part, inorganic part with inorganic part, MgBr. Double bond becomes single bond, O in followed by hydrolysis. ഇനി ഹൈഡ്രോളിസിസ് ചെയ്യാം. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. OH. മക്കൾ എന്ത് കിട്ടി? പ്രൊഡക്റ്റ് CH3 OH. ടെർഷറി ആൽക്കോഹോൾ. എന്താണ് ബൈ പ്രൊഡക്റ്റ്? MgBr OH. ഓക്കെ, പ്രൊഡക്റ്റ് എന്താ കിട്ടുന്നത്? ടെർഷറി ആൽക്കോഹോൾ. നോക്കണേ, അസറ്റാൽഡിഹൈഡ് പ്ലസ് ഗ്രിഗ്നാർഡ് റിയാജൻ. ആൽഡിഹൈഡിലേക്കും കീറ്റോണിലേക്കാണ് ഗ്രിഗ്നാർഡ് റിയാജന്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ യെസ്, ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട്, O in followed by hydrolysis. Double bond becomes single bond. മക്കൾ എന്ത് വേണം? ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട്, O in organic part, inorganic part, followed by hydrolysis, HOH. Correct? Second degree alcohol. Correct അല്ലേ മക്കൾ? അങ്ങനെയെങ്കിൽ കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് സീരീസിലെ കുഞ്ഞുവാവ എടുക്കാം. ആൽഡിഹൈഡ് സീരീസിലെ കുഞ്ഞുവാവ ഏതാണ്? ഫോർമാൽഡിഹൈഡ്. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? ഗ്രിഗ്നാർഡ് റിയാജൻ CH3MgBr. മക്കൾ എന്താ സംഭവിക്കുക? യെസ്, ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട്. നെക്സ്റ്റ്, organic part with organic part, O in double bond becomes single bond, O in followed by hydrolysis. മക്കൾ എന്ത് കിട്ടി? പ്രൊഡക്റ്റ് CH3 OH MgBr OH. പെട്ടെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഫോർമാൽഡിഹൈഡ് പ്രൈമറി ആൽക്കോഹോൾ, അസറ്റാൽഡിഹൈഡ് സെക്കൻഡറി ആൽക്കോഹോൾ, അസറ്റോൺ ടെർഷ്യറി ആൽക്കോഹോൾ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻസ്. അമേസിംഗ് റിയാക്ഷൻ. മക്കൾ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് ടോളുവിനിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ
എസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കാർബൺ മോണോക്സൈഡും HCl നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നത് N-ഹൈഡ്രസ് AlCl3 എന്നുള്ള കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഇതൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. CH3 ഗ്രൂപ്പ് എന്തായിട്ട് മാറും? CHO ഗ്രൂപ്പ്. ഈ റിയാക്ഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്? ഗട്ടർമാൻ റിയാക്ഷൻ. അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന മറ്റൊരു റിയാജൻ്റ് ആണ് ക്രോമൈൽ ക്ലോറൈഡ് Cr2O2Cl2 സോൾവെന്റ് CS2. ഇതും എന്ത് മാറ്റും? CH3-ലെ 2 ഹൈഡ്രജനെ മാറുന്നു, അങ്ങോട്ട് ഓക്സിജൻ വരും. മക്കൾ ഈ റിയാക്ഷൻ എന്താ വിളിക്കുക? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഈ റിയാക്ഷൻ എന്താ വിളിക്കുക? എറ്റാർഡ്സ് റിയാക്ഷൻ. താഴത്തെ റിയാക്ഷൻ എന്താ വിളിക്കുക? എറ്റാർഡ്സ് റിയാക്ഷൻ. ഇതെന്താ വിളിക്കുക? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. നിങ്ങൾ നോക്കൂ, ആ ഗട്ടർമാൻ കോച്ച് റിയാക്ഷനിലേക്ക് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ട്രിക്ക് പറയാം. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. യെസ്, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. ഇതിൽ നോക്കൂ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ്റെ റിയാജൻ്റ് ഏതാ? കണ്ടില്ലേ നിങ്ങൾ? ഗട്ടർമാൻ കാർബൺ മോണോക്സൈഡ്. അടുത്തതേതാ? H വരുന്ന ഏതാ? HCl. നമുക്കങ്ങനെ റിയാജൻ്റ് ഏതാണെന്ന് മെമ്മറൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗട്ടർമാൻ കോച്ചിലേക്ക് നോക്കുക. അവിടെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ആര്? കാർബൺ മോണോക്സൈഡ്. പിന്നെ H വരുന്ന ഏതാ? HCl. പിന്നെ കാറ്റലിസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ? N-ഹൈഡ്രസ് AlCl3. മക്കളെ, എറ്റാർഡ് റിയാക്ഷൻ എന്ത് റിയാക്ഷനാണ്? ടൊളുവിനെ എന്താക്കി മാറ്റുന്ന റിയാക്ഷനാണ്? ആൽഡിഹൈഡ്. ടൊളുവിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് എറ്റാർഡ്സ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ കണ്ടാൽ ഉടനെ ഓർക്കണം, ഇതാ ഈ റിയാക്ഷൻ മക്കളെ എന്തിനുള്ളതാണ്? T4 ടൊളുവിൻ എന്താക്കാനുള്ളതാണ്? യെസ്, ആൽഡിഹൈഡ്. എറ്റാർഡ് റിയാക്ഷൻ, ഈ റിയാക്ഷൻ ടൊളുവിനെ ആൽഡിഹൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ളത്. എറ്റാർഡ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ വരെ കയറണം, ഈ റിയാക്ഷൻ ടൊളുവിനെ ആൽഡിഹൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. Aldehyde is more reactive than ketone towards nucleophilic addition reaction. ഓക്കെ, നമ്മൾ ആൽഡിഹൈഡ് എടുക്കുക. ആൽഡിഹൈഡ് എടുത്തു കഴിഞ്ഞാൽ മക്കളെ അതിലെന്താ സംഭവിക്കുന്നത്? ആൽഡിഹൈഡിൽ RCHO. ഇതിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ നമ്പർ കുറവാണ്. നമ്പർ 2, ബൾക്കി ഗ്രൂപ്പിൻ്റെ നമ്പറും കുറവാണ്. സ്റ്റെറിക് റിപ്പൽഷനും കുറവാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ നമ്പറും കുറവാണ്. അതുകൊണ്ട് ആൽഡിഹൈഡിന് മോർ റിയാക്റ്റീവ് ആയിരിക്കും ആരെക്കാൾ? കീറ്റോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കീറ്റോണിൽ 2 ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്, കീറ്റോണിൽ 2 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ആൽഡിഹൈഡിൽ 1 ബൾക്കി ഗ്രൂപ്പേ ഉള്ളൂ, 1 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പേ ഉള്ളൂ. യെസ്, നെക്സ്റ്റ്. ആൽഡിഹൈഡും ആൽക്കോളും കമ്പയർ ചെയ്താൽ ഏതിനാ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ആൽക്കോൾ, ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ട്. അഡീഷൻ റിയാക്ഷൻ ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫർ യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ആൽഡിഹൈഡ്. പഠിക്കണം, സോഡിയം ബൈസൾഫേറ്റ് ആൽഡിഹൈഡുമായുള്ള റിയാക്ഷൻ. ആ റിയാക്ഷൻ നിങ്ങൾ എഴുതി നോക്കണേ. സോഡിയം ബൈസൾഫേറ്റ് ആൽഡിഹൈഡുമായുള്ള റിയാക്ഷൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് ആൽഡിഹൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊന്നാണ് HCN-ഉമായുള്ള റിയാക്ഷൻ. അത് സിന്തറ്റിക് ഇൻ്റർമീഡിയറ്റ് ആണ്. ഒരുപാട് റിയാക്ഷൻ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടാണ് ഇത്. ഈ HCN-ഉമായി റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന സയാനോഹൈഡ്രേറ്റ്. ഇവിടെ എന്താ ഫോം ചെയ്ത പ്രൊഡക്റ്റ്? സോഡിയം ബൈസൾഫൈറ്റ്. നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്താണിത്, നിങ്ങൾ നോക്കണേ. സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ പ്രൊഡക്റ്റ്. ആ പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ പ്രൊഡക്റ്റ്. ഇതിന് ഇമ്പോർട്ടൻ്റ് എന്നാ പ്യൂരിഫിക്കേഷൻ ഓഫ് ആൽഡിഹൈഡ്. എന്നാൽ HCN ബേസ് മീഡിയത്തിലോ അത് ഒരുപാട് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് ഇത് നമ്മൾ എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഐഡൻറ്റിഫൈ ദി പ്രൊഡക്റ്റ് ഓഫ് ദി റിയാക്ഷൻ. യെസ്, നമുക്കത് ഏത് റിയാക്ഷനാണ്? നോക്കൂ നിങ്ങൾ, ഒരു ആൽഡിഹൈഡാണ്. ഈ ആൽഡിഹൈഡിൽ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. യെസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ്. ആൽഡിഹൈഡ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ കോൺസെൻട്രേറ്റഡ് NaOH-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. മക്കളെ ഈ റിയാക്ഷൻ നമ്മൾ എന്താ വിളിക്കുക? ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ്, ഈ റിയാക്ഷൻ എന്ത് വിളിക്കും? കാനിസാറോ റിയാക്ഷൻ. എന്താ വിളിക്കുക? കാനിസാറോ റിയാക്ഷൻ ഈസ് ഗിവൺ ബൈ ആൽഡിഹൈഡ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഒരു ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ഫോമിൽ എഴുതുക, അടുത്ത അതേ ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോളാക്കി എഴുതുക. അപ്പോൾ ഇത് ഏതൊക്കെ ആൻസർ ചെയ്യും? നോക്കൂ, ഇവിടെ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ആൻസർ ചെയ്യും. അതുപോലെ ഏതാരും ആൻസർ ചെയ്യും? ഫോർമാൽഡിഹൈഡും ആൻസർ ചെയ്യും. ഫോർമാൽഡിഹൈഡും ബെൻസാൽഡിഹൈഡും ഏത് ടെസ്റ്റ് ആൻസർ ചെയ്യും? യെസ്, ഏത് ടെസ്റ്റ് ആൻസർ ചെയ്യും? കാനിസാറോ റിയാക്ഷൻസ് ആൻസർ ചെയ്യും. ആരോമാറ്റിക് ആൽഡിഹൈഡ് undergo electrophilic substitution reaction.
റൈറ്റ് നൈട്രേഷൻ യെസ് ബെൻസാൾഡിഹൈഡ് നമ്മൾ ബെൻസാൾഡിഹൈഡ് എടുക്കുന്നു ബെൻസാൾഡിഹൈഡ് CHO മക്കളെ ഈ ഗ്രൂപ്പ് ഈ CHO ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാ മെറ്റാ ഡിറക്റ്റിംഗ് ഗ്രൂപ്പാണ് എന്ത് ഗ്രൂപ്പാണ് മെറ്റാ ഡിറക്റ്റിംഗ് ഗ്രൂപ്പാണ് യെസ് ആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ആണോ ഈ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പ് ആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് യെസ് ഇതിന് നൈട്രേഷൻ നടത്തുന്നു നമ്മൾ എന്താ ആഡ് ചെയ്യുക HNO3+ H2SO4 ആഡ് ചെയ്യുന്നു HNO3+ H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CHOയുടെ മെറ്റാ പൊസിഷൻ ആര് വരും NO2 ഗ്രൂപ്പ് വരും കറക്റ്റ് അല്ലേ യെസ് നമ്മൾ അടുത്ത റിയാക്ഷനിലേക്ക് വരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ഫോർമാൽഡിഹൈഡ് പ്ലസ് ഗ്രിഗ്നാർ റിയാക്ഷൻ ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട് OO in followed by hydrolysis എന്നാൽ നമ്മുടെ മോട്ടോ ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട് OO in followed by hydrolysis സെയിം റിയാക്ഷൻ തന്നെയാണ് ഇവിടെയും നമ്മൾ എഴുതിയിരിക്കുന്നത് ഓക്കെ രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത റിയാക്ഷൻ തന്നെയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സാലിസിലിക് ആസിഡ് ഏതാ സാലിസിലിക് ആസിഡ് യെസ് കോൾബ് റിയാക്ഷനിലൂടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് സാലിസിലിക് ആസിഡ് ഇത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അസറ്റിക് എൻഹൈഡ്രേറ്റ് ആസിഡിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്താൽ നമുക്ക് അസറ്റിക് എൻഹൈഡ്രേറ്റ് ഫോം ചെയ്യും മക്കൾ എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാവുക ഇതിലെ ഈ ആൽക്കഹോളിലെ ഈ OHലെ Hഉം ഇവിടെ ആരും റിമൂവ് ചെയ്യും CH ഇത് COHും അങ്ങനെ ആസിഡ് റിമൂവ് ചെയ്തു നമുക്ക് ഇടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും ഇവിടെ COOH ഇവിടെ ഓയിൽ ആര് വരും COCH3 ഇതിനെന്താ വിളിക്കുക അസറ്റൈൽ സാലിസിലിക് ആസിഡ് മക്കൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് മക്കൾ ഏതാ കോമ്പൗണ്ട് ഇറ്റ്സ് അമേസിംഗ് റിയലി അമേസിംഗ് ഏതാ കോമ്പൗണ്ട് ആസ്പിരിൻ ഏതാണ് കോമ്പൗണ്ട് ആസ്പിരിൻ മക്കൾ നമ്മൾ ആസ്പിരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡ് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആസ്പിരിൻ മക്കൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു യെസ് ഫോർമാൽഡിഹൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതാ റിയാക്ഷൻ ഓക്കെ ഈ റിയാക്ഷൻ എന്താ വിളിക്കുക കാനിസാറോ റിയാക്ഷൻ ഒന്ന് സാൾട്ട് HCOO -Na പ്ലസ് അടുത്തത് CH3OH മക്കൾ ഏതാ റിയാക്ഷൻ കാനിസാറോ റിയാക്ഷൻ മക്കൾ അടുത്ത റിയാക്ഷൻ അമേസിംഗ് റിയാക്ഷൻ ഏതാ റിയാക്ഷൻ ഇത് ആൽഡിഹൈഡ് വിത്ത് ആൽഫ ഹൈഡ്രജൻ മക്കളെ റിയാക്ഷൻ എന്താ വിളിക്കുക ആൾഡോൾ കണ്ടൻസേഷൻ അപ്പം നമ്മൾ ചെയ്യേണ്ടത് 2 മോളിക്യൂൾ ആൽഡിഹൈഡ് ആണുള്ളത് അത് ഒരു മോളിക്യൂൾ ആൽഡിഹൈഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ കാർബണൈൽ കാർബൺ ഇതാണ് കാർബണൈൽ കാർബൺ എന്നിട്ട് അടുത്ത കോമ്പൗണ്ടിൻ്റെ ആൽഫ ഹൈഡ്രജൻ എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ കോമ്പൗണ്ട് അതിൻ്റെ കാർബണൈൽ കാർബണും അടുത്ത കോമ്പൗണ്ട് ആൽഫ CH3 CH ഡബിൾ ബോണ്ട് O എന്താ ചെയ്തത് കാർബണൈൽ കാർബണിൽ നിന്ന് ഓക്സിജനും ഒരു കോമ്പൗണ്ടിലെ കാർബണൈൽ കാർബണിൽ നിന്ന് ഓക്സിജനും അടുത്തതിൽ നിന്ന് ആൽഫ ഹൈഡ്രജനും റിമൂവ് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും CH3 CH ഡബിൾ ബോണ്ട് CHCHO ഈ റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ആൾഡോൾ കണ്ടൻസേഷൻ കാനിസാറോ റിയാക്ഷനെ കൂടെ തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട റിയാക്ഷനാണ് ആൾഡോൾ കണ്ടൻസേഷൻ ഈസ് ഗിവൺ ബൈ ആൽഡിഹൈഡ് വിത്ത് ആൽഫ ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡ് യെസ് കാർബൺ ഡയോക്സൈഡ് ഏതാണ് C ഡബിൾ ബോണ്ട് O അതാരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് ഗ്രിഗ്നാർഡ് റിയാജൻ RMgX നമുക്ക് എന്ത് റിയാക്ഷൻ നടക്കും ഡബിൾ ബോണ്ട് ബിക്കം സിംഗിൾ ബോണ്ട് OO in followed by hydrolysis അപ്പോൾ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കി മാറ്റുന്നു ഇവിടെ O ഇവിടെ R ഇവിടെ MgX അതിൽ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുന്നു RCOOH പ്ലസ് MgXOH ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 65 മക്കൾ ഇതേതാ റിയാക്ഷൻ ഈ റിയാക്ഷൻ എന്താ വിളിക്കുക പ്രൈമറി അമൈൻ ആൽക്കഹോൾ റിയാക്ഷൻ അമൈഡിനെ കമോൺ അമൈഡ് പ്ലസ് ബ്രോമിൻ KOH ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ അമൈൻസിലെ റിയാക്ഷൻ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ അമൈഡിലേക്ക് ബ്രോമിനും KH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമൈൻ ഫോം ചെയ്യും പ്രൈമറി അമൈൻ ഫോം ചെയ്യും ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ
How is primary amine distinguished from secondary amine using a chemical test? മക്കളെ ഏതാ റിയാജൻ? പ്രൈമറി അമൈൻ സെക്കൻഡറി അമൈൻ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഹിൻസ്ബർഗ് റിയാജൻ, ഹിൻസ്ബർഗ് ടെസ്റ്റ് പഠിക്കണം. ഏതുപോലെ ലൂക്കാസ് ടെസ്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുത്ത് പഠിക്കേണ്ട ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഹിൻസ്ബർഗ് ടെസ്റ്റ് നമ്മൾ പ്രൈമറി അമൈൻ എടുക്കുന്നു, പ്രൈമറി അമൈനിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? ഹിൻസ്ബർഗ് റിയാജൻ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഏതാ ഹിൻസ്ബർഗ് റിയാജൻ? ബെൻസീൻ സൾഫോണൈൽ ക്ലോർ. ഏതാ ഹിൻസ്ബർഗ് റിയാജൻ? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഇവിടുന്ന് എച്ചും ഇവിടുന്ന് സി എല്ലും റിമൂവ് ചെയ്യും. ആൽക്കി RNH ഡബിൾ ബോണ്ട് O ബെൻസീൻ. എൻ ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ്. എൻ ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് ഇത് അസഡിക് കോമ്പൗണ്ട് ആണ്, ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക? NOH ആഡ് ചെയ്താൽ പ്രസിപ്പിറ്റേറ്റ് സോളുബിൾ ആകും. പ്രൈമറി അമീനിലേക്ക് നമ്മൾ ഹിൻസ്ബർഗ് റിയാജന്റ് ആഡ് ചെയ്യുന്നു. മക്കളെ എന്ത് കിട്ടും? ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക? സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, പ്രസിപ്പിറ്റേറ്റ് സോളുബിൾ ആകും. അതുപോലെ നമ്മൾ ഏതെടുക്കുന്നു? സെക്കൻഡ് ഡിഗ്രി അമീൻ എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഇവിടുന്ന് H ഇവിടുന്ന് Cl റിമൂവ് ചെയ്യുന്നു. എന്താ പ്രൊഡക്റ്റ്? RNS ഡബിൾ ബോണ്ട് O ബെൻസീൻ. എന്ത് കിട്ടി? N, come on, N, ഡൈ ആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ്. ഇതിലേക്ക് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റിന് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ശ്രദ്ധിക്കണേ, വാട്ട് ഈസ് ഹിൻസ്ബർഗ് റിയാജൻ? ഓർക്കണം, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, BSC ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. പ്രൈമറി അമീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താൽ പ്രസിപ്പിറ്റേറ്റ് സോളുബിൾ. സെക്കൻഡറി അമീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താൽ പ്രസിപ്പിറ്റേറ്റിന് ഒരു ചേഞ്ചും ഇല്ല. നെക്സ്റ്റ് ഇതാ അമൈൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, അസറ്റിക് ആസിഡിലേക്ക് അമോണിയ ആഡ് ചെയ്തു, സാൾട്ട് ഫോം ചെയ്തു. ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്ത് റിമൂവ് ചെയ്യും? ഇതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യും. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CH3CO NH2. യെസ്, അമൈഡിനെ ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ റിമൂവ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. അമൈഡ് ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ആസിഡ് കിട്ടി. മക്കൾ നെക്സ്റ്റ് റിയാക്ഷൻ നമ്മൾ കാനിസാറോ റിയാക്ഷൻ പറഞ്ഞതുപോലെ, ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്. അതിൽ ആരുണ്ട്? ആൽഫ ഹൈഡ്രജൻ. അതിലേക്ക് ബ്രോമിനോ ക്ലോറിനോ റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിലെ ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് അവിടത്തേക്ക് ബ്രോമിൻ വരും, അല്ലെങ്കിൽ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ വരും. യെസ്, അമേസിംഗ് റിയാക്ഷൻ. മക്കൾ ഈ റിയാക്ഷൻ നമ്മൾ എന്താ പറയുക? ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് സയൻറ്റിസ്റ്റിൻ്റെ നെയിമിലുള്ള എല്ലാ റിയാക്ഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. HVZ റിയാക്ഷൻ. സോ അമേസിംഗ് റിയാക്ഷൻ, ഹെൽ-വൽഹാർഡ് റിയാക്ഷൻ. ഈ റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കുക? HVZ റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നെയിം ദി ടെസ്റ്റ് യൂസ് പ്രൈമറി അമീൻ സെക്കൻഡറി. ഏതാ ടെസ്റ്റ്? പ്രൈമറി അമൈനെ യൂസ് ക്ലോറോഫോം ആൻഡ് എത്തനോളിക് OH. കാർബൈൽ അമീൻ ടെസ്റ്റ്, ഫൗൾ സ്മെൽ ടെസ്റ്റ്, കാർബൈൽ അമീൻ ടെസ്റ്റ്. ഗബ്രിയൽ സിന്തസിസ് എന്ത് അമീൻസ് പ്രിപ്പയർ ചെയ്യാനാണ്? കമോൺ, ഗബ്രിയൽ സിന്തസിസ് പ്രൈമറി അമൈൻ. ഗബ്രിയൽ സിന്തസിസ് പ്രൈമറി അമീൻ. പഠിക്കണേ, റിയാക്ഷൻ പഠിക്കണേ. നെക്സ്റ്റ് കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. യെസ് മക്കൾ, ഇതെന്ത് റിയാക്ഷനാണ്? കമോൺ, ഇതെന്ത് റിയാക്ഷനാണ്? കമോൺ. RNH2 ക്ലോറോഫോം പ്ലസ് KOH. ഏത് റിയാക്ഷനാണ്? യെസ്, ഐസോസൈനേറ്റ് ടെസ്റ്റ്. RNH എന്തായിട്ട് മാറും? RNC ഫിനൈൽ ഐസോസൈനേറ്റ് ടെസ്റ്റ്. അല്ലെങ്കിൽ ഇതിനെന്ത് വിളിക്കും? കാർബൈൽ അമീൻ ടെസ്റ്റ്. മക്കൾ എന്തായിരിക്കും ഇതിന്റെ സ്മെല്ല്? ഫൗൾ സ്മെൽ. സോ ഇറ്റ് ഈസ് എ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ primary aliphatic amine and aromatic amine carbide amine test. RNC foul smell gas. Next, aniline plus concentrated sulfuric acid. മക്കൾ എന്ത് നടക്കും? അനിലിൻ ഒരു ബേസാണ്, അത് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സാൾട്ട് ഫോം ചെയ്യും, അനിലിനിയം ബൈസൾഫേറ്റ് സാൾട്ട്. കാരണം ഒന്ന് ബേസാണ്, ഒന്ന് ആസിഡാണ്. എന്താ ഫോം ചെയ്യുക? സാൾട്ട്. യെസ്, അത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിൽ നിന്ന് അവിടുന്ന് ആ സൾഫ്യൂരിക് ആസിഡ് റിമൂവ് ചെയ്യും. എന്നിട്ട് അത് ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ കോമ്പൗണ്ടിലെ പ്രത്യേകത എന്താണ് മക്കൾ? ഈ കോമ്പൗണ്ടിലെ പ്രത്യേകത എന്താണ്? നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കോമ്പൗണ്ടാണ് ഇത് ആസിഡാണ്. അപ്പോൾ ഇത് H+നെ കളയും, SO3-. ഇത് H+നെ അക്സെപ്റ്റ് ചെയ്യും, ബേസ്. ഇതിൽ അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്, ബേസിക് ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്. അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്, ബേസിക് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ദിസ് ഈസ് നോൺ ആസ് നമ്മൾ എന്ത് വിളിക്കും? സിറ്റർ അയൺ. എന്താ വിളിക്കുക? സിറ്റർ അയൺ. ഓക്കെ, സിറ്റർ അയൺ. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് ഈ മക്കളെ ഒന്നുകൂടി ശ്രദ്ധിക്കണം നിങ്ങൾ. അനിലിൻ നമ്മൾ HNO3യുമായിട്ടുള്ള റിയാക്ഷനിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക? ഓർത്തോ പ്രൊഡക്റ്റും പാരാ പ്രൊഡക്റ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ എന്ത് പ്രൊഡക്റ്റും കൂടുതൽ? മെറ്റാ പ്രൊഡക്റ്റ്. സോ പാരാ പ്രൊഡക്റ്റും ഈ കേസിൽ പാരാ പ്രൊഡക്റ്റും മെറ്റാ പ്രൊഡക്റ്റും ആയിരിക്കും മൈനർ. കാരണം NH2 ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡേറ്റിംഗ് ഗ്രൂപ്പാണ്. അങ്ങനെയെങ്കിൽ ഓർത്തോ പാരാ പ്രൊഡക്റ്റാണ് വേണ്ടത്. പക്ഷേ ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാവുക? ഓർത്തോ പ്രൊഡക്റ്റ് മൈനറും പാരാ പ്രൊഡക്റ്റ് കൂടുതലായിരിക്കും. എന്താ റീസൺ നമുക്കറിയാം. കാരണം അനിലിൻ H+ഉമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? അനിലിയം അയൺസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഒരു ലൈവ് ഡിസ്കഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഓർഗാനിക് റിയാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് എന്ന് പഠിക്കുമ്പോൾ ടെസ്റ്റുകളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. റിയാക്ഷൻസ് ഒക്കെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് നിൽക്കും. നമ്മൾ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് എഴുതി ചുമ്മാ വായിക്കുന്നതിന് പകരം ഒന്ന് എഴുതി നോക്കുക. നിങ്ങളെ മോഡൽ എക്സാം എല്ലാം നിങ്ങൾ നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു, ബൈ. JEE എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. മാർച്ച് 15 മുതൽ ഏപ്രിൽ 14 വരെ പ്രധാന ഭാഗങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി നമ്മുടെ അധ്യാപകർ നിങ്ങളിലേക്ക് റേസിന്റെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും സൗജന്യമായി.